Good morning, my dear students. We are going to discuss the questions of your Zeots examination based on some basic concept of chemistry and IUPAC nomenclature. Question number 1. 0.833 mole of a carbohydrate with empirical formula CH2O has 10 grams of hydrogen. Molecular formula of the carbohydrate is 0.833 mole substance contains 10 gram hydrogen. Engil 1 mole organic compound or carbohydrate contains how many gram hydrogen? 10 divided by 0.833. Answer is 12 grams. Answer is 12 grams. എന്താണ് അതിന്റെ മീനിങ്? ഒരു മോൾ കോമ്പൗണ്ടിൽ 12 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. ഇതെല്ലാം 1 മോളാണ്. ഈ 1 മോളിൽ 12 ഗ്രാം ഹൈഡ്രജൻ ഇരിക്കുന്ന ഒറ്റ കേസേ ഉള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 2. C6H12O6. 1 mole contains 12 gram hydrogen. Answer option 2. Next. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Weight of 112 ml of oxygen at TP on liquefaction will be. ലോകത്തിലുള്ള ഏതൊരു ഗ്യാസിനും 22,400 ml ഭാരം ഏതായിരിക്കും? അതിൻ്റെ മോളാർ മാസ് ആയിരിക്കും. ദാറ്റ് ഈസ് വെയ്റ്റ് ഓഫ് 22,400 ml ഗ്യാസ് അറ്റ് TP എപ്പോഴും അതിൻ്റെ മോളാർ മാസ് ആയിരിക്കും. ഇവിടെ ഗ്യാസ് ആരാണ്? ഓക്സിജൻ. അപ്പോൾ ഇതിൻ്റെ ഭാരം എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് 32 grams. ഓക്സിജൻ ഗ്യാസ് ആണ്, അതിൻ്റെ മോളാർ മാസ് 32 gram. എങ്കിൽ വേഗം പറയൂ. വെയ്റ്റ് ഓഫ് 11,200 ml ഓക്സിജൻ അറ്റ് TP എന്തായിരിക്കും? ഇതിൻ്റെ പകുതി, ഇതിൻ്റെ ഹാഫാണിത്. ഇതിൻ്റെ ഹാഫ് 16 grams. എങ്കിൽ വെയ്റ്റ് ഓഫ് 112 ml oxygen at TP is equal to, this by 100 will give you 112. This by 100, which is 0.16 grams. അപ്പോൾ 112 ml ഓക്സിജൻ അറ്റ് TP യുടെ ഭാരമാണ് 0.16 gram. അത് ഗ്യാസാണ്, അതിൻ്റെ ഭാരം 0.16 gram. ഇവിടെ പറഞ്ഞത് ലിക്വിഫാക്ഷൻ നടത്തി. ലിക്വിഡായാലും സോളിഡായാലും മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദെയർഫോർ ഇത്രയും ഗ്യാസ് തണുപ്പിച്ച് സോളിഡാക്കിയാലും ലിക്വിഡാക്കിയാലും അതിൻ്റെ വെയിറ്റ് 0.16 തന്നെയായിരിക്കും. Therefore, answer option 3, 0.16 gram is the answer. അവിടെ ലിക്വിഫാക്ഷന് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. ലിക്വിഫൈ ചെയ്താലും സോളിഡിഫൈ ചെയ്താലും ആൻസർ സെയിം ആണ്, 0.16 grams. Next question. There are 6.02 into 10 raised to 22 molecules each of N2, O2 and S2 which are mixed together. Mass of the mixture in gram is. We know 6.02 into 10 raised to 23 molecule is called 1 mole. It is called 1 mole.
Then 6.02 into 10 raised to 22 molecule. എത്ര മോളായിരിക്കും? ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണിത്. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/10 which is 0.1 mole. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? 0.1 മോൾ നൈട്രജൻ ഉണ്ട്, 0.1 മോൾ ഓക്സിജൻ ഉണ്ട്, 0.1 മോൾ ഹൈഡ്രജൻ ഉണ്ട്. അവരുടെ ഭാരത്തിൻ്റെ തുക എന്തെന്നാണ് ക്വസ്റ്റ്യൻ. നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. 1 മോൾ നൈട്രജൻ്റെ ഭാരം, അതിൻ്റെ മോളാർ മാസ് 28. 0.1 മോൾ നൈട്രജൻ്റെ ഭാരം 2.8 gram. 1 മോൾ ഓക്സിജൻ mass is 32 gram. 0.1 mole oxygen, mass is 3.2 grams. Mass of 1 mole hydrogen, molar mass 2. Therefore, mass of 0.1 mole is 0.2 grams. On adding, this is the answer 6.2. Therefore, answer is option 1. Total mass of the mixture is equal to 6.2 grams. Next, 10 moles of SO2 and 15 moles of oxygen were allowed it to react over a suitable catalyst. 8 moles of SO3 were formed, remaining moles of SO2 and O2 respectively. That is a problem based on stoichiometry. In stoichiometry, the first step is write the balanced chemical equation. The reaction is SO2 plus O gives SO3. On balancing, 2SO2 plus O2 gives 2SO3. ഇവിടെ എല്ലാം മോൾസ് ആണ് തന്നത്. അതുകൊണ്ട് ഇക്വേഷൻ്റെ മോൾസ് ആദ്യം എഴുതണം. ദിസ് ഈസ് 2 മോൾ, ദിസ് ഈസ് 1 മോൾ, ദിസ് ഈസ് 2 മോൾസ്. ഇനി എടുത്ത മോൾസ് ബ്രാക്കറ്റിൽ എഴുതുന്നു. 10 മോൾ SO2 എടുത്തു. Then 15 mol oxygen എടുത്തു. ദാ 2-ന് 1 മതി. 2-ൻ്റെ പകുതി 1 ആണ്. 10-ന് 10-ൻ്റെ പകുതി മതി. 10-ൻ്റെ പകുതി 5 ആണ്. അപ്പോൾ ഈ 10-ൽ നിന്നും 10 മോള് പോയി. 10-ന് 5 മതി. ഈ 15-ൽ നിന്നും 5 മോള് പോയി. എങ്കിൽ എത്ര മോൾ SO3 ഉണ്ടാകും എന്നാണ് നമുക്കറിയേണ്ടത്. നോക്കിക്കേ, 2 മോൾ പ്ലസ് 1 മോൾ ഗീസ് 2 മോൾ. ഇവിടെ 10 മോൾ എടുത്തു, ഇവിടെ 15 മോൾ എടുത്തു. അപ്പോൾ ഇവിടെ എത്ര SO2 ഉണ്ടാകും? 10-ൽ നിന്ന് 10 പോയി, ബാക്കി 0. 15-ൽ നിന്ന് 5 പോയി, ബാക്കി എത്ര ഉണ്ട്? 10. Therefore, the answer is, ഇവിടെ എത്ര മോൾ SO3 ഉണ്ടാകുമെന്ന് നോക്കിക്കേ. 2 പോയാൽ 2 കിട്ടും, 10 പോയാൽ 10 കിട്ടും. It is 10 മോൾ. ക്വസ്റ്റ്യൻ ഇതാണ്. 10 മോൾ ഓഫ് SO2 and 15 മോൾ ഓഫ് O2 were mixed. ഇവിടെ മാറിപ്പോയി. SO2 2 mole, oxygen 1 mole, SO3 2 mole. And we have taken 10 mole of SO2 initially. And we have taken 15 moles of oxygen initially. Bracket. 10-ന് 1 മതി. 15 mole oxygen ആണ് എടുത്തത്. അപ്പോൾ റിയാക്ഷൻ നടന്നപ്പോൾ 8 mole SO3 കിട്ടി. 8 മോൾ SO3 കിട്ടി. 2 കിട്ടണമെങ്കിൽ 1 പോകണം. 8 കിട്ടണമെങ്കിൽ അതിൻ്റെ പകുതി 4 പോകണം. 15-ൽ നിന്ന് 4 പോയി. 2 കിട്ടണമെങ്കിൽ
2 പോകണം. 8 കിട്ടണമെങ്കിൽ 8 പോകണം. ബാക്കി ഇവിടെ 8 മോൾ പോയി. ബാക്കി 2 മോൾ. ഹിയർ ഇറ്റ് ഈസ് 11 മോൾ. അപ്പോൾ നോക്കിക്കേ, ഈ റിയാക്ഷൻ നടന്ന് 8 മോൾ SO3 കിട്ടിയപ്പോൾ 11 മോൾ ഓക്സിജൻ ബാക്കിയുണ്ട്, 2 മോൾ SO2 ബാക്കിയുണ്ട്. Therefore, answer is option 1. അപ്പോൾ 8 മോൾ SO3 ഉണ്ടാകുവാൻ എത്ര ഓക്സിജൻ പോകണം, എത്ര SO2 പോകണമെന്ന് നോക്കി ബാലൻസ് കണ്ടാൽ മതി. ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ്, P and Q are 2 elements which form P2Q3 and PQ2. 0.15 mole of P2Q3 weighs 15.9 grams and 0.15 moles of PQ2. PQ2 weighs 9.3 gram. Then the atomic mass of P and Q are respectively. നമ്മളോട് ആദ്യം പറഞ്ഞു 2 കോമ്പൗണ്ടുകളുണ്ട്. One is P2Q3, another is PQ2. ഇതിൽ 0.15 മോൾ P2Q3യുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് 0.15 മോൾ P2Q3 ഈസ് ഗിവൺ, which is 15.9 grams. Therefore, weight of 1 mole P2Q3 കാണാം equal to 15.9 by 0.15. അത് ചെയ്യുമ്പോൾ ആൻസർ 106 എന്ന് വരും. അത് ആരാണ്? P2Q3യുടെ മോളാർ മാസ് ആണ്. 1 മോളിൻ്റെ ഭാരമാണ് മോളാർ മാസ്. അപ്പോൾ 1 മോൾ P2Q3യുടെ ഭാരം 106 എന്ന് പറഞ്ഞാൽ P2Q3യുടെ മോളാർ മാസ് കിട്ടി. P2Q3യുടെ മോളാർ മാസ് 106. ഇതുപോലെ അടുത്ത ആളിൻ്റെ മോളാർ മാസ് കാണണം. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് 0.15 mole of PQ2 equal to 9.3 grams. Similarly, weight of 1 mole PQ2 is equal to 9.3 divided by 0.15. അത് സോൾവ് ചെയ്യുമ്പോൾ കാണാം ആൻസർ 62. അത് ആരുടെ മോളാർ മാസാണ്? PQ2വിൻ്റെ മോളാർ മാസാണ്. ഫോർ PQ2 മോളാർ മാസ് ഈസ് 62. ഇനി ശ്രദ്ധിച്ചിരിക്കണം, ഇതിനകത്ത് 2 Pയും 3 Qവും, ഇതിനകത്ത് 1 Pയും 2 Qവും. അപ്പം തമ്മിലുള്ള വ്യത്യാസം 1 Pയും 1 Qവുമാണ്. അതുകൊണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ that is the atomic mass sum of P and Q. Therefore 106 minus 62 is 44. ആ 44 എന്ന് പറയുന്നത് 1 Pയുടെയും 1 Qവിൻ്റെയും അറ്റോമിക് മാസിൻ്റെ സമ്മാണ്. P plus Q. ഇത് നമ്മളുടെ ഡിഫറൻസ് 1 P, ഇത് നമ്മളുടെ ഡിഫറൻസ് 1 Q. 1 Pയുടെയും 1 Qവിൻ്റെയും സമ്മാണ് 44. അപ്പോൾ ഇനി ശ്രദ്ധയോട് കേൾക്കണം. 1 Pയും 2 Qവും ആഡ് ചെയ്താൽ P plus Q കിട്ടും. 1 Pയും 2 Qവുമാണ് ഇവിടെയുള്ളത്. അതിൻ്റെ മോളാർ മാസ് 62 1 Pയും Qവും കൂടെ ചേർന്നാൽ 44 അപ്പോൾ പറയൂ, 62 minus 44 is 18. അത് ആരുടെ വെയിറ്റ് ആയിരിക്കും? ദാറ്റ് ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് Q. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് Q കിട്ടി. കാരണം 1 Pയും 1 Qവും 44, 1 Pയും 2 Qവും 62. 62 minus 44 is 18. That is the atomic mass of Q. ഇനി
Pയുടെ atomic mass കാണണം. Qന്റെ value substitute ചെയ്യൂ 18. Therefore, atomic mass of P is 44 minus 18, which is 26. And therefore, answer atomic mass of P 26, that of Q is 18. Answer option 2. Next, vapor density of a gas is 11.2. Volume occupied by 11.2 grams of the gas at STP is. What is the relation between vapor density and molar mass? Vapor density into 2 is equal to molar mass. Vapor density of a gas is 11.2. അപ്പോൾ വേഗം molar mass of the gas കാണണം. Molar mass is 2 into vapor density is 11.2, which is 22.4 grams per mole. ഇതാണ് അതിൻ്റെ molar mass. Question: volume occupied by 11.2 gram of the gas at STP will be. ഗ്യാസിൻ്റെ molar mass കണ്ടു 22.4 gram. 11.2 gram ഗ്യാസിനെ ഒന്ന് മോളാക്കണം. 11.2 gram gas is equal to 11.2 divided by അതിൻ്റെ molar mass 22.4 is half mole. ഹാഫ് മോളിന് എസ് ടി പിയിൽ എത്ര വോളിയം ഉണ്ട്? അതും 11.2. ഒരു മോളിന് എസ് ടി പിയിലുള്ള വോളിയം 22.4. ഹാഫ് മോളിന് എസ് ടി പിയിലുള്ള വോളിയം 11.2 ലിറ്റർ. Therefore, answer is option 1. 11.2 liter is the answer. Next, 2 oxides of a metal contains 50% and 40% by mass of the metal M respectively. If the formula of the first oxide is MO2, then that of the second oxide is. First oxide is MO2. MO2 will 50% M ആണ് എന്ന് പറഞ്ഞാൽ ബാക്കി 50% ഓക്സിജനാണ്. ഇവിടുത്തെ ഓക്സിജന്റെ ഭാരം ഒന്ന് പറഞ്ഞേ 32 ഗ്രാം. 50-50 ആണ്. അപ്പോൾ ഇതിൻ്റെ ഭാരവും എത്രയാണ്? 32. Therefore, atomic mass of M കിട്ടി 32. കാരണം ഒന്നാമത്തെ ഓക്സൈഡ് MO2 ആണ്. അതിൽ 50% M ഉണ്ട്, ബാക്കി 50% ഓക്സിജനാണ്. ഓക്സിജന്റെ ഭാരം 32 ആണെങ്കിൽ ബാക്കി 50% എമ്മിൻ്റെ ഭാരം എന്തായിരിക്കും? 32. അങ്ങനെ എമ്മിൻ്റെ അറ്റോമിക് മാസ് കിട്ടി. അറ്റോമിക് മാസ് ഓഫ് എം ഈസ് 32. അടുത്ത ക്വസ്റ്റ്യൻ പാസ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ കേസിൽ മെറ്റൽ ഓക്സൈഡിൽ 40% മെറ്റലുണ്ട്. അത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 1 നോക്കാം. ഒരു കാരണവശാലും 1 വരില്ല. 1 ആരാ? MO2 ആ. അതിനകത്ത് 50% മെറ്റലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ 40 കാണാൻ പാടുള്ളൂ. അപ്പോൾ ആൻസർ 1 അല്ല. ഓപ്ഷൻ 2 വരാം. ഓപ്ഷൻ 2 MO3. MO3 എമ്മിൻ്റെ പെർസെൻറ്റേജ് നോക്കാം. പെർസെൻറ്റേജ് ഓഫ് എം ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ ഭാരം 32. മോളാർ മാസ് ഓഫ് MO3 32 plus 48. This is 32 plus 48 into 100. അപ്പോൾ 32 plus 48 into 100, which is 32 by 80 into 100. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 40% കറക്റ്റ്.
അങ്ങനെ എമ്മിൻ്റെ പെർസെൻറ്റേജ് 40 വന്ന മെറ്റൽ ഓക്സൈഡാണ്. ദിസ് ഈസ് ആൻസർ ഓപ്ഷൻ 2. Next one, which of the following sample contains 5 Na atoms where Na is Avogadro number? Option 1, 22.4 liter of methane at STP. 22.4 liter gas at STP എന്ന് കേട്ടാൽ ഉടൻ പറയണം 1 mol ആണ്. അപ്പോൾ ഓപ്ഷൻ 1-ൽ 1 മോൾ മീഥെയിൻ ഉണ്ട്. 1 മോൾ മീഥെയിനിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? Na മോളിക്യൂൾസ് ഉണ്ട്. 1 മോളിക്യൂൾ മീഥെയിനിൽ 5 ആറ്റമുണ്ട്. 1 കാർബണും 4 ഹൈഡ്രജനും 5 ആറ്റമുണ്ട്. അപ്പോൾ Na മോളിക്യൂളിൽ എത്ര ആറ്റമുണ്ട്? Na into 5. Therefore 5 Na atom is present. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ 2-ലേക്ക് വരാം. ഓപ്ഷൻ 2, 1 mole of N2O3 contains how many molecules? Na molecules. 1 മോളിലെല്ലാം Na മോളിക്യൂൾ. Na is called Avogadro number. ദാ ഇതിൻ്റെ 1 മോളിക്യൂളിൽ 2 നൈട്രജനും 3 ഓക്സിജനും 5 ആറ്റമുണ്ട്. എങ്കിൽ Na മോളിക്യൂളിൽ എത്ര ആറ്റമുണ്ട്? 5 into Na atoms. അപ്പോൾ അതും 5 into Na atoms ആണ്. അടുത്തത് ഓപ്ഷൻ 3. ഓപ്ഷൻ 3, 1.25 moles of P4. ഫോസ്ഫറസ് ഈസ് ടെട്രാറ്റോമിക്. 1 മോളിക്യൂളിൽ 4 ആറ്റം ഉണ്ട് ഫോസ്ഫറസിന്, അതുകൊണ്ടാണ് ടെട്രാറ്റോമിക്. അപ്പോൾ 1.25 മോൾ PO4-നെ മോളിക്യൂൾ ആക്കൂ. ദിസ് ഈസ് 1.25 into Na മോളിക്യൂൾസ്. 1 മോളിക്യൂളിൽ 4 ആറ്റമുണ്ട്. ഇത്രയും മോളിക്യൂളിൽ എത്ര ആറ്റമുണ്ട്? into 4. 1.25 into Na into 4. Answer is 5 Na atoms. Therefore, answer 1, 2, and 3. Option 4 is the answer. Option 4. Next question. A gaseous mixture contains methane and carbon dioxide in the ratio 1:4 by mass. Ratio of their number of molecule is. 2 gases are present, methane and carbon dioxide. അവരുടെ മാസിൻ്റെ റേഷ്യോ 1:4. That is 1 gram methane, 4 gram carbon dioxide. അതിലുള്ള മോളിക്യൂൾസിൻ്റെ റേഷ്യോ കാണണം. മോളിക്യൂൾസ് കാണണമെങ്കിൽ ഗ്രാമിനെ മോളാക്കണം, മോളിനെ മോളിക്യൂളാക്കണം. 1 gram മീഥെയിൻ എത്ര മോളാണ്? 1/16 മോൾ. മോളാർ മാസ് 16. അതിലെത്ര മോളിക്യൂൾ ഉണ്ട്? 1/16 into Na മോളിക്യൂൾസ് ഉണ്ട്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കണം. 4 gram കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 4/44 മോൾ, വിച്ച് ഈസ് എത്ര വരും? 1/11 മോൾസ്. അതിലെത്ര മോളിക്യൂൾ ഉണ്ട്? 1/11 into Na മോളിക്യൂൾസ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കണം. റേഷ്യോ ഓഫ് ദ മോളിക്യൂൾ ഈസ് Na/16 is to Na/11 എന്ന് പറഞ്ഞാൽ 1/16 is to 1/11 എന്ന് പറഞ്ഞാൽ 11 is to 16. Therefore, the ratio of the molecule is 11 is to 16.
Option 2 is the answer. Next question. An unknown amino acid has 9.27% of nitrogen. If each molecule has one nitrogen atom only, number of molecules in 1 gram amino acid is. ഏതോ ഒരു അമിനോ ആസിഡ് അതിലെ ഒരു മോളിക്യൂളിൽ ഒരു നൈട്രജനേ ഉള്ളൂ. അപ്പം ഞാൻ ആ അമിനോ ആസിഡിൻ്റെ ഫോമുല ഒന്ന് എഴുതാൻ പോവാ. നൈട്രജൻ ഉണ്ട്, ഒരു മോളിക്യൂളിൽ ഒരാറ്റം. പിന്നെ പലരുമുണ്ട്, എ ബി സി ഡി പലരും ഉണ്ടാകും. ഇതിൽ നൈട്രജൻ്റെ പെർസെൻറ്റേജ് തന്നു. ഇത് നോക്കിക്കൊണ്ട് ഈ നൈട്രജൻ്റെ പെർസെൻറ്റേജ് ഒന്ന് എഴുതാം. Percentage of nitrogen is equal to 1 into 14. ആകെ ഒരു നൈട്രജൻ അല്ലേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു 100. ഇതിൻ്റെ ആൻസർ അറിയാം, 9.27%. നൈട്രജൻ ഒരു മോളിക്യൂളിൽ ഒരാറ്റമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് 1 into 14 by m into 100 whose answer is 9.27% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? m. Therefore m is 14 into 100 by 9.27. അത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 151 എന്ന ആൻസർ കിട്ടും. So molar mass is 151. ഇനി ചോദ്യം ഇതാണ്, 1 ഗ്രാം അമിനോ ആസിഡിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? ഗ്രാമിനെ മോളാക്കണം, മോളിനെ മോളിക്യൂളാക്കണം. അപ്പോൾ നമുക്ക് മോളിക്യൂൾ എത്രയുണ്ടെന്ന് നോക്കാം. 1 ഗ്രാം അമിനോ ആസിഡാണ്. 1 ഗ്രാം അമിനോ ആസിഡ് എത്ര മോളാണ്? 1/51 മോൾ. അതിലെത്ര മോളിക്യൂൾസ് ഉണ്ട്? ഇൻറ്റു Avogadro നമ്പർ 6.02 into 10 raised to 23 divided by 151. That will give you the answer. And the answer is 3.98 into 10 raised to 21 is the answer. Therefore, answer is option 3. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 3.98 into 10 raised to 21 is the answer. Next one. In the reaction 4a plus 2b plus 3c, A4B2C3, what will be the number of moles of product formed starting from 2 moles of A, 1.2 moles of B and 1.44 moles of C? Equation നമുക്ക് തന്നിട്ടുണ്ട്. 4a plus 2b giving 4a plus 2b plus 3c giving A4B2C3. ഇതിലെല്ലാവരുടെയും മോൾസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മോൾസ് ഇക്വേഷൻ അനുസരിച്ചുള്ള മോൾ ആദ്യം എഴുതാം. 4 മോൾ, 2 മോൾ, 3 മോൾ, 1 മോൾ. ഇനി എടുത്ത മോൾസ് ബ്രാക്കറ്റിൽ എഴുതാം. 2 മോൾ ഇൻ ബ്രാക്കറ്റ്, ബി 1.2 moles, then 1.44 moles. The 4 2 വേണം. 4 പകുതി 2 ആണ്. 2 പകുതി വേണം, 1 വേണം.
അപ്പോൾ 1.2 ഉണ്ട്. ഇനി ഇതൊന്ന് നോക്കിക്കേ, 2-ന് 3 വേണം. 2-ഉം 2-ന്റെ പകുതി 1-ഉം കൂടെ ആഡ് ചെയ്യുന്നത് 3 ആണ്. 1.2-ന് എത്ര വേണം? 1.2-ഉം വേണം, അതിൻ്റെ പകുതി 0.6-ഉം കൂടെ ചേരുമ്പോൾ 1.8 വേണം. ഇല്ല, 2-ന് 3 വേണം. 2-ന്റെ പകുതി 1 ആണ്. 2-ഉം 1-ഉം കൂടെ ആഡ് ചെയ്താൽ 3 കിട്ടും. 1.2-ന് എത്ര വേണം? 1.2-ഉം അതിൻ്റെ പകുതി 0.6-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1.8 ഇവിടെ ഇല്ല. അപ്പോൾ റിവേഴ്സ് ചെയ്ത് പറയണം. ഇങ്ങനെ പറയണം, 3-ക്ക് 2 വേണം, 3-ന് 2 വേണം. എങ്കിൽ 1.44-ന് എത്ര വേണം? നോക്കിക്കേ, 3-ക്ക് 2 വേണം, 1-ന് 2/3 വേണം. 1.44-ന് 2/3 ഇൻറ്റു 1.44 വേണം. അതിൻ്റെ ആൻസർ 0.96 എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്നും 1.44 പോകും, ഇവിടെ നിന്നും 0.96 പോകും. 0.96 പോകും. അപ്പം ഇവിടുന്ന് എത്ര പോകും? 2-ന്റെ ഇരട്ടിയല്ലേ 4, 0.96-ന്റെ ഇരട്ടി പോകും. ക്വസ്റ്റ്യൻ, എത്ര മോൾ പ്രോഡക്റ്റ് ഉണ്ടാകുമെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇപ്പോൾ 2 പോയാൽ 1 കിട്ടും, 0.96 പോയാൽ 0.48 കിട്ടും. അതാണ് ആൻസർ. 2 പോയാൽ 1 കിട്ടും, 2-ന്റെ പകുതി 1. 0.96 പോയാൽ അതിൻ്റെ പകുതി 0.48 കിട്ടും. Therefore answer option 3. That is the answer. ഇവിടെ എ എത്ര പോയി എന്നൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എത്ര കണ്ടുപിടിക്കാം? 0.96 into 2. That is less than 2. അടുത്ത question. A compact fluorescent lamp was filled with low pressure mixture of argon gas and small amount of mercury vapors. Volume of argon gas, atomic mass 40 at 0 degree centigrade and 1 atmosphere pressure is found to be 100 ml. Number of atoms of argon present in the lamp is 0 degree centigrade and 1 atmosphere in the പേരാണ് STP, Standard Temperature and Pressure. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 100 ml ആർഗൺ അറ്റ് STP ഉണ്ട്. അതിൽ എത്ര ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ട്? ആർഗണിൻ്റെ ആറ്റവും മോളിക്യൂളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആർഗൺ ഈസ് മോണോഅറ്റോമിക്, നോ ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ. 100 ml ആർഗൺ അറ്റ് STPക്ക് അകത്ത് എത്ര മോളിക്യൂൾ ഉണ്ടെന്ന്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. വി നോ 22,400 ml argon at STP contains 1 mole. 1 mole is how many molecules? 6.02 into 10 raised to 23. മോളിക്യൂളും പറയാം, ആറ്റവും പറയാം. എങ്കിൽ 1 ml ആർഗൺ അറ്റ് STPയിൽ എത്ര ആറ്റംസ് ഉണ്ട്? എങ്കിൽ 100 ml ആർഗൺ അറ്റ് STPയിൽ എത്ര ആറ്റംസ് ഉണ്ട്? 22,400 ml എത്രയുമുണ്ട്? 1 ml എത്ര ഉണ്ട്? 6.02 into 10 raised to 23 divided by 22,400 atoms. എങ്കിൽ 100 ml എത്ര ഉണ്ട്? 6.02 into 10 raised to 23 divided by
22,400 into 100 atoms. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2.68 into 10⁻21 എന്ന ആൻസറിലെത്തും. Therefore, answer option 1. Next, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് IUPAC നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ടതാണ്. IUPAC name of this compound is. ആദ്യത്തെ സ്റ്റെപ്പിൽ select the longest chain containing the maximum number of the functional group. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH രണ്ടെണ്ണമുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. 2 OHും ഡബിൾ ബോണ്ടും അടങ്ങുന്ന ലോങ്ങസ്റ്റ് ചെയിനും എടുക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പായ OH കണക്ട് ചെയ്ത കാർബണിന് മിനിമം നമ്പറും കിട്ടണം. അപ്പം കൗണ്ട് ചെയ്യുമ്പോൾ this is 1, this is 2, this is 3, this is 4, this is 5. Who is the parent of 5? Pentane. പെൻറ്റെയിനിലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു പെൻഡ് ടു ഈനാണ്. പെൻഡ് ടു ഈനാണ്. ഇനി പെൻഡ് ടു ഈനിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലും മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലും 2 OH വന്നു. 2 OH വരുന്നതിൻ്റെ പേരാ ഡയോൾ. 1 OH ആണെങ്കിൽ ഓൾ, 2 OH ആണെങ്കിൽ ഡയോൾ. Therefore, IUPAC name of this compound is pent2ene 2,3-diol. അതിലെ ഡി വന്നതുകൊണ്ട് ഈ കളയരുത്. കാരണം വവ്വൽസ് വരുമ്പോഴാണ് ഈ കളയുന്നത്, ഡി വവ്വലല്ല. അതുകൊണ്ട് ഈ കളയരുത്. Therefore, IUPAC name is pent2ene 2,3-diol. Answer 2. That is the IUPAC nomenclature. Next question. IUPAC name of. ഇവിടെയും പ്രിൻസിപ്പിൾ ഇതാണ്. Select the longest carbon chain containing maximum number of functional group. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു ആൽഡിഹൈഡ് ഉണ്ട്, 2 ഡബിൾ ബോണ്ടുമുണ്ട്. അതുകൊണ്ട് ലോങ്സ്റ്റ് ചെയിൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ചെയിനാണ് എടുക്കുക. ഈ ചെയിൻ, കാരണം ലോങ്സ്റ്റ് ചെയിനിൽ മാക്സിമം നമ്പർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെയാണ്. അത് കൗണ്ട് ചെയ്ത് നമ്പർ ഇടുമ്പോൾ ഏറ്റവും പ്രിഫറൻസ് ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടണം. മാക്സിമം പ്രിഫറൻസ് ഇസ് ഗിവൺ ഫോർ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അതുകൊണ്ട് ആൽഡിഹൈഡ് കാർബണിന് നമ്പർ 1 വരും. Therefore, this is 1, this is 2, this is 3, this is 4, 5, 6. And therefore, 6 കാർബൺ ഉള്ള പേരൻ്റ് ആണ്. അതാരാ? ഹെക്സ്. റൂട്ട് വേർഡ് ഈസ് ഹെക്സ്. ഹെക്സിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട്, 2വിലും 5വിലും. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹെക്സ. എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? 2. ഹെക്സ 2,5-diene. ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് വന്നാൽ പേരൻറ്റിൻ്റെ നിലനിർത്തണം. ഹെക്സ് പോരാ. ഒരു ഡബിൾ ബോണ്ടേ ഉള്ളുവെങ്കിൽ ഹെക്സീൻ. ഡബിൾ ബോണ്ട് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഹെക്സാ-ഡയീൻ. ഹെക്സ 2,5-diene. ഇനി 1ൽ ആരുണ്ട്? ആൽഡിഹൈഡ്. IUPAC name of aldehyde is al. Therefore, 2,5-diene 1 ആലാണ്. 1ൽ ആലുണ്ട്. ആലിൻ്റെ ആദ്യത്തെ അക്ഷരം വവ്വലാണ്, എ. അതുകൊണ്ട് റൂട്ട് വേർഡിൻ്റെ അല്ലെ പേരൻറ്റിൻ്റെ ഈ കളയണം. വവ്വൽ വന്നാൽ മാത്രമേ ഈ
ഈ കളയേണ്ടതുള്ളൂ. Therefore answer hexa 2,5 di-N1-al. Answer option 1. പിന്നെ നാലാമത്തെ കാർബൺ ആറ്റത്തിൽ ദാ ഒരു ഗ്രൂപ്പ് തൂങ്ങിക്കിടക്കുന്നു. It is 4-butyl. Therefore 4-butyl hexa 2,5 di-N1-al. Answer option 1. ഇനി ഒരു കാര്യം കൂടി, ലോങ്സ്റ്റ് ചെയിന് വേണ്ടി ഈ കാർബണുള്ള ചെയിൻ എടുക്കരുത്. അതെടുത്താൽ ഈ ഡബിൾ ബോണ്ട് മിസ് ചെയ്തു പോകും. അതുകൊണ്ടാണ് സെലക്ട് ദി ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following IUP's name is correct? 2-ethyl pentane. നമുക്ക് നോക്കാം. ഇത് പെൻറ്റെയിൻ. 2-ethyl pentane. തെറ്റ്. കാരണം ലോങ്സ്റ്റ് ചെയിൻ ഇതാ. അപ്പോൾ 2-ethyl pentane എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവില്ല. ഇതിന് നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 5 6. ഇത് ഹെക്സൈൻ ആണ് പേരൻറ്റ്. അതുകൊണ്ട് ആ പേര് തെറ്റാണ്. അടുത്തത് ഹെക്സൻ 4-on. ഹെക്സൻ 6 കാർബൺ, 4-on ഡബിൾ ബോണ്ടോ. തെറ്റ്. ഈ കാർബണിന് മിനിമം നമ്പർ കിട്ടുവാൻ ഇത് 2-on വരൂ, 4-on ആവില്ല. അതുകൊണ്ട് ഹെക്സൻ 4-on എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവില്ല. അടുത്തത് 3 4 5 ട്രൈ മീഥൈൽ ഹെക്സൈൻ. ആറ് കാർബൺ, 3-ലും 4-ലും 5-ലും ഓരോ കാർബൺ. 1 2 3 4 5 6. തെറ്റ്. തിരിച്ച് നമ്പർ കൊടുക്കുമ്പോൾ ലീസ്റ്റ് നമ്പർ അതേ വരൂ. 1 2 3 4 5 6. ഇവിടെ ബ്രാഞ്ചിങ് 3-ലും 4-ലും 5-ലും, ഇവിടെ ബ്രാഞ്ചിങ് 2-ലും 3-ലും 4-ലും. അതാണ് ലീസ്റ്റ് നമ്പർ. അതുകൊണ്ട് ഇത് തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ 3-യും തെറ്റാണ്. 4 6-ethyl 2-methyl octane. That is correct name because octane 2-methyl group CH3, 6-ethyl group 6. ഇവിടെ CC ethyl group. It is correct. അപ്പോൾ ഇത് 2, ഇത് 6. അപ്പോൾ അത് കറക്റ്റാണ്. തിരിച്ചു വന്നാൽ നമ്പർ കൂടും. ഇത് 3 ആകും. അപ്പോൾ ഇത് 7 ആകും. അതിനേക്കാൾ ചെറിയ നമ്പറാണ് 2-ഉം 6-ഉം. Therefore, this is a correct name. Option 4 is the answer. Next, IUP's name of the following compound is. What is the first duty? Select the longest chain containing maximum number of the functional group. ഇവിടെ ആൽഡിഹൈഡ് എന്ന CHO ഗ്രൂപ്പ് ഉണ്ട്, കീറ്റോൺ എന്ന CO ഗ്രൂപ്പ് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. മാക്സിമം കാർബൺ ഉള്ള ചെയിൻ സെലക്ട് ചെയ്യണം. ആൻഡ് ദ മോസ്റ്റ് പ്രിഫറൻസ് ഈസ് ഗിവൺ ഫോർ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. കീറ്റോണിനേക്കാൾ പ്രിഫറൻസ് ആർക്കാണ്? ആൽഡിഹൈഡാണ് പ്രയോറിറ്റി. Therefore, numbering, this is 1, this is 2, this is 3, this is 4, this is 5, this is 6. Therefore, the parent is hexane. അതിൽ 4-ലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹെക്സ് 4-ene. ഹെക്സ് 4-ene. ഇനിതാ 3-ലൊരു ഓക്സോയുണ്ട്. 3-ൽ കീറ്റോൺ ഉണ്ട്. പക്ഷേ ആൽഡിഹൈഡും കീറ്റോണും വന്നാൽ ആൽഡിഹൈഡിനാണ് മുൻഗണന. അതുകൊണ്ട് കീറ്റോൺ എന്ന ഗ്രൂപ്പ് പ്രിഫിക്സ് ആകും.
പ്രിഫിക്സ് ആകുമ്പോൾ പേര് ഓക്സോയാണ്. ഓക്സോ 3-ലാണ്. അപ്പോൾ 3-ൽ ഓക്സോയുണ്ട്. ദാ 2-ലൊരു ബ്രാഞ്ചിങ് മീഥൈൽ ഗ്രൂപ്പുമുണ്ട്. മീഥൈലും ഓക്സോയും വരുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ എം കഴിഞ്ഞേ ഓ വരൂ. Therefore name is 2-methyl 3-oxo hex 4-enal. ഈനുമാണ് ആലുമാണ്. ഇത് വവ്വലായതുകൊണ്ട് ഈ കളയണം. പിന്നെ വേണേ 1-4 എന്നും കൊടുക്കാം. 1-4 എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് 1 കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. Therefore answer 2-methyl 3-oxo hex 4-enal is the answer. Option 3. അടുത്ത question. IUP's name of the following compound is. നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഒരിക്കലും സഫിക്സ് ആകാത്ത 3 ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. 1 നൈട്രോ ഗ്രൂപ്പ്, 2 ഹാലജൻ, 3 ആൽക്കോക്സി ഗ്രൂപ്പ്. എക്സ് ഈസ് ഫ്ലോറിനോർ, ക്ലോറിനോർ, ബ്രോമിനോർ, അയോഡിൻ. ഈ 3 ടൈപ്പ് ഗ്രൂപ്പുകളും എപ്പോഴും പ്രിഫിക്സ് ആയിട്ട് വരും. ഇറ്റ് ഈസ് ഓൾവേസ് പ്രിഫിക്സ്. അപ്പോൾ ദിസ് ഈസ് സൈക്ലോഹെക്സൈൻ ഈസ് ദ പേരന്റ് ചെയിൻ. ലീസ്റ്റ് നമ്പറിങ് കിട്ടണം. അപ്പോൾ CH3 2 ഉള്ളത് കൊണ്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കാർബൺ 1,1 ഡൈമീഥൈൽ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ, സിക്സ്ത് കാർബൺ. സൈക്ലോഹെക്സൈൻ. അതിൻ്റെ 4ാമത്തെ കാർബൺ ആറ്റത്തിൽ ദാ ഇവിടെ ഒരു CH2 ഉണ്ട്. ദിസ് ഈസ് ഇതോക്സി ഗ്രൂപ്പ്. അപ്പം ഇതോക്സിയും മീഥൈലും ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ഇതോക്സിക്ക് കൊടുക്കണം, പിന്നെ മീഥൈൽ കൊടുക്കണം. Therefore name 4-ethoxy 1,1 dimethyl cyclohexane. Answer is 4-ethoxy 1,1 dimethyl cyclohexane. Answer option 4. Next, IUPAC name of the compound. ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്, NH2 CN-ഉം. പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു ദി സയനൈഡ് ഗ്രൂപ്പ്. അതുകൊണ്ട് ആദ്യത്തെ ജോലി ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതാണ് ഏറ്റവും പ്രയോറിറ്റിയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ കാർബണിന് 1 കിട്ടിയേ മതിയാകൂ. ദാറ്റ് ഈസ് 1. അപ്പോൾ ഇങ്ങോട്ട് വരാൻ കഴിയില്ല. 1, 2, 3, 4, 5. Parent contains 5 carbon. 5 carbon. Parent contains, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 6. Parent contains 6 carbon. ഹെക്സൈൻ ആണ്. പക്ഷേ 4-ൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഹെക്സ് 4-ene ആണ്. സയനൈഡിന് മുൻകൂട്ടി ഏറ്റവും പ്രിഫറൻസ് വന്നതുകൊണ്ട് NH2 ഒരു പ്രിഫിക്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ദാ 2-ലൊരു മീഥൈൽ ഗ്രൂപ്പ് തൂങ്ങിക്കിടക്കുന്നു. അപ്പം മീഥൈലുമുണ്ട് അമിനോയുമുണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം അമിനോ കൊടുക്കണം. ഇനി സയനൈഡിന് കൊടുക്കുന്ന IUPAC നെയിം എന്താണ്? നൈട്രൈൽ. 6 കാർബണുള്ള നൈട്രൈലാണ്. ഹെക്സീൻ നൈട്രൈലാണ്. ഹെക്സ് 4-നുമാണ്, 1-ൽ നൈട്രൈലുമുണ്ട്. ഇത് വവ്വലല്ലാത്തത് കൊണ്ട് ഈ കളയരുത്. ഹെക്സ്
ഫോറീനുമാണ്, 1 നൈട്രൈലുമാണ്. പ്രിഫിക്സിൽ 3 അമിനോ ഗ്രൂപ്പുണ്ട്, 2 മീഥൈലുണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം അമിനോ വരുന്നത് കൊണ്ട് 3 amino 2 methyl. Therefore, name of the compound is 3 amino 2 methyl hexafluorine 1 nitrile. Option 4. Next question. IUPAC name of the following compound is. In the IUPAC nomenclature, there is a fundamental principle. കാർബണാറ്റമുള്ള 3 അതിൽ കൂടുതലോ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒരു ചെയിനിൽ വന്നാൽ അവർ ഒരിക്കലും ഒരു ചെയിനിൻ്റെ ഭാഗമല്ല. ദാറ്റ് ഈസ് any functional group containing carbon. If there are 3 or more functional group containing same functional group containing carbon is attached, then none of the functional group will be a part of the carbon chain. ഇവിടെ CHO ഗ്രൂപ്പ് കാർബൺ ഉള്ള 3 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ചെയിനിൽ തൂങ്ങിക്കിടക്കുന്നു. അവർ ഒരിക്കലും ചെയിനിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് ഇതാണ് പേരന്റ് ചെയിൻ. 5 കാർബണുള്ള പേരന്റ് ചെയിൻ എടുക്കണം. അതിന് നമ്പറിങ് കൊടുക്കണം. നമ്പറിങ് കൊടുക്കുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾക്കാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിനാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പം നമ്പറിങ് കൊടുക്കുമ്പോൾ ഇതിന് മിനിമം നമ്പർ കിട്ടണം. 1 2 3 4 5. അത് പെൻഡ് 3 ഈനാണ്. പെൻഡ് 3 ഈനാണ്. അതിലെ 1ലും 2ലും 5ലും കാർബാൾഡിഹൈഡ് തൂങ്ങിക്കിടക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. Therefore name പെൻഡ് 3 ഈൻ 1 2 5 tricarbaldehyde. Therefore answer is pent 3 in 1 2 5 tricarbaldehyde is the answer. Option 4. Next, match the following. Neopentyl group CS3 CCS3 CS3 CS3. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് നിയോപെൻറ്റൈൻ. നിയോപെൻറ്റൈലാകണമെങ്കിൽ ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ പോകണം, ഒരു വാലൻസ് കൊടുക്കണം. ഈ ഗ്രൂപ്പിൻ്റെ പേരാണ് നിയോപെൻറ്റൈൽ. ഇവിടെ ഒരു ഹാലജൻ വന്നാൽ നിയോപെൻറ്റൈൽ ഹാലൈഡ് എന്ന് പേര് കൊടുക്കും. അപ്പോൾ ഈ ഗ്രൂപ്പാണ് CS3 thrice CCS2 group. Therefore, neopentyl group is C. CS3 twice CHCS2. Therefore, it is D. CS3 thrice CCS2. അപ്പോൾ neopentyl D ആണ്. Neopentyl is D. അടുത്തത് സെക്കൻഡറി ബ്യൂട്ടൈൽ. ബ്യൂട്ടൈൻ ഈസ് 4 കാർബൺ. അതിൽ ഈ കാർബണോ അല്ലെങ്കിൽ ഈ കാർബണിലോ ഒരു ഫ്രീ വാലൻസി ഉണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ. CS3 CS2 ഇവിടെ CH CS3 ഇവിടെ ഏതെങ്കിലും ഗ്രൂപ്പ് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പേരാ സെക്കൻഡറി ബ്യൂട്ടൈൽ. ഈ വാലൻസി ഇവിടെ വന്നാലും മതി, രണ്ടും സെക്കൻഡറി ബ്യൂട്ടൈലാണ്. അപ്പോൾ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് നോക്കിക്കേ, അതാണിത്. ഏത്? CS3 CS2 CH കഴിഞ്ഞ് ബ്രാക്കറ്റിൽ ഒരു CS3 ഇട്ടു. അവിടേക്കൊരു വര ഇട്ടാൽ മതി. അതിൻ്റെ അർത്ഥം CHലേക്ക് CS3 കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും ഒന്നാ.
Therefore, that group is called secondary butyl. Next one, isobutyl. Isobutyl ഇതാണ്. ഈ കാർബണിലാണ് വാലൻസി. CH3, CH3, CH, CH2. ഇവിടെ ഏതെങ്കിലും ഗ്രൂപ്പ് കണക്ട് ചെയ്താൽ that is called secondary butyl compound. Isobutyl compound. Isobutyl compound. അപ്പോൾ ഐസോബ്യൂട്ടൈൽ വരാൻ ഏതായിരിക്കും സാധ്യതയെന്ന് നോക്കിക്കേ. CH3 twice. ഇതാണ് CH3 twice CH, CH2. Therefore, it is third one is that is C. Next one, tertiary pentyl group. Tertiary carbon ആയിരിക്കണം, പെൻറ്റൈൻ ആയിരിക്കണം. ദാ ഇവിടെ 5 കാർബൺ വന്നു. ഈ കാർബൺ ടെറിഷറിയാണ്. അപ്പോൾ ടെറിഷറി പെൻറ്റൈൽ ടെറിഷറി ആകണം, 5 കാർബണും വേണം. This is CH3, this is CH2, this is CH3, this is CH3. ഇവിടെ ഒരു ബാലൻസ് വരും. ഇതിൻ്റെ പേരാണ് ടെറിഷറി പെൻറ്റൈൽ ഗ്രൂപ്പ്. That is B. CH3, CH2, C, CH3 twice valency. Therefore, answer option 1 is the answer. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക് പോകുന്നു. ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ 21. A sample of limestone was found to be contaminated with sand. On heating 2 gram of the sample, 1.604 gram residue was obtained. Percentage purity of the sample is. First step, write the balanced equation for the heating of limestone. Limestone is calcium carbonate. Calcium carbonate on heating is calcium oxide plus carbon dioxide. Calcium carbonate solid, calcium oxide solid, carbon dioxide gas. Gas escape ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ, ഇവിടെ ലൈംസ്റ്റോണിൻ്റെ ഭാരം തന്നു. അതുകൊണ്ട് ഇവിടുത്തെ കാൽസ്യം കാർബണേറ്റിൻ്റെ ഭാരം എഴുതാം. 1 mole calcium carbonate is 100 grams. കാൽസ്യം ഓക്സൈഡ്, 1 മോൾ കാൽസ്യം ഓക്സൈഡിൻ്റെ ഭാരം, അതിൻ്റെ മോളാർ മാസ് 56 grams. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. റെസിഡ്യൂ, അവശിഷ്ടം. കാർബൺ ഡൈ ഓക്സൈഡ് റെസിഡ്യൂവിൽ പെടില്ല. ഇത് ഗ്യാസാണ്, പറന്നുപോയി. അപ്പോൾ റെസിഡ്യൂ ഇത് മാത്രം. ഇതാണ് കാൽസ്യം ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് റെസിഡ്യൂവിൽ പെടില്ല. ഇനി നമ്മൾ എടുത്ത ലൈംസ്റ്റോൺ 2 gram ആണ്. അതിനകത്ത് കണ്ടാമിനേറ്റഡ് വിത്ത് സാൻഡാണ്. 2 gram ലൈംസ്റ്റോൺ എടുത്തു, അതിൽ സാൻഡ് ഉണ്ട്, മണ്ണുണ്ട്. അതുകൊണ്ട് കൃത്യം എത്ര ഗ്രാം ലൈംസ്റ്റോൺ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. 2 gram എടുത്തു, അതിൽ x gram സാൻഡാണെന്നിരിക്കട്ടെ. ബാക്കി എത്ര ഉണ്ട്? 2 - x gram ശുദ്ധമായ ലൈംസ്റ്റോണേ ഉള്ളൂ. 2 gram ലൈംസ്റ്റോൺ, അതിൽ x gram സാൻഡ് ഉണ്ട്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് എത്ര ഉണ്ട്? 2 - x ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന റെസിഡ്യൂ നോക്കാം. 100 ചൂടാക്കിയാൽ 56, 1 gram ചൂടാക്കിയാൽ 56/100. എടുത്തത് 2 - x gram ആണ്. അത്രയും ചൂടാക്കിയാൽ 56/100 ഇൻറ്റു 2 - x gram കാൽസ്യം ഓക്സൈഡ് കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡ് പറന്നുപോയി, അത് നമുക്ക് വേണ്ട. ഇനി ശ്രദ്ധയോട് കേൾക്കണം. 1.604 gram റെസിഡ്യൂ ഉണ്ടായി.
ആ റെസിഡ്യൂവിൽ കാൽസ്യം ഓക്സൈഡ് മാത്രമല്ല സാൻഡുമുണ്ട്, സാൻഡ് എക്സ് ഗ്രാമുണ്ട്. അപ്പോൾ 1.604ൻ്റെ ഭാരം ആരുടെ ഭാരമാണ്? 56/100 × 2 - x + x. ഇതിൻ്റെ ആൻസറാണ് 1.604 ഗ്രാം. അപ്പോൾ ആ റെസിഡ്യൂവിനകത്ത് 2 പേരുണ്ട്. ഒന്ന് കാൽസ്യം ഓക്സൈഡ് എന്ന സോളിഡ്, 2 സാൻഡ് എന്ന സോളിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയതുകൊണ്ട് എസ്കേപ്പ് ചെയ്തു. ഇതിൻ്റെ സമ്മാണ് 1.604. വേഗം ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ കാണാം x = 1.1 ഗ്രാം എന്ന് വരും. എക്സിൻ്റെ ആൻസർ 1.1 ഗ്രാം. അപ്പോൾ പറയൂ, എക്സിൻ്റെ ആൻസർ 1.1 ഗ്രാം. അപ്പോൾ ശുദ്ധമായ കാൽസ്യം കാർബണേറ്റ് എത്ര ഗ്രാം? 0.9. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ഗ്രാം കിട്ടും. എങ്കിൽ ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് പ്യൂരിറ്റി കാണണം. പെർസെൻറ്റേജ് പ്യൂരിറ്റി, അതായത് 2 ഗ്രാം ലൈംസ്റ്റോണിൽ 0.9 ഗ്രാമേ ഉള്ളൂ. 1.1 ഗ്രാം സാൻഡാണ്. ഇൻറ്റു 100, answer is 45%. Therefore, percentage purity of the limestone is only 45. Option 2 is the answer. Next, 16 gram of the gas SOX occupies 5.6 liter at STP. Assuming ideal gas nature, the value of X is. About mass of 5.6 liter gas at STP തന്നിട്ടുണ്ട്. It is 16 gram. എങ്കിൽ വേഗം മോളാർ മാസ് കാണാം. മാസ് ഓഫ് 22.4 ലിറ്റർ ഗ്യാസ് അറ്റ് STPയുടെ പേരാണ് മോളാർ മാസ്. ഇതിൻ്റെ 4 ഇരട്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ 4 ഇരട്ടി 64 grams. So this is equal to 64 grams. 5.6ൻ്റെ 4 ഇരട്ടിയാണ് 22.4. അപ്പോൾ 16ൻ്റെ 4 ഇരട്ടി 64 ഗ്രാം. ഇതാണ് ആ സബ്സ്റ്റൻസിൻ്റെ മോളാർ മാസ്. ഏത് സബ്സ്റ്റൻസ്? SOXൻ്റെ മോളാർ മാസ് ആണ് 64. എങ്കിൽ എക്സ് എന്താണ്? സൾഫറിൻ്റെ ഭാരം 32 അറ്റോമിക് മാസ്. അപ്പോൾ 2 ഓക്സിജൻ വേണം, അതിന് 32 വരും. ടോട്ടൽ 64 ആകും. Therefore, X is 2 sulfur dioxide. Therefore, answer is sulfur dioxide. Option 1. അതിലെ എക്സിൻ്റെ വാല്യൂ 2 ആണ്. Next, LPG contains normal butane and isobutane. This is normal butane, this is isobutane. രണ്ടും തമ്മിൽ മോളിക്കുലാർ ഫോമുലയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. രണ്ടിൻ്റെയും ഫോമുല എത്രയാണ്? C4H10. രണ്ടും ഒരേ ഫോമുലയാണ്, C4H10. Question: mass of carbon in kilogram in 14.5 kilogram of LPG is. അപ്പോൾ ബ്യൂട്ടൈൻ ആയാലും ഐസോബ്യൂട്ടൈൻ ആയാലും ഫോമുലയ്ക്ക് ഒരു വ്യത്യാസവുമില്ല, രണ്ടും സെയിമാണ്. Therefore, LPGക്കകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ C4H10. അത് ഐസോബ്യൂട്ടൈനും നോർമൽ ബ്യൂട്ടൈനും എടുത്ത് അത് രണ്ടും ഒരേ ഫോമുലയാണ്. ഇതിൻ്റെ മോളാർ മാസ് ഒന്ന് കാണാം. ഇവിടെ കാർബണിൻ്റെ ഭാരം 48, ഹൈഡ്രജൻ്റെ ഭാരം 10, ടോട്ടൽ 58. That is
58 gram LPGക്കകത്ത് 48 gram കാർബൺ ഉണ്ട്. ഇതാണ് കാർബണിൻ്റെ ഭാരം. ബ്യൂട്ടൈൻ ഐസോബ്യൂട്ടൈൻ സെപ്പറേറ്റ് തന്നെങ്കിലും നമ്മുടെ കാൽക്കുലേഷനെ അത് ബാധിക്കില്ല. രണ്ടിനും ഒരേ ഫോമുലയാണ്. C4H10 മോളാർ മാസ് 58, അതിലെ കാർബണിൻ്റെ ഭാരം 48. 58 ഗ്രാം LPGയിൽ 48 ഗ്രാം കാർബൺ ഉണ്ട്. തന്നതൊക്കെ കിലോഗ്രാം ആണ്. അതുകൊണ്ട് ഇത് രണ്ടും കിലോഗ്രാം ആക്കുന്നു. 58 കിലോഗ്രാമിൽ 48 കിലോഗ്രാം കാർബൺ ഉണ്ടാകും. എങ്കിൽ 1 കിലോഗ്രാം LPGയിൽ എത്ര ഗ്രാം കാർബൺ ഉണ്ട്? 48/58 കിലോഗ്രാം കാർബൺ ഉണ്ട്. 1 കിലോഗ്രാം LPGക്കകത്ത് ഇത്രയും ഗ്രാം കാർബൺ ഉണ്ട്. ക്വസ്റ്റ്യൻ 14.5 കിലോഗ്രാം LPGയിൽ എത്ര കിലോഗ്രാം കാർബൺ ഉണ്ട്? 48/58 into 14.5 kilogram. That is the answer, and the answer becomes 12. Therefore, answer is option 2. 12 is the answer. Next, if the vapor density of a sample of wet nitrogen is 50, then the molar mass in gram per mole of the given liquid is. Given vapor contains 50 mole percentage of nitrogen. ഈ നൈട്രജൻ്റെ കൂടെ അത് വെറ്റാകാൻ കാരണം എക്സ് എന്ന ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിൽ കയറിയിരിക്കുന്നു. നൈട്രജൻ്റെ കൂടെ എക്സ് എന്ന ഏതോ ഒരു ലിക്വിഡ് വേപ്പറായി നൈട്രജൻ്റെ കൂടെ ഇരിക്കുന്നു. അതാണ് വെറ്റ് നൈട്രജൻ എന്ന് പറയാൻ കാരണം. വേപ്പർ ഡെൻസിറ്റി ഓഫ് ദി സാമ്പിൾ ഓഫ് വെറ്റ് നൈട്രജൻ ഈസ് 15. ഈ വേപ്പറിനകത്ത് 50 മോൾ പെർസെൻറ്റേജ് നൈട്രജനാണ്. അതിൻ്റെ അർത്ഥം ബാക്കി 50% ഏതോ ഒരു ലിക്വിഡിൻ്റെ വേപ്പറാണ്. ദാറ്റ് മീൻസ് ആ മിക്സറിൽ 1/2 മോൾ നൈട്രജനുമുണ്ട്, 1/2 മോൾ എക്സ് എന്ന ലിക്വിഡിൻ്റെ വേപ്പറുമുണ്ട്. 50-50 ആണ് പെർസെൻറ്റേജ്. Vapor density of the mixture is 15. Therefore, molar mass of the mixture is vapor density into 2. 15 into 2 is equal to 30. ഒരു മോൾ മിക്സറിൻ്റെ ഭാരം 30 ആണ്. ഒരു മോൾ മിക്സറിൽ 1/2 മോൾ നൈട്രജൻ ഉണ്ട്, 1/2 മോൾ എക്സും ഉണ്ട്. 1/2 മോൾ നൈട്രജൻ്റെ ഭാരം അറിയാം, 14 ഗ്രാം. അപ്പോൾ 1/2 മോൾ എക്സിൻ്റെ ഭാരമോ 16 ഗ്രാം. കാരണം ഒരു മോളിൻ്റെ ഭാരമാണ് മോളാർ മാസ് 30. 1/2 മോൾ നൈട്രജൻ്റെ ഭാരം 14 ആണെങ്കിൽ 1/2 മോൾ എക്സിൻ്റെ ഭാരം 16 ഗ്രാം ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 വരും. അപ്പോൾ 1/2 മോൾ എക്സിൻ്റെ ഭാരം 16 ആണെങ്കിൽ 1 മോൾ എക്സിൻ്റെ ഭാരം 16ന്റെ ഇരട്ടി 32. അതാണ് അതിൻ്റെ മോളാർ മാസ്. അപ്പോൾ 50-50% എന്ന് പറഞ്ഞത് കൊണ്ട് 1/2 മോൾ നൈട്രജൻ, 1/2 മോൾ എക്സ്. മോളാർ മാസ് ഇസ് ദ മാസ് ഓഫ് 1 മോൾ. മോളാർ മാസ് 30 ആണ്. ഇതിൻ്റെ മാത്രം ഭാരം 14 ആകുമ്പോൾ ഇതിൻ്റെ ഭാരം 16 ഗ്രാം. 1/2 മോൾ എക്സിൻ്റെ ഭാരം 16 ഗ്രാം. അപ്പോൾ 1 മോൾ എക്സിൻ്റെ ഭാരം 32. Therefore, answer is 32. Next question. How many moles of ZnFeS2 can be made from 2 moles of zinc, 3 moles of Fe and 5 moles of zinc? The first step is
we have to write a balanced chemical equation for it. Zn plus Fe plus 2s gives Zn FeS2. എല്ലാവരുടെയും മോൾസ് ആണ് തന്നത്. ഇക്വേഷൻ അനുസരിച്ചുള്ള മോൾസ് എഴുതണം. 1 മോൾ 1 മോൾ 2 മോൾ 1 മോൾ. ഇനി എടുത്ത മോൾസ് ബ്രാക്കറ്റിൽ എഴുതാം. 2 മോൾ സിങ്ക് തന്നു. then 3 മോൾ Fe തന്നു. then 2 മോൾ 5 മോൾ സൾഫർ തന്നു. 5 മോൾ സൾഫർ. 1-ന് 1 മതി, 2-ന് 2 മതി. ഇവിടെ നിന്ന് 2 മോൾ പോകും, ഇവിടെ നിന്ന് 2 മോൾ പോകും. 1-ന് 2 വേണം, 2-ന് 4 വേണം. 1-ന് 2 വേണമെങ്കിൽ 2-ന് 4 വേണം. ഇവിടെ നിന്ന് 4 മോൾ പോകും. എങ്കിൽ ഇവിടെ എത്ര കിട്ടും? 1 പോയാൽ 1 കിട്ടുമെങ്കിൽ 2 പോയാൽ 2 കിട്ടും. അല്ല, ഇത് വെച്ച് പറയാം. 2 പോയാൽ 1 കിട്ടൂ, 2-ന്റെ പകുതി 1. 4 പോയാൽ 4-ന്റെ പകുതി 2 കിട്ടൂ. Therefore, how many moles of ZnFeS2? 2 mol. Answer option 3. Next question. 1 mole of a mixture of CO and CO2 requires exactly 28 grams of KOH in solution for complete conversion to K2CO3. How much more of KOH in gram will be required for conversion into K2CO3 if 1 mole of the mixture is completely oxidized to carbon dioxide? Molar mass of KOH is 56. ആദ്യം കാർബൺ മോണോക്സൈഡിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും മിക്സർ എടുത്തു. എത്ര എടുത്തു? 1 മോൾ. അപ്പോൾ ഇത് എക്സ് മോൾ എന്നിരിക്കട്ടെ, ഇത് 1 മൈനസ് എക്സ് മോൾ ആയിരിക്കും. രണ്ടിൻ്റെയും കൂടെ സം 1 ആണ്. കാർബൺ ഡയോക്സൈഡ് എക്സ് മോൾ, 1 മൈനസ് എക്സ് മോൾ. This mixture is passed through potassium hydroxide. Potassium hydroxide can only react with carbon dioxide. Why? Carbon dioxide is acidic gas, but carbon monoxide is a neutral gas. No reaction between carbon monoxide and KOH. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് എഴുതാം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ഡയോക്സൈഡ് only, forming potassium carbonate plus water. Equation on balancing 2 KOH plus CO2 gives K2CO3 plus H2O. ഇവിടെ നിന്ന് ഉറപ്പാണ് 2 മോൾ KOHന് 1 മോൾ CO2 വേണം. നിങ്ങൾ എടുത്ത മിക്സറിൽ 28 ഗ്രാം KOH വേണമെന്നാ പറഞ്ഞത്. KOHന് മോളാർ മാസ് 56 അപ്പോൾ പറയൂ, 50 അല്ലെങ്കിൽ 28 ഗ്രാം KOH എത്ര മോളാണ്? 28/56 is equal to half mole. ഹാഫ് മോൾ. അപ്പം ഹാഫ് മോൾ KOHന് വേണ്ടി എത്ര CO2 വേണം? 2 മോളിന് 1 മോൾ വേണം. 1 മോളിന് 1/2 മോൾ വേണം. KOHന്റെ ഹാഫ് മോളെ യൂസ് ചെയ്തുള്ളൂ. ഹാഫ് മോളിന് 1/4 മോൾ വേണം. അപ്പോൾ ഇത് കിട്ടി. ഇത് 0.25 മോൾ, അതാണ് 1/4 മോൾ. അപ്പോൾ ഇതെത്ര ആയിരിക്കും? 0.75 മോൾ ഉണ്ട്.
0.75 മോൾ ഉണ്ട്. അപ്പം നമ്മളെടുത്ത 1 മോൾ മിക്സറിനകത്ത് 1/4 മോൾ CO2 ഉള്ളൂ. 1/4 is 0.25 മോൾ. അപ്പോൾ CO എത്ര ഉണ്ട്? 0.75 മോൾ ഉണ്ട്. Question: How much more of KOH in gram will be required for conversion into potassium carbonate if 1 mole of the mixture is completely oxidized to carbon dioxide? ഈ CO കൂടി CO2 ആക്കിയിരുന്നുവെങ്കിൽ എത്ര KOH കൂടി വേണമായിരുന്നു? ഇതാ നോക്കിക്കേ, 0.75 മോൾ CO കൂടി എന്തായി? CO2. അപ്പോൾ 0.75 മോൾ CO2-ന് എത്ര മോൾ KOH വേണം നോക്കിക്കേ. 1 മോളിന് 2 മോൾ വേണം. 1 മോളിന് 2 മോൾ വേണം. 0.75 മോളിന് എത്ര വേണം? 2 into 0.75 മോൾ വേണം, which is 1.5 മോൾ. 1.5 മോൾ KOH-ന്റെ ഭാരം 1.5 into molar mass is 56. Answer is 84 grams. Therefore, answer option 4, 84. Next, another question. Number of tertiary carbon atoms in. Number of tertiary carbon atoms in. അതിലെ സ്ട്രക്ചർ ഒന്ന് മുറിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആ സ്ട്രക്ചർ ഞാനൊന്ന് വരയ്ക്കുന്നു. അതിൽ നിങ്ങൾക്ക് മുറിഞ്ഞു പോയിരിക്കുകയാണ്. CH. This is CH3 twice. Here also CH3 twice. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ള സ്ട്രക്ചറിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. അവിടെ CH, CH, CH3, CH, C2H5 ബ്രാക്കറ്റിൽ അതിൻ്റെ അർത്ഥം C2H5. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ്, ഇവിടെ വരെ ഇട്ടിട്ടാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് CH, അതിലേക്ക് വീണ്ടും പഴയതുപോലെ CH, CH3, CH3. Here also CH, CH3, CH3. അപ്പം ഇത് കഴിഞ്ഞ് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഭാഗം വരുന്നത്. ഇതിൽ എത്ര ടെർഷറി കാർബൺ ഉണ്ട്? In tertiary carbon, one carbon atom is connected to 3 other carbon atoms. ഈ കാർബണിലേക്ക് 1, 2, 3. So this is tertiary. Here this one 1, 2, 3. This is tertiary. This carbon 1, 2, 3. It is tertiary. This carbon 1, 2, 3. Tertiary. This carbon, ഇവിടെ CH2, CH3, C2H5, 1, 2, 3. Tertiary carbon. This carbon tertiary, കാരണം 1, 2, 3. ഈ കാർബൺ ടെർഷറി ആണ്, 1, 2, 3. ഈ കാർബണും ടെർഷറി ആണ്. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8. Therefore, it contains 8 tertiary carbon atoms. Next, another question. In the following compound, the position of bromine is on which carbon? എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ്
ബ്രോമിൻ നിൽക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം അറിയണം ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആര്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് മിനിമം നമ്പർ കിട്ടണം. ഹിയർ ബ്രോമിനും ക്ലോറിനുമല്ല മുൻഗണന കൊടുക്കേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? ഡബിൾ ബോണ്ടാണ്. അതുകൊണ്ട് ഡബിൾ ബോണ്ടഡ് കാർബണിന് മിനിമം നമ്പർ കിട്ടണം. ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3. Therefore, bromine atom is connected on the third carbon. Answer option 1. Answer is option 1. Next, how many carbon atoms are present in the parent chain of the following compound? ഇതിലെ പേരൻറ് ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ലോങ്സ്റ്റ് ചെയിൻ എടുക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ലോങ്സ്റ്റ് ചെയിൻ അതിൽ ഈ C2H5 ഇങ്ങോട്ട് മാറ്റണം. ഇവിടെയാണ് ഈ വര ഇങ്ങോട്ട് മാറ്റണം. ഇവിടെയാണ് C2H5, ഇവിടെയല്ല. അപ്പോൾ നോക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് അതുപോലെ തന്നെ ഈ OH, ഈ CHOH ഇവിടേക്ക് മാറ്റണം. So in this case longest chain containing the functional group അതാണ് പേരന്റ് ചെയിൻ. ഇതിനേക്കാൾ കൂടുതൽ കാർബൺ ഈ ചെയിനിലുണ്ട്. അതുകൊണ്ട് ഇതാണ് പേരന്റ് ചെയിൻ. 1, 2, 3, 4, 5, 6. Therefore parent chain contains 6. Answer is 6. Next, position of the OH group on which carbon of the parent chain in the following compound? ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? OH. ക്ലോറിൻ പ്രിഫിക്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അതുകൊണ്ട് OH കണക്ട് ചെയ്യുന്ന ഈ കാർബൺ ആറ്റത്തിന് നമ്പർ എന്ത് കിട്ടിയേ മതിയാകൂ? 1. Therefore that carbon must be numbered as 1. അതുകൊണ്ട് ആൻസർ 1. That is option 2. അപ്പോൾ എല്ലാ പ്രോബ്ലംസും കൃത്യതയോടുകൂടി ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. തെറ്റിയ ക്വസ്റ്റ്യനുകളൊക്കെ ഒന്നുകൂടി ഒന്ന് ചെയ്യണം. So with this I conclude. Thank you very much. നമസ്കാരം. നമ്മൾ സിയോട്സ് എക്സാമിനേഷൻ സീരീസിൻ്റെ ആദ്യത്തെ എക്സാമിനേഷനാണ്. അതിനകത്ത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നമുക്കൊന്ന് നോക്കാം. എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് പോകാം എന്തൊക്കെയാണ് ആൻസർ എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന് അതുള്ള റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഒരു റിലേഷൻ സിമെട്രിക് അറിയാം, എപ്പോഴാണ് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞത് അറിയാം, എപ്പോഴാണ് ട്രാൻസിറ്റീവ് എന്നറിയാം. ഒരു റിലേഷൻ എപ്പോഴെങ്കിലും റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെങ്കിൽ ആ റിലേഷൻ ആയിരിക്കും ഒരു ഇക്വലൻസ് റിലേഷൻ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചുള്ള കാര്യങ്ങളാണ്. ഇത് എവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന ഓക്കെ എസ് എന്നുള്ള റിലേഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പി ആൻഡ് ക്യൂ ആർ റിലേറ്റഡ്. പി ഈസ് റിലേറ്റഡ് ടു ക്യൂ. അതാണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. പി ഈസ് റിലേറ്റഡ് ടു ക്യൂ എപ്പോഴാണ്? ഇഫ് സീക്കൻഡ് സ്ക്വയർ പി മൈനസ് ടാൻ സ്ക്വയർ ക്യൂ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ. ഇതാണ് റിലേഷൻ്റെ ഡെഫിനിഷൻ. ഈ റിലേഷൻ റിഫ്ലക്സീവ് മാത്രമാണോ, അതോ സിമെട്രിക് മാത്രമാണോ, അതോ ട്രാൻസിറ്റിംഗ് മാത്രമാണോ, അതോ ഇക്വലൻസ് റിലേഷൻ ആണോ? ഇക്വലൻസ് റിലേഷൻ മീൻസ് റിഫ്ലക്സീവ് ആകണം, സിമെട്രിക് ആകണം, അതേസമയം തന്നെ ട്രാൻസിറ്റീവ് ആകണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആവും. ഈ തന്നിരിക്കുന്ന റിലേഷൻ നോക്കാം. ഇത് എന്തെല്ലാം സാറ്റിസ്ഫൈ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന കണ്ടീഷൻ പി ഈസ് റിലേറ്റഡ് ക്യൂ ആകണമെങ്കിൽ ദ കണ്ടീഷൻ ഈസ് സീക്കൻഡ് സ്ക്വയർ പി മൈനസ് ടാൻ സ്ക്വയർ ക്യൂ ഈസ് ഈക്വൽ ടു 1 ആകണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ റിലേഷൻ പിയും ക്യൂ നമ്മൾ റിലേഷൻ ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് റിഫ്ലക്സീവ് ആണെന്ന് നോക്കാം. റിഫ്ലക്സീവ് ആകണമെങ്കിൽ എവരി പി ഷുഡ് ബി റിലേറ്റഡ് ടു പി ഇറ്റ് സെൽഫ്. ഇതല്ലേ റിഫ്ലക്സീവ് ആവുക. ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ നോക്കാം. ദാറ്റ് ഈസ് സീക്കൻഡ് സ്ക്വയർ പി മൈനസ് ടാൻ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ എവരി പി വിൽ ബി റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. പക്ഷെ നോക്കി ഇതൊരു ഐഡൻറ്റിറ്റിയാ.
ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ആണ്. ഐഡൻറ്റിറ്റി മീൻസ് ദാറ്റ് റിലേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഫോർ എവറി റിയൽ വാല്യൂസ്. അതാണ് നമ്മൾ എപ്പോഴും ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മീനിങ്. മിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വാല്യൂസിനും വേണ്ട, പക്ഷേ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ ഐഡൻറ്റിറ്റി ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ഫോർ എവറി റിയൽ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ്. ഇവിടെ നോക്കേ, സീക്കൻഡ് സ്ക്വയർ പി മൈനസ് ടാൻ സ്ക്വയർ പി ഈക്വൽ ടു 1 ഈസ് സാറ്റിസ്ഫൈഡ് ഫോർ എവറി റിയൽ വാല്യൂസ് ഓഫ് പി. ഹെൻസ് we can say P is related to P, means the relation is reflexive. ഇനി റിഫ്ലക്സീവ് only ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് സിമെട്രിസിറ്റി നോക്കാം. സിമെട്രിസിറ്റി മീൻസ് ഇഫ് P is related to Q, then that should imply Q is related to P. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റിലേഷൻ സിമെട്രിക് ആകും. So this is the first condition. P is related to Q. P is related to Q ൽ നിന്ന് നമുക്ക് ഇംപ്ലൈ ചെയ്യേണ്ട എന്താണ്? Q is related to P എന്ന് പ്രൂവ് ചെയ്താൽ റിലേഷൻ ഈസ് സിമെട്രിക്. സോ P related to Q മീൻസ് PQ ഉണ്ടെന്നിരിക്കട്ടെ. മീനിങ് സീക്കൻഡ് സ്ക്വയർ P മൈനസ് ടാൻ സ്ക്വയർ Q is equal to 1. ദിസ് ഈസ് ദ കണ്ടീഷൻ ഗിവൺ. ഇതിൽ നിന്ന് വേണം നമുക്ക് തിരിച്ച് വേണ്ടത് സീക്കൻഡ് സ്ക്വയർ പി മൈനസ് ടാൻ സ്ക്വയർ ക്യൂ ഈസ് ഈക്വൽ 1 എന്നായി കഴിഞ്ഞാൽ ദ റിലേഷൻ ഈസ് സിമെട്രിക് ആയി. ഇത് നോക്കാം, ഈ റിലേഷനാണ് നമ്മുടെ കയ്യിൽ. ഇതിൽ നിന്ന് വേണം ഇംപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. നൗ ദിസ് സീക്കൻഡ് സ്ക്വയർ പി ക്യാൻ റിട്ടേൺസ് 1 പ്ലസ് ടാൻ സ്ക്വയർ പി. വി ഹാവ് ദ ഐഡന്റിറ്റി 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്കൻഡ് സ്ക്വയർ എക്സ് അല്ലേ. അതുകൊണ്ട് തന്നെ സീക്കൻഡ് സ്ക്വയർ പി നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ പി എന്നാക്കാം. ദെൻ മൈനസ് ഓഫ് this tan square can be written as secant square q minus 1 എന്നാക്കാം. Again we have applied the trigonometric and equal to 1 is there because this condition to be applied. Clear? Now here 1 plus tan square p minus secant square q plus 1 is equal to 1. Open ചെയ്തു bracket. So these two ones get cancelled. Clear? Now we have minus secant square q plus tan square p equal to minus 1. ഈ 1 അടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. Now we can multiply throughout by minus 1. So that is equal to secant square q minus tan square p equal to 1. So the relation is satisfied for q and p. Means q is related to p. ഈ കണ്ടീഷൻ അല്ലേ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്? സെയിം കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ പിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? ക്യൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണ്ട പിൻ്റെ സ്ഥാനത്ത് ക്യൂവായി, ക്യൂവിൻ്റെ സ്ഥാനത്ത് പിയുമായി. സോ വി ക്യാൻ സേ പി ഈസ് റിലേറ്റഡ് ടു ക്യൂ ഇംപ്ലൈസ് ക്യൂ ഈസ് റിലേറ്റഡ് ടു പി, മീൻസ് ദ റിലേഷൻ ഈസ് സിമെട്രിക്. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് അറൈവ് ചെയ്യാം. എന്തായാലും ട്രാൻസിറ്റീവ് ഒള്ളി അല്ല, എന്തായാലും ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലേ. സോ ഇവിടെ വെച്ച് തന്നെ കൺക്ലൂഡ് ചെയ്യാം ദ റിലേഷൻ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഇനി എന്തായാലും ട്രാൻസിറ്റീവ് ആണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ സാധാരണ ഇതിൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ സിമെട്രിസിറ്റിയുടെ വന്നു കഴിഞ്ഞാൽ ഈ ഒള്ളിയുടെ പ്രയോഗം അവിടെ ഇല്ല അല്ലേ, ഒള്ളിയുടെ പ്രയോഗം ഇല്ല. പിന്നെ ഏതേയുള്ള ഓപ്ഷൻ? ഒള്ളി ദ ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. അത് ചെക്ക് ചെയ്യാൻ പോലും പോണ്ട. എന്നിരുന്നാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. സോ ഇവിടെ നോക്കി 2 കണ്ടീഷൻസാണ് ഉള്ളത്. ട്രാൻസിറ്റിവിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ പി ഈസ് റിലേറ്റഡ് ടു ക്യൂ ആൻഡ് ക്യൂ ഈസ് റിലേറ്റഡ് ടു ആർ. ഇതിൽ നിന്ന് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റണം പി ഈസ് റിലേറ്റഡ് ടു ആർ. ഇത് അറൈവ് ചെയ്താൽ ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. ഇവിടെ ആക്ച്വലി നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന സന്ദർഭത്തിൽ ഇനി ശ്രദ്ധിച്ചോളേണ്ടത്, ഈ ഒള്ളി പ്രയോഗം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റിഫ്ലക്സീവ് ഒള്ളിയല്ല, തെറ്റാ. സിമെട്രിക് ഒള്ളിയല്ല, തെറ്റാണ്. പിന്നെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ അത് ട്രാൻസിറ്റീവ് ആയിരിക്കണം ഉറപ്പായിട്ടും. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. പി ഈസ് റിലേറ്റഡ് ക്യൂ മീൻസ് സീക്കൻഡ് സ്ക്വയർ പി minus tan square q is equal to 1. This is the first condition. Second condition is secant square q minus tan square r is equal to 1. നമുക്ക് വേണ്ടത് p is related q എന്നാൽ ഫൈനലി നമുക്ക് അറൈവ് ചെയ്യേണ്ടത് secant square p minus tan square r is equal to 1 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ. secant square q equal to 1 plus tan square r. സോ ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, റൈറ്റ്. Now secant square q can be written as 1 plus tan square q. 1 plus tan square q is secant square q. So that is equal to 1 plus tan square r. Is right? So we can cancel 1 on both sides. So remaining is tan square q equal to tan square r. So tan square q is equal to tan square r. So in the first equation we can replace tan square q by tan square r.
So that becomes secant square q minus, this can be replaced by tan square q. So that is, sorry, tan square r. Because tan square q is equal to tan square r. So and is equal to 1. Just replace the tan square q by tan square r because they are equal to each other, right? So meaning secant square q minus tan square r is equal to 1 means q is, I have made a mistake. That is secant square p because we are substituting here. So secant square p minus tan square q is replaced by tan square r. So secant square p minus tan square r is equal to 1, meaning p is related to r. So p is related to q and q is related to r implies p is related to r, means the relation is transitive also, meaning so this relation is reflexive, symmetric and transitive, means that is an equivalence relation. ഇവിടെ നിങ്ങൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം, നമുക്ക് ടൈം ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഒള്ളി പ്രയോഗം നോക്കണം. റിഫ്ലക്സീവ് ഒള്ളി, അപ്പോൾ റിഫ്ലക്സീവ് ആണ് ചെക്ക് ചെയ്തു. സിമെട്രിക് ഒള്ളി, സിമെട്രിസിറ്റി ചെക്ക് ചെയ്താൽ അത് സിമെട്രിക് കൂടെ ആണെങ്കിൽ ഈ ഓപ്ഷൻസ് ഒന്നും എടുക്കണ്ട, ഒള്ളി പ്രയോഗം ഇല്ല അവിടെ, പിന്നുള്ള ഏതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ആൻ ഇക്വലൻസ് റിലേഷൻ. ക്ലിയർ? ദിസ് ഇസ് ദ മെത്തേഡ് ടു സോൾവ് ദ പ്രോബ്ലം ദെയർ. സോ വി ക്യാൻ പാസ് ഓൺ നെക്സ്റ്റ് വൺ. സോ അവിടെ നോക്കേ, let n denote the set of all natural numbers define two binary relation. നമ്മളെല്ലാം ബൈനറി റിലേഷൻസ് ആയിരിക്കുക, കാരണം രണ്ട് എലമെന്റ്സ് ഉള്ള റിലേഷൻസ് ഉള്ളൂ, അതാണ് ബൈനറി റിലേഷൻ ഉള്ള കൺസെപ്റ്റാണ്. രണ്ട് റിലേഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സോ ദ ഫസ്റ്റ് റിലേഷൻ ഈസ് R1 is equal to set of all ordered pair xy such that x element of n and y element of n, അതല്ല ഇവിടെ ഉണ്ട്, x element of n, y element, നാച്ചുറൽ നമ്പേഴ്സിനകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സച്ച് ദാറ്റ് 2x plus y equal to 10. ഇതാണ് റിലേഷൻ. രണ്ടാമത്തെ റിലേഷൻ R2 ഡിഫൈൻ ചെയ്തിരിക്കുന്നു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ. x ഈസ് റിലേറ്റഡ് ടു y if, അവിടെ റിലേഷൻ്റെ ഡെഫിനേഷൻ നോക്കണേ, x plus 2y ഈസ് ഈക്വൽ ടു 10. ഇനി ഓപ്ഷൻസ് ബേസ്ഡ് ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. എപ്പോഴും ഓപ്ഷൻ കൂടെ നോക്കിക്കോളാം. R1 and R2 ആർ സിമെട്രിക് റിലേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R1 and R2 ആർ സിമെട്രിക് റിലേഷൻസ് മീൻസ് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി, ആൻഡ് അല്ലേ കിടക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്നല്ല എങ്കിൽ പിന്നെ ആ ഓപ്ഷൻ നമുക്ക് കളയാം. സോ നമുക്ക് ലെറ്റസ് കൺസിഡർ ദിസ് വൺ. സോ എക്സ് ക്യാൻ ടേക്ക് എനി നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റസ് ടേക്ക് എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 8. That will satisfy this equation because 2 into 1 plus 8 is equal to 10. So 1 is related to 8. So that is an element of R1. അങ്ങനെയാണെങ്കിൽ സിമെട്രിക് ആകണമെങ്കിൽ 8 റിലേറ്റഡ് ടു 1 ആകണം. സപ്പോസ് വി ആർ പുട്ടിങ് 8 ഹിയർ, x is equal to 8 means 16 plus 1, that is not equal to 10. So means the relation is not symmetric. R relation symmetric അല്ലെങ്കിൽ R1 symmetric ആയില്ല. So by considering this option here, R1 and R2 are symmetric relations means പിന്നെ R2 നെ കുറിച്ച് ചെക്ക് ചെയ്യാൻ പോകണ്ട. So that is wrong. So the first option is eliminated. Now the second option, a range of R1. Range of R1 എടുക്കാം. Okay, range of R1 എടുക്കുമ്പോഴത്തേക്ക് range means the values of the function means values of y ആണ് range എന്ന് പറയുക, അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ R1ൻ്റെ റേഞ്ച് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള നിങ്ങൾ എപ്പോഴും എടുക്കാവൂ. അതല്ലാതെ ഇവിടെ ട്രാൻസിറ്റിവിറ്റി ഒന്നും ചെക്ക് ചെയ്യാൻ നടക്കരുത്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കുക. ആ ഓപ്ഷൻസ് സെറ്റാണെങ്കിൽ അത് നമുക്ക് കളയാം, ശരിയാണെങ്കിൽ അവസാനമുള്ള ഓപ്ഷൻ കറക്റ്റ് ആൻസർ, സിംഗിൾ ആൻസർഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ എൻ്റെ നോക്കേ, R1 എടുത്തിരിക്കുന്നു. R1-നകത്ത് എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ വൈക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടുമോ ദാറ്റ് ഈസ് ദ റേഞ്ച്. സോ വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ നോക്കാം ആ കേസിൽ. സോ 2x plus y is equal to 10 ആണ് നമ്മുടെ റിലേഷൻ. So when x is equal to 1, y is equal to 8. When x is equal to 2, here 4, then here will be 6. അപ്പോൾ അവിടെ നോക്കണേ, 8ഉം 4ഉം ഉണ്ട്, 8ഉം 4ഉം വന്നിരിക്കുന്നു, 6 വന്നിട്ടില്ല. അപ്പോൾ അതെ ഈ ഓപ്ഷൻ കളയാം. ഇനി അതില്ല, സോ ദാറ്റ് ഇസ് റോങ്. സെക്കൻഡ് ഓപ്ഷൻ ഇസ് റോങ് ബിക്കോസ് 8, 4, 2 അല്ലേ കിടക്കുക. അവിടെ റേഞ്ച് വന്നപ്പോൾ 8, 6 വന്നിരിക്കുന്നു, സോ അത് കളഞ്ഞേക്കുക. Then range of R2 എടുക്കാം. Okay, range of R2 means values of y ആണ് വന്നിരിക്കുന്നത്. So let us consider relation R2. R2 എടുക്കുമ്പോഴത്തേക്ക് അവിടെ റിലേഷൻ നോക്കണേ, റിലേഷൻ ഈസ് x plus 2y is equal to 10. So values of y അവിടെ എക്സും വൈയും ഉണ്ടേ. എക്സിന് 1 എടുക്കാൻ പറ്റില്ല, കാരണം when x is equal to 1 ഇതെപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കില്ലേ.
അപ്പോൾ 1 എന്നുള്ള സാധനം എക്സിന് വരില്ല. സോ ലെറ്റ് us take x is equal to 2. When x is equal to 2y should be equal to 8. So y is equal to 4. When x is equal to 2, this must be equal to 8. എന്നാലേ 10 കിട്ടത്തുള്ളൂ. സോ വാല്യൂ ഓഫ് y should be equal to 4. ഉണ്ടോ നോക്കണം ഓപ്ഷൻ ഉണ്ട്. യെസ്, ദാറ്റ്സ് ആഡ്. ഇനി എക്സിന് 3 വരാൻ പറ്റില്ല, കാരണം ഓഡ് നമ്പർ ഒരിക്കലും എക്സിന് അസ്യൂം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദിസ് is an even number. So next one is x is equal to 4. When x is equal to 4, what is the value of y? y-ൻ്റെ വാല്യൂ നോക്കി. എക്സ് 4 ആകുമ്പോൾ ഇത് എത്രയാകണം? ഇത് 2 + 4, സോറി, ഇത് 4 ആകണം. എന്നാലും 8 അല്ല, ഇത് 6 ആകണം. ഓക്കെ, റൈറ്റ്. ദിസ് വുഡ് ബി 6, മീൻസ് y is equal to 3. എക്സ് 5 ആവില്ല. എക്സ് ക്യാൻ ടേക്ക് വാല്യൂ 6. എക്സ് 6 ആകുമ്പോൾ 2y should be 4, മീൻസ് y is equal to 2. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 8 എടുക്കാം. ഈവൻ വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എക്സ് is equal to 8 ആകുമ്പോൾ 2y should be equal to 2, മീൻസ് y is equal to 1. ഇനി എക്സിന് 10 ആകാൻ പറ്റില്ല, കാരണം മോർ ദാൻ 10 ആയി പോകും. സോ ദീസ് ആർ ദ വാല്യൂസ് ഓഫ് y. ഇത് തന്നെയാണോ അവിടെ റേഞ്ച് ആയി കൊടുത്തേക്ക് നോക്കാം. 1, 2, 3, 4. യെസ്, സോ ദാറ്റ്സ് ആൻസർ. ഈ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ പോലും പോകരുത് നിങ്ങൾ. ഏറ്റവും ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുത്ത് മാത്രമേ ചെക്ക് ചെയ്യാവൂ. സോ ദ ആൻസർ ഈസ് ദ ഫോർത്ത് വൺ. ദാറ്റ്സ് ദ റേഞ്ച് ഓഫ് R2 is equal to set 1, 2, 3, 4. റൈറ്റ്. So next option. The range of the real function 4 raised to x plus 4 by 4 raised to x. Range means values of the function. ഈ ഫംഗ്ഷൻ അസ്യൂം ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം കേസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിനകത്ത് സാധാരണ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിൽ ഇത് ബുദ്ധിമുട്ടാണ്. അവിടെ നിങ്ങൾ നോക്കേണ്ടതാ തന്നിരിക്കുന്ന ടേംസ് നോക്കണം. അതിനകത്ത് ഈ 4 നോക്കരുത് കേട്ടോ. ടോട്ടൽ ന്യൂമറേറ്റർ കിടക്കുന്ന 4 നോക്കരുത്. 4 raised to x ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 4 raised to x ആണ്. രണ്ട് നമ്പേഴ്സ് റെസിപ്രോക്കൽ ടു ഈച്ച് അതറായി തന്നിരിക്കുന്ന എല്ലാ കേസുകളും, അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ആൾജിബ്രിക് ആയിക്കോട്ടെ, ന്യൂമറിക്കൽ ആയിക്കോട്ടെ, വാട്ട് ഓർ മേ ബി, എന്തായാലും തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ്, തന്നിരിക്കുന്ന ഫംഗ്ഷനകത്തുള്ള ടേംസ് റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണെങ്കിൽ അവിടെ എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജിയോമെട്രിക് മീൻ. ദിസ് ഈസ് ദ മെത്തേഡ്. അവിടെ നോക്കി എവിടെയൊക്കെ യൂസ് ചെയ്യാൻ നോക്കണേ. തന്നിരിക്കുന്ന ടേംസ് റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും അത്തരം കേസിൽ തരിക. ഈവൻ നമ്പർ ഓഫ് ടേംസ് തരുന്നിടത്ത് തന്നിരിക്കുന്ന ടേംസുകൾ പെയർ വൈസ് റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണെങ്കിൽ അവിടെ എല്ലാം നിങ്ങൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജിയോമെട്രിക് മീൻ. ആൻഡ് ദിസ് ഈസ് വാലിഡ് ഫോർ എവരി പോസിറ്റീവ് നമ്പേഴ്സ്. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. So what is the arithmetic mean between 4 raised to x and 1 by 4 raised to x? We have 4 there. 4 എടുക്കാം. അതിന് മുന്നേ 4 raised to x plus 1 by 4 raised to x divided by 2. This is the arithmetic mean between two numbers. നമുക്ക് എയും ബിയും തന്നെ പറയാം. Arithmetic mean between two numbers is a plus b divided by 2, and their geometric mean is a into b the whole raised to 1 by 2. And always a plus b by 2 is greater than or equal to ab raised to 1 by 2. This is the meaning of arithmetic mean greater than or equal to geometric mean. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് 4 raised to x ഉം 4 by 4 raised to x ആ നമ്പേഴ്സ്. ഇതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 raised to x plus 4 by 4 raised to x divided by 2 greater than or equal to 4 raised to x into 4 by 4 raised to x the whole raised to 1 by 2. So here 4 raised to x plus 4 by 4 raised to x divided by 2 greater than or equal to. So these two 4 raised to x's get cancelled. Remaining 4 is there. 4 raised to 1 by 2 is 2. Take only the positive. കാരണം പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് എടുക്കരുത്. യു ടേക്ക് only പോസിറ്റീവ് സ്ക്വയർ റൂട്ട്. ഓക്കെ, ദാറ്റ് ഇസ് 2. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. Now cross multiply we will get 4 raised to x plus 4 by 4 raised to x greater than or equal to 4. Meaning the value of this function is always greater than or equal to 4, means its minimum value is 4, or it can be any number greater than 4. That is the value of the function. So range means value of the function. Clear? Range is value of the function. So the value of this function f of x can be 4 or greater than 4, means the range is 4 to infinity. So ഇത് 4 നമ്പേഴ്സ് ആയിക്കോട്ടെ, 6 നമ്പേഴ്സ് ആയിക്കോട്ടെ, 10 നമ്പേഴ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്പർ ഓഫ് ടേംസിനകത്തല്ല യൂസ് ചെയ്യാം. പക്ഷേ പെയർ വൈസ്
റെസിപ്രോക്കൽ ടീച്ചർ ആയിരിക്കണം. അവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെത്തേഡ് ആയിരിക്കണം. ഓക്കെ, അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്നുള്ള റിസൾട്ട് വേണം യൂസ് ചെയ്യേണ്ടത്. റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡൊമൈൻ ഓഫ് ദ റിയൽ ഫംഗ്ഷൻ. ഡൊമൈൻ കാൽക്കുലേറ്റ് ചെയ്ത പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. ആ ഓരോ ഫംഗ്ഷനെയും പ്രത്യേകത അനുസരിച്ച് വേണം എടുക്കേണ്ടത്. എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലോഗ് ബേസ് 10 ഓഫ് 5x minus x square divided by 4 is our function. So ഡൊമൈൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിന് അല്ലെങ്കിൽ ഈ ഫംഗ്ഷനകത്ത് എന്തെല്ലാം റിയൽ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, സോ ദാറ്റ് ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഇസ് എ റിയൽ നമ്പർ. അതാണ് ഡൊമൈൻ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ മീനിങ്. ഇവിടെ നോക്കിയേ, ആദ്യം നമ്മൾ കാണുന്ന റാഡിക്കൽ ഫംഗ്ഷനാണ്. ഒരു റാഡിക്കൽ ഫംഗ്ഷൻ്റെ വാല്യൂ റിയൽ നമ്പറായി എക്സിസ്റ്റ് ചെയ്യണം, ബിക്കോസ് വി ഡീൽ ഓൺലി വിത്ത് റിയൽ ഫംഗ്ഷൻസ്. ഈ റാഡിക്കൽ ഫംഗ്ഷൻ്റെ വാല്യൂ റിയൽ നമ്പറായി നിലനിൽക്കണമെങ്കിൽ റൂട്ടിനകത്ത് എന്ത് കിടക്കുന്നുവോ വാട്ടർ മേ ബി ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നെഗറ്റീവ് വാല്യൂ റൂട്ടിനകത്ത് വരരുത്, വന്നാൽ ഇമാജിനറി ആയി പോകും. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് റാഡിക്കൽ ഫംഗ്ഷൻ, ബിക്കോസ് ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ വേണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ദിസ് ഫംഗ്ഷൻ ആസ് എ റിയൽ നമ്പർ, ദ ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ റാഡിക്കൽ മീൻസ് ദ റാഡിക്കൻറ്റ്. That radicand means quantity whatever in that inside the radical, that should be greater than or equal to 0. This is the first restriction. Now second restriction is logarithm of this quantity must be positive. Logarithmic value can be negative or it can be positive or it can be equal to 0. But here the condition is, here the restriction is logarithmic value should be greater than 0. So there also you have to apply the property of logarithms. By the definition of logarithm, logarithm of a to the base b is equal to c. That will imply a equal to b raised to c. This is the condition. Okay. If we have an inequality here, greater than or equal to, so you simply put greater than or equal to here. If it is less than or equal to, you simply less than or equal to. ഇത് അതുപോലെ നമുക്ക് കീപ്പ് ചെയ്യാം, പക്ഷെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ദ കണ്ടീഷൻ ഈസ് the base of this logarithm should be greater than 1. 1-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം ഈ ബിൻ്റെ വാല്യൂ. If b is greater than 1, you can keep the inequality as it is. And suppose the base is less than 1, means that should be greater than 0 also. അങ്ങനെയാണെങ്കിൽ ആകെ ചെയ്യേണ്ടത് എന്ത് ഇന്നിക്വാളിറ്റി ആണോ ഉള്ളത് അത് പവർ ഫോമിലേക്ക് വരുമ്പോൾ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിനനുസരിച്ചായിരിക്കും ഇവിടെ ഇന്നിക്വാളിറ്റി സെയിം ആണോ അതോ ഓപ്പോസിറ്റ് ഇന്നിക്വാളിറ്റി ആണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ സെയിം കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ലോഗരിതം ഓഫ് a to the base b is greater than c. c is equal to 0. And here the base is 10 is clearly greater than 1. So നമ്മൾ പവർ ഫോമിലേക്ക് മാറ്റുമ്പോഴും സെയിം ഇന്നിക്വാളിറ്റി ക്യാൻ ബി കീപ് ആസ് ഇറ്റ് ഈസ്. സോ ദിസ് ഈസ് 5x minus x square divided by 4 is greater than or equal to 10 raised to 0. And 10 raised to 0 is equal to 1 means 5x minus x square divided by 4 is greater than or equal to 1. ഞാൻ പറഞ്ഞാൽ ഇവിടെ വേണം ശ്രദ്ധിക്കേണ്ടത്. സപ്പോസ് ദ ബേസ് ഈസ് ലെസ് ദാൻ 1 ആയിരുന്നുവെങ്കിൽ, ബേസ് ലെസ് ദാൻ 1 ആയിരുന്നുവെങ്കിൽ ഈ ഇന്നിക്വാളിറ്റി റിവേഴ്സ് ആകുമായിരുന്നു. ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇന്നിക്വാളിറ്റി നമുക്ക് അതുപോലെ കീപ്പ് ചെയ്യാം. നൗ അഗെയിൻ 5x minus x square greater than or equal to 4. ഇതെല്ലായിടത്തും അപ്പുറത്തേക്ക് കൊണ്ടുവെക്കാം. കൊണ്ടുവച്ചാൽ അവിടെ 0 greater than or equal to x square minus 5x plus 4 or x square minus 5x plus 4 less than or equal to 0. Just to factorize here. So that is x minus 4 into x minus 1 less than or equal to 0. Now we can apply the wavy curve method. So wavy curve method is just to mark the points at which this becomes 0. So 1 and 4 are marked. Choose one of the parts. Let us choose this part. 0. Substitute here. What happens? Is it positive or negative? So here positive. If it is positive, in the next part that will be negative and next part is positive. This is the wavy curve procedure. You are familiar with this method. Okay. This is to be applied here to identify the values of x. Here we need a values of x for which this becomes less than or equal to 0 means we need this portion. Means values of x should lie between 1 and 4. That is the domain of the function. So domain is 1, 4. That's the third option. Right? ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇത് വലിയ കുഴപ്പമില്ല, വേവി കർവ് മെത്തേഡൊക്കെ നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഓക്കെ റൈറ്റ്. സോ അടുത്ത് നോക്കാം. ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നേ, ആ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എ എന്ന സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ഡെഫിനേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ഗിവൺ x ഡിവൈഡ് ബൈ 1 പ്ലസ് x സ്ക്വയർ. ഈ ഫംഗ്ഷൻ ഒരു സർജക്റ്റീവ് ഫംഗ്ഷൻ ആകണം.
ഈ സർജക്റ്റീവ് ഫംഗ്ഷൻ നമുക്കറിയാം ഓൺ ടു ഫംഗ്ഷൻ അല്ല വിളിക്കുന്നത് അല്ലേ? സർജക്റ്റീവ് അല്ലെ ഓൺ ടു എന്നല്ലേ വിളിക്കുക? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആവുക? ഒരു ഓൺ ടു ഫംഗ്ഷൻ ആകണമെങ്കിൽ അതിൻ്റെ കോഡൊമൈനും റേഞ്ച് സെറ്റും സെയിം ആകണം. അപ്പോഴായിരിക്കും ഒരു ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആവുകയോ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ ആവുകയോ ചെയ്യുക. ശരിക്കും ഇവിടെ ഈ സബ്ജക്റ്റീവ് ആവുന്നതിൽ ആക്ച്വലി ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ആ റേഞ്ച് ഷുഡ് ബി ഈക്വൽ ടു എ. അങ്ങനെ ആയാലേ ഫംഗ്ഷൻ സബ്ജക്റ്റീവ് ആവുള്ളൂ. സോ ഹിയർ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ. ഇതാണ് ഓൺ ടു അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എന്നതിൽ മീനിങ്. എപ്പോഴായിരുന്നാലും ഒരു ഫംഗ്ഷൻ സബ്ജക്റ്റീവ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കോഡൊമൈൻ സെറ്റും റേഞ്ച് സെറ്റും ഈക്വൽ ആകണം. ഹിയർ ദ കോഡൊമൈൻ സെറ്റ് ഈസ് ഈക്വൽ ടു എ. If the range set is also equal to a, the function is a surjective function. It is given that it's a surjective function. So a means range of the function. So let us find the range of this function. So range calculation process നമുക്കറിയാം. First you replace f of x by y. This is the process of finding range of a function. So replace f of x by y, so that becomes x divided by 1 plus x squared. This is the first step. Now second step is identify the value of x from here. ഇതാണ് നെക്സ്റ്റ് സ്റ്റേജ്. സോ യു ക്യാൻ ക്രോസ് മൾട്ടിപ്ലൈ. ദാറ്റ് ഇസ് y പ്ലസ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു എക്സ്. ഒരു ക്വാഡ്രാറ്റിക് ആയി അല്ലെ? സെക്കൻഡ് ഡിഗ്രി ആയി. എല്ലാം കൂടെ നമുക്ക് ഒരു സൈഡിലാക്കാവേ. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇനി നിങ്ങൾ ഈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ സോൾവ് ചെയ്യാണെന്ന് ശ്രമിക്കേണ്ട. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ട. നമുക്ക് റേഞ്ച് മീൻസ് വാല്യൂസ് ഓഫ് വൈ ആണ്. ഈ വൈൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ആണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ശ്രമിച്ചത്. പക്ഷേ ദാറ്റ് വാല്യൂ ഓഫ് എക്സ് ഷുഡ് ബി എ റിയൽ നമ്പർ ബിക്കോസ് ദ ഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ റിയൽ ഫംഗ്ഷൻസ് അല്ലേ? റിയൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഉറപ്പായിട്ട് റിയൽ നമ്പർ ആയിരിക്കണം. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താലും എക്സിൻ്റെ വാല്യൂ റിയൽ നമ്പറായി വരുന്ന വൈൻ്റെ വാല്യൂസ്, അതാണ് റേഞ്ച് സെറ്റ് എന്ന് വിളിക്കുക. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ റിയൽ റൂട്ട്സ് കിട്ടണം എന്ന് മീനിങ്. അങ്ങനെയുള്ള വാല്യൂസ് ഓഫ് വൈനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുക. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് റിയൽ ആകണമെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഡിസ്ക്രിമിനന്റ് മീൻസ് ബി സ്ക്വയർ മൈനസ് 4ac ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ദാറ്റ്സ് എ കണ്ടീഷൻ. അപ്പോൾ എപ്പോഴും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വരുന്ന കേസിൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് അതിൻ്റെ ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്നാക്കണം. അപ്പോൾ ഹിയർ ദ ഡിസ്ക്രിമിനന്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 4ac മീൻസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ അവർ കേസ്. സോ ബി സ്ക്വയർ ഈസ് 1 മൈനസ് 4 into a is y. C is also y. So y greater than or equal to 0. 4ab. Sorry, b square minus 4ac. That is 1 minus 4y square greater than or equal to 0. ഇതല്ലേ വന്നിരിക്കുന്നത്? ക്ലിയർ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈൻ്റെ വാല്യൂസാണ് നമുക്ക് വേണ്ടത്. ഒരു കാരണവശാലും ഇന്നിക്വാളിറ്റി കിടക്കുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ ഒരു ടേമിന് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പിന്നെ ഏറെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നിക്വാളിറ്റിക്ക് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇന്നിക്വാളിറ്റീസ് വരുന്ന കേസിൽ അങ്ങനെ നിർത്തിക്കൊണ്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. സോ ലെറ്റ് us factorize the function. So that is 1 minus 2y into 1 plus 2y greater than or equal to 0. Now we can apply the wavy curve method. So values of y satisfying this condition are നമുക്ക് വേണ്ടത്. So mark the values of y satisfying this equal to 0. Greater than equal to 0 അല്ല കേട്ടോ. ഇത് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0 ഈക്വൽ ടു 0 എന്ന പോയിന്റ്സ് ആദ്യം മാർക്ക് ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1/2. ദീസ് ആർ ദ വാല്യൂസ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ബിക്കം 0. അത് ലൈനിനകത്ത് മാർക്ക് ചെയ്തു. ചൂസ് എനി വൺ ഓഫ് ദി പാർട്സ്. ലെറ്റ് us ചൂസ് ദിസ് പാർട്ട്. ആ പാർട്ട് ചൂസ് ചെയ്താൽ അവിടെ നിന്ന് നമ്പറിനെ ചൂസ് ചെയ്യുക. ലെറ്റ് us ചൂസ് 0 because 0 lies in the interval and substitute 0 here in the place of y. So this 0 and the product is positive and negative. Yes, positive means here negative and we need a positive part because we need the values of y for which this product is positive, meaning the values of y should lie between minus 1/2 and plus 1/2 including both the endpoints because equality sign is here, meaning the values of y should lie between minus 1/2 and plus 1/2 and that is the range of the function and that should be equal to a. എന്നാൽ മാത്രമേ ഈ ഫംഗ്ഷൻ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആവുള്ളൂ. സോ ദ ആൻസർ ഈസ് minus 1/2 1/2 not minus 1/2. Here it is 1/2 ആണ്. Okay, right, some mistake is there. Minus 1/2 plus 1/2 is there. Minus 1/2 and plus 1/2, right? So that's the answer. Here also എവിടെ എല്ലായിടത്തും പ്രശ്നമാണ്. plus 1/2 plus 1/2 is there, right? Okay. So next question. The function f from
0 pi to 1 5 ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഡൊമൈൻ തന്നിട്ടുണ്ട്. കോഡൊമൈൻ is also given. Codomain is 1 5. റേഞ്ച് ആണ് നമുക്ക് ഉറപ്പില്ല. Codomain is also given. This is the function f. And the function is defined as f of x is equal to 3 minus 2 sin x. ഈ ഫംഗ്ഷൻ സർജക്റ്റീവ് ആണോ ഇൻജക്റ്റീവ് ആണോ എന്നാ ചെക്ക് ചെയ്യേണ്ടത്. ഇൻജക്റ്റീവ് മീൻസ് 1 to 1. സർജക്റ്റീവ് മീൻസ് 1 to. 1 to or സർജക്റ്റീവ്, 1 on or ഇൻജക്റ്റീവ്. എങ്ങനെ ഇൻജക്റ്റീവ് ചെക്ക് ചെയ്യുക? നോർമൽ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് ഷോർട്ടായിട്ട് ചെയ്യാൻ പോവാം. നിങ്ങൾ ഇൻജക്റ്റീവ് ആണോ അല്ലെങ്കിൽ 1 on ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ f dash x. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 cos x. ഇനി നോക്കേണ്ടത് ഈ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, ഈ ഡെറിവേറ്റീവ് ഈ പറയുന്ന ഡൊമൈനകത്തുള്ള എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഫോർ എവറി വാല്യൂസ് ഓഫ് ദി ഡൊമൈൻ എയ്തർ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എലോൺ, നെഗറ്റീവ് പോസിറ്റീവ് വരരുതേ, ഒന്നിൽ ആ ഇൻ്റർവലിനകത്തുള്ള എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇത് പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഇൻ്റർവലത്തിൽ എല്ലാ വാല്യൂസ് കൊടുത്താലും ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കണം. ഇത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ആ ഫംഗ്ഷൻ ഒരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മാത്രം മതി. അതല്ല ഈ ഇൻ്റർവലിനകത്ത് കുറച്ച് പോർഷനിൽ ഇത് പോസിറ്റീവും കുറച്ച് പോർഷൻ നെഗറ്റീവ് ആയിപ്പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇൻജക്റ്റീവ്. ദിസ് ഈസ് ദ പ്രോസസ്. അപ്പോൾ എപ്പോഴും ഒരു ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ് ചെക്ക് ചെയ്യാൻ ഡെറിവേറ്റീവ് മെത്തേഡ് ഈസ് വെരി ഈസി. ജസ്റ്റ് ടേക്ക് ദ ഡെറിവേറ്റീവ്. ആ ഡൊമൈനകത്തുള്ള എല്ലാ വാല്യൂസിനും ആ ഡെറിവേറ്റീവ് പോസിറ്റീവായി നിലനിൽക്കുമെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് 1 to 1. അതല്ല ആ വാല്യൂസിനെല്ലാം ഈ ഫംഗ്ഷൻ നെഗറ്റീവായി നിലനിൽക്കുമെങ്കിലും ഫംഗ്ഷൻ 1 to 1. ഈ രണ്ട് പോസിബിലിറ്റീസ് ആവുള്ളൂ. അതല്ലാതെ ആ ഇൻ്റർവലിനകത്തുള്ള കുറച്ച് പോർഷൻ ഇത് പോസിറ്റീവും കുറച്ച് പാർട്ടിൽ നെഗറ്റീവ് ആയിപ്പോയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി നെവർ 1 to 1 ഓർ ഇൻജക്റ്റീവ്. ഇവിടെ പ്രശ്നം ഓക്കെ, സപ്പോസ് 0 to pi ഉള്ള വാല്യൂസാണ് കൊടുക്കുക. നമുക്കറിയാം 0 to pi is lying on the second and first quadrants, right? So cos x is positive here and cos x is negative here. അപ്പോൾ നമ്മൾ ഈ 0 to pi എന്നുള്ള ഇൻ്റർവലിനകത്ത് എടുക്കുമ്പോൾ എല്ലാ എക്സുകൾക്കും ഇതെപ്പോഴും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ മാത്രം നിലനിൽക്കില്ല. 0 to pi by 2 this will be negative because cos x is positive, and pi by 2 to pi this becomes positive because cos is negative. അപ്പോൾ ഉണ്ടത് ആ ഇൻ്റർവലിനകത്ത് ഈ ഡെറിവേറ്റീവിന് ഒരേ സൈൻ അല്ല വന്നേക്കുന്നത്, സൈൻ ചേഞ്ച് ചെയ്യുന്നു. ഒരു പോർഷൻ പോസിറ്റീവ് മറ്റൊരു പോർഷൻ നെഗറ്റീവ് ആയി പോകുന്നു. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഉണ്ടാവില്ല. ഇറ്റ് ക്യാൻ നെവർ ബി ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. സോ ഇൻജക്റ്റീവ് ബട്ട് നോട്ട് സബ്ജക്റ്റീവ് ഈസ് എലിമിനേറ്റഡ്. ദിസ് പോർഷൻ ഈസ് എലിമിനേറ്റഡ്. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. നൗ സബ്ജക്റ്റീവ് ബട്ട് നോട്ട് ഇൻജക്റ്റീവ്. യെസ്, നോട്ട് ഇൻജക്റ്റീവ്. അപ്പോൾ പക്ഷേ സബ്ജക്റ്റീവ് ആണെന്ന് നോക്കണ്ടേ? അത് നോക്കണം. അപ്പോൾ സബ്ജക്റ്റീവ് ആണെന്ന് നോക്കാം. സബ്ജക്റ്റീവ് മീൻസ് ദി റേഞ്ച് സെറ്റ് ഷുഡ് ബി ഈക്വൽ ടു കോഡൊമൈൻ സെറ്റ്. കോഡൊമൈൻ സെറ്റ് ഈസ് 1 5. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 5 തന്നെ വരുമെങ്കിൽ ഡെഫിനറ്റ്ലി ദ ഫംഗ്ഷൻ ഈസ് എ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ ലെറ്റ് us find the range of this function. The function is 3 minus 2 sin x. ഇതിൻ്റെ റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ലെറ്റ് us consider this sin x alone. We know that the value of sin x lies between -1 and +1. So sin x lies between -1 and +1. But we need 2. So you multiply by 2. എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ഫംഗ്ഷനായി കൺവേർട്ട് ചെയ്യണം ഇനി കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേക്ക് -2 less than or equal to sin x less than or equal to. But we need a negative sign. So multiply by negative. So multiplication by negative sign വരുമ്പോഴത്തേക്ക് ഇൻഇക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. എപ്പോഴെല്ലാം ഒരു ഇൻഇക്വാളിറ്റി നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ അപ്പോഴെല്ലാം ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. സോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -2 sin x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -2 അല്ലേ? മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ, ഇൻഇക്വാളിറ്റി എപ്പോഴും റിവേഴ്സ് ചെയ്തിരിക്കണം. സോ റിവേഴ്സ്ഡ്. തീർന്നില്ല, വി ഹാവ് ടു ആഡ് 3. സോ 3 ആഡ് ചെയ്യുമ്പോൾ ഹിയർ ബിക്കം 5. 3 minus 2 sin x greater than or equal to 1. Meaning the value of this function lies between 1 and 5. 5 is larger, 1 is smaller. So range is equal to 1 5 itself. So range is equal to codomain set means definitely the function is a surjective function. So the option 2 is the correct answer. Surjective but not injective. It's very easy, right? Now next question. ഇത് ഫങ്ഷണൽ ഇക്വേഷൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും JEE മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഫങ്ഷണൽ ഇക്വേഷൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മൾ പലപ്പോഴും പഠിക്കുന്നില്ല, പക്ഷേ ഇത് സാധനം പഠിക്കുന്നുണ്ട്. നിങ്ങൾ 11th പഠിക്കുന്ന സെയിം ഫംഗ്ഷൻ ആയത്
സെയിം ഫംഗ്ഷൻ അവിടെ പഠിക്കും. പക്ഷേ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പല പുതിയ ഫംഗ്ഷണൽ ഇക്വേഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഇക്വേഷൻസ് നമ്മൾ ഇനി വരുന്ന ഓരോ ടെസ്റ്റിനകത്തും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസുമായിട്ട് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ വേറെ നിങ്ങൾ കണക്ട് ചെയ്തോ ഫംഗ്ഷൻ ഇക്വേഷൻസ് നമ്മൾ പരിചയപ്പെടുത്തും. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം, ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും അറിയാം, നമ്മൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും അറിയാം ഫംഗ്ഷൻ ഇക്വേഷൻസിൻ്റെ വേരിയസ് കാറ്റഗറീസ്. നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മെയിൻസിൻ്റെ ക്ലാസ്സിന് അഡ്വാൻസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിൻ്റെ സ്പെഷ്യൽ കാറ്റഗറി മാത്രം ഇവിടെ കിടക്കുക. സോ ഹിയർ ദ ഫംഗ്ഷൻ ഈസ് f of x plus y is equal to f of x into f of y. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x is equal to a raised to x ആണ്. അപ്പോൾ ഇത് കണ്ടാൽ അപ്പം തന്നെ നിങ്ങൾ എഴുതിക്കോണം f of x is equal to a raised, because f of x plus y equal to a raised to x plus y, meaning a raised to x into a raised to y. അതാണ് f of x into f of y വന്നിരിക്കുന്നത്. So whenever you have given the function f of x plus y is equal to f of x into f of y, you must choose f of x as a raised to x, where a is a real number. ഒരു റിയൽ നമ്പർ ആയിട്ട് എടുക്കുന്നു, റൈറ്റ്? അതെന്ത് വാല്യൂ എന്നുള്ള പിന്നത്തെ കാര്യം. Now again it is given that sigma 1 to infinity of f of x is equal to 4 means a raised to 1 plus a square plus a cube plus etc. Infinity is equal to 4. That is a given condition. Second condition given. Sigma 1 to infinity of f of x is equal to 4 means you just put x is equal to 1, 2, 3, 4 etc. That is a plus a square plus a cube plus etc. equal to 4. ഒരു ഇൻഫിനിറ്റ് സീരീസിൻ്റെ സം ഒരു ഫൈനൈറ്റ് ആകണമെങ്കിൽ ഉറപ്പായിട്ടും ആ എയിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും ആൻഡ് ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കും. കണ്ടീഷൻ തരണ്ട, നമ്മൾ അതേ എടുക്കത്തുള്ളൂ, റൈറ്റ്? സോ അഗെയിൻ ബൈ ദി പ്രോപ്പർട്ടി ഓഫ് geometric series, infinite geometric series, sum to infinity is equal to a divided by first term divided by 1 minus the common ratio. Sum to infinity of a geometric series is first term divided by 1 minus common ratio, provided the common ratio should lie between -1 and +1. ഇവിടെ അങ്ങനെ ആയിരിക്കും, കാരണം അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് സം കിട്ടില്ല. ഫൈനൈറ്റ് സം ഉണ്ട് എന്ന് പറഞ്ഞാൽ മീനിങ് അതിൻ്റെ കോമൺ റേഷ്യോ ഉറപ്പായിട്ടും -1 to +1 ആയിരിക്കും. നമ്മൾ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല, തന്നിരിക്കുക ഫൈനൈറ്റ് ആയിട്ട്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്നാണ്. സോ ദിസ് ഈക്വൽ ടു 4. We need only value of a. So cross multiply. That is 4 minus 4a. So this can be transferred this side. That is 5a is equal to 4 or a is equal to 4 by 5. Clearly under less than ആയിട്ട് നമ്പർ എവിടെ കിട്ടത്തുള്ളൂ, കാരണം അങ്ങനെയാണ് തന്നിരിക്കുന്നത്. So we got the value of a. We got the value of a means our function f of x is equal to 4 by 5 raised to x. This is our function. Because a is equal to 4 by 5 means f of x is equal to a raised to x means 4 by 5 the whole raised to x. f of x ആയില്ലേ? ഇനി എന്താ വേണ്ടത്? f of 6 divided by f of 4. So we can find f of 6 divided by f of 4. f of 6 divided by f of 4 means a raised to 6 divided by a raised to 4. That is equal to a square. So f of 6 divided by f of 4 is equal to a square. What is a? A is equal to 4 by 5. 4 by 5 square means 16 divided by 25. 16 divided by 25, that's the value. So the third option is the correct answer. 16 divided by 25. Now, range of the real function. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, റാഡിക്കൽ ഫംഗ്ഷൻ്റെ റേഞ്ച് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരില്ല. എപ്പോഴും ഓർത്തോളാം, റാഡിക്കൽ ഫംഗ്ഷൻ്റെ റേഞ്ച് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരേയില്ല. അങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റഡ്, സെക്കൻഡ് ഓപ്ഷൻ എലിമിനേറ്റഡ്, ഫോർത്ത് ഓപ്ഷൻ എലിമിനേറ്റഡ്. ദ ഓൺലി പോസിബിലിറ്റി ഈസ് ദ തേർഡ് ഓപ്ഷൻ, റൂട്ട് ടു ഇൻഫിനിറ്റി. ഒന്നും ചെയ്യാതെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും, ഒന്നും ചെയ്യാതെ തന്നെ ആൻസർ എഴുതാൻ പറ്റും. കാരണം ഈ ഓപ്ഷൻസ് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. റേഞ്ച് ഓഫ് റാഡിക്കൽ ഫംഗ്ഷൻ ക്യാൻ നെവർ ബി നെഗറ്റീവ്. സോ ദ ആൻസർ ഈസ് റൂട്ട് ടു ഇൻഫിനിറ്റി. പക്ഷേ എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഉണ്ടോ, ഒന്നും എഴുതാതെ ആൻസർ ആയി കഴിഞ്ഞു. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് യു ക്യാൻ റൈറ്റ് ദ ആൻസർ. ഇവിടെ ശ്രദ്ധിക്കാൻ ഒറ്റ കാര്യം, റാഡിക്കൽ ഫംഗ്ഷൻ്റെ റേഞ്ച് ക്യാൻ നെവർ ബി നെഗറ്റീവ്. ഓൺലി പോസിറ്റീവ് റൂട്ട്സ്, ഓൺലി പോസിറ്റീവ് സ്ക്വയർ റൂട്ട്സ് മാത്രമേ എടുക്കുള്ളൂ, ബിക്കോസ് ദാറ്റ്സ് എ ഫംഗ്ഷൻ. ഇനി എങ്ങനെ ആക്ച്വലി ചെയ്ത് നോക്കാം, നമുക്ക് അത് തന്നെ കിട്ടുമെന്ന് നോക്കാം. സോ y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6. വി നീഡ് എ വാല്യൂ ഓഫ് എക്സ്. സ്ക്വയർ ചെയ്യാം. y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6. എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം. സോ എക്സ് സ്ക്വയർ minus 4x plus 6 minus y square is equal to 0. That's a quadratic equation. And roots of this equation should be real numbers. കാരണം is a real function ആണ് തന്നിരിക്കുന്നത്.
Real function means values of x should be real numbers. So the value of x should be real means the roots of this equation must be a real number, means b square minus 4ac greater than or equal to 0. So what's the discovery here? 16 minus 4 into a is 1 and c is 6 minus y square greater than or equal to 0. So we can eliminate 4. When you eliminate 4, that becomes 4 minus of 6 minus y square greater than or equal to 0. Open the bracket. That is minus 2. Minus 2 plus y square is right greater than or equal to 0. Or y square minus 2 less than or equal to 0. Multiplying by minus 2, right? So that is equal to y minus root 2 into y plus root 2 less than or equal to 0. Clear? So draw a line and mark the points at which this becomes 0. So that is minus root 2 and plus root 2 are there. So we can choose this portion. Takes 0. Take 0. Y is equal to 0 means y equal to 0 means this is negative. Is it right? Negative means this is positive and this is positive. So what is the range? Minus 4, b square minus 4ac. Now, one more thing. So here positive, we need the negative portion. So this portion is negative. So answer is 0 to root 2, right? 0 to root 2, but answer is given as root 2 infinity. So you can verify the answer. That may be 0 to root 2. That may be the answer. So let us verify once more. Okay. So y is equal to x square minus 4x plus 6 and discriminant is b square minus 4ac, b square minus 4 into a is 1 into c is 6 minus y square, right? And again 16 minus, that should be greater than or equal to 0. 16 minus 4 into 6 minus y square greater than or equal to 0, right? That is 4 minus 6 minus y square greater than or equal to 0. That is minus 2 plus y square greater than or equal to 0, right? That is y square minus 2. There is y square minus 2 is greater than or equal to 0. Not, my calculation was mistake. That is y minus root 2 into y plus root 2 greater than or equal to 0. I have made some mistake there. So y minus root 2 into y plus root 2 greater than or equal to 0. That is minus root 2 is here, plus root 2 is here. Right? Choose 0 from here. And when you put y is equal to 0, this becomes negative, positive, positive. Yes, that's the correct answer. So here, the value of x should be either greater than root 2 or less than minus root 2, but we never take the negative square root. So take the value from 2 onwards, that is root 2 to infinity. So the third option is the correct answer, right? That's right. Now, 9th one. Function defined. We have f inverse x. F inverse x is a process. Suppose given f of x is equal to, f of x equal to divided by x minus 1. Right? We range calculate the same process inverse calculator use here. Just replace f of x by y. Y is equal to x minus 2 divided by x minus 1 and find the value of x in terms of y. That's the next stage. Okay. Just cross multiply. xy minus y equal to x minus 2. We need a value of x in terms of y to identify the range. Okay. That is x into xy into y. This can transfer this side and this to other side, y minus 2, because we need a value of x in terms of y. Inverse calculator processor, replace f of x by y. Next stage is find the value of x in terms of y. That's the next stage. That's we calculate. So x into y minus 1 is equal to y minus 2. Now x is equal to y minus 2 divided by y minus 1. So we have got the value of x in terms of y. Next stage is just replace x by f inverse x. So that is f inverse x. And replace y by x. That is x minus 2 divided by x minus 1. That is the inverse of the given function. But okay. Inverse that is same as the given function. That is same as the given function. X minus 2 divided by x minus. So f inverse x is equal to f of x itself.
So the first option is the correct answer. Clear? Right. ഇവിടെ നോക്കിയേ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നോക്കണേ ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ്. ഇഫ് ജി ഓഫ് എക്സ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ ആൻഡ് എച്ച് ഓഫ് എക്സ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ then the value of h of 2. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ, എന്ത് ഫംഗ്ഷൻ എടുത്താലും ഫോർ എവറി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ആൻ ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ ഇൻ ദ ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ്. എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാം. ഇനി ഒരു ഫംഗ്ഷൻ്റെ കേസിൽ എല്ലായ്പ്പോഴും എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് വിൽ ബി എൻ ഈവൻ ഫംഗ്ഷൻ ആൻഡ് ദിസ് വിൽ ബി ഓൾവേസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഈ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ഫെമിലിയർ ആണ്. ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ മീൻസ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ഈസ് ഓഡ് ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ഇതാണ് ഈവൻ ഫംഗ്ഷൻ്റെ ഓഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും f of x plus f of minus x is always even. f of x minus f of minus x is always odd ആയിരിക്കും, no doubt. This is true for every functions, not only for even function, not only for odd function. For every function f of x plus f of minus x is always even and f of x minus f of minus x is always odd function. ഇനി ഒരു ഈവൻ ഫംഗ്ഷൻ എന്ത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആയാലും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇത് ഈവൻ ആയിരിക്കും, ഇത് ഓടുമായിരിക്കും. ഇവിടെ എച്ച് എഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്നുള്ള പുതിയൊരു ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഹിയർ ജി ഓഫ് എക്സ് ഇസ് എൻ ഈവൻ ഫംഗ്ഷൻ, എച്ച് എഫ് എക്സ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ മീൻസ് ദിസ് ഷുഡ് ബി എച്ച് ഓഫ് എക്സ്. This should be h of x. And our f of x is a raised to x. So h of x is equal to a raised to half into a raised to x minus a raised to minus x. This should be h of x. Clear? Because f of minus x means a raised to minus x. And again this is equal to half into ഇനി നമുക്ക് വേണ്ട വാല്യൂ കൊടുക്കാം. എച്ച് ഓഫ് 2 ആ വേണം. സോ എച്ച് ഓഫ് 2 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ റൈസ് ടു മൈനസ് 2 ആൻഡ് എ റൈസ് ടു മൈനസ് 2 ഇസ് 1 ബൈ എ സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു എ സ്ക്വയർ മൈനസ് 1 ബൈ എ സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഹാഫ് ഇൻറ്റു എ റൈസ് ടു 4 മൈനസ് 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ ആൻഡ് ദാറ്റ്സ് ഈക്വൽ എ റൈസ് ടു 4 മൈനസ് 1 ഡിവൈഡ് ബൈ 2a സ്ക്വയർ. ദാറ്റ്സ് ദ സെക്കൻഡ് ഓപ്ഷൻ. ഇവിടെ ആകെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എവറി ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ് എസ് സം ഓഫ് ആൻ ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ ടു ഫോം ഹാഫ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ്. ദാറ്റ്സ് എ കൺസെപ്റ്റ്. Now trigonometry. Simple questions. Simplified value of sine square 75. So here you should remember that the value of sine 15 degree and value of cos 15 degree other than the particular angles. Sine 15 degrees root 3 minus 1 divided by 2 root 2 and cos 15 degrees root 3 plus 1 divided by 2 root 2. So these are the values are to be remembered. ഇനിയുണ്ട് നമുക്ക് അത്യാവശ്യം എടുക്കാം. Now we have sine square 75. Sine square 75 is same as cos square 15 degree. ഇതാണ് സൈൻ സ്ക്വയർ 75 ഈക്വലൻ്റ് ആയിട്ട് കോസ് സ്ക്വയർ 15 അല്ലേ. 90 മൈനസ് 15 കിടക്കുക. സൈൻ 90 മൈനസ് 15 is 75. So sin 90 minus 15 is cos 15. So sin square 75 same as cos square 15 and the second one is itself sin square 15. So now you can evaluate. So sin square 75 minus sin square 15 equal to cos square 15 minus sin square 15. വാല്യൂസ് കൊടുക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് വാങ്ങട്ടെ, വേണ്ട അത് പ്രശ്നമാണ്. അതിലേറെ നല്ല ഇതാണ്. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ 15 ഈസ് റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 റൂട്ട് 2 സ്ക്വയർ മൈനസ് റൂട്ട് 3 മൈനസ് 1 ഡിവൈഡ് ബൈ 2 റൂട്ട് 2 സ്ക്വയർ. സോ ഹിയർ ദിസ് ക്യാൻ ബി ടേക്കൺ ഔട്ട്. ദാറ്റ്സ് 1 by 8. 2 root 2 square. 4 into 2 8. 1 by 2 can be taken outside. So the next one is root 3 plus on the whole square minus root 3 minus on the whole square. A minus b the whole square, a square minus b square. Expand the simplify. Allengil okay. 1 by 18. This is a square minus b square. So a plus b into a minus b. Root 3 plus 1 root 3 minus 1 into root 3 plus 1 minus root 3 plus 1. Because
A square minus B square is A plus B into A minus B. So here 1 and 1 get cancelled. That is 2 root 3 remains. Into here root 3 get cancelled. 2 remains. Divide by 8. That is 4 root 3 by 8. That is equal to root 3 by 2. അതല്ല നിങ്ങൾ ഇവിടെ ചെയ്തോളൂ, ഇതിനെ എക്സ്പാൻഡ് ചെയ്തോളൂ. അതല്ലെങ്കിൽ ഇവിടെ എ മൈനസ് ബിൻ്റെ എ പ്ലസ് ബി ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് എഴുതുക. ഇത് ഈസിയസ്റ്റ് പ്രൊസീജിയറായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ മാറ്റിക്കോളൂ. അതിൽ യൂണീക്നെസ് ഒന്നും ഇല്ല കേട്ടോ. യു ക്യാൻ അപ്ലൈ യുവർ ഓൺ മെത്തേഡ് ഫോർ കാൽക്കുലേഷൻ. റൈറ്റ്. സോ ദ ആൻസർ ഈസ് root 3 by 2. Next one, okay. Cos alpha plus beta is given. So cos alpha plus beta is equal to 4 by 5 and sin alpha minus beta is also given. That is equal to 5 by 13. And we need the value of tan 2 alpha. ഈ tan 2 alpha നോക്കേ, tan 2 alpha. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ ആൽഫ മൈനസ് ബീറ്റ അല്ലേ. അപ്പോൾ നമുക്ക് try to express this 2 alpha in terms of alpha plus beta and alpha minus beta. You can rewrite this as alpha plus beta plus alpha minus beta. So take these are together, add this together. Actually that is tan 2 alpha. Now this of the form tan x plus y. That is tan x alpha plus beta plus tan alpha plus alpha minus beta divided by 1 minus tan alpha plus beta into tan alpha minus beta. Is it right? Tan x plus y, tan x plus tan y divided by 1 minus tan x tan y. But we need the values of tan alpha plus beta and tan alpha minus beta. For that, the given values noka. So let us consider triangle here in this case. This is alpha plus beta. Cos means adjacent side divided by hypotenuse. So this is 5. 4 by 5 is here. Okay, and this one is 5 by 13. So 5 and 4 here, this must be 3. So tan alpha plus beta is 3 by 4. So this is 3 by 4 and plus is there, 1 minus 3 by 4 is there. Now we need the value of tan alpha minus beta. Again construct a triangle here. Now this is alpha minus beta. Sin is opposite side divided by hypotenuse. So this is 12. And what is tan there? 5 by 12. So here 5 by 12 into 5 by 12. Now only simplification is there. You can easily simplify and you can find a value. That is numerator is 56 upon 33. Numerical simplification only is there. So you can easily calculate and the value is 56 divided by 33. That's the second option is the correct answer, right? Now, next question, 13th. Given tan x into tan y is equal to 1. Tan x into tan y is equal to 1 means x plus y always equal to 90 degree, no doubt. Because tan x is sin x by cos x, right? The concept is this one. Sin x by cos x into sin y divided by cos y equal to 1. Just cross multiply. Sin x into sin y equal to cos x into cos y. All of them can be taken to this side. That is cos x cos y minus sin x sin y equal to 0. Is it right? That is cos of x minus y is equal to 0 means xy is equal to 90 degree. Cos 90 is 0. So x minus y is equal to 90 degree. Sorry, x minus y or x plus y. Cos x cos y minus sin x sin y is cos x plus y. So cos x plus y is equal to 0 means x plus y is equal to 90 degree. That's the concept. ഇനി ഇത് ചെയ്ത് നോക്കണ്ട. So you can by heart this as a standard result. Tan x into tan y is equal to 1 means x plus y is always equal to 90 degree. Now we need about sin x plus y means sin 90 degree. Easily the value is equal to 1. Right? The first option is the correct answer. Right. Now simplified value of cos pi by 15. Cos pi by 15 into cos of 2 pi by 15 into cos of 4 pi by 15 into cos of 8 pi by 15. So you are familiar with this one, right? So concept is this one. Cos A, cos 2A, etc. Cos 2 raised to n minus 1 into A is equal to sin of 2 raised to n into A divided by 2 raised to n into sin A. This is the shortest procedure to find the value of the product of cosine. So cos A
cos 2a, next one is cos 2 square a, next cos 2 cube a, etc. cos 2 raised to n minus n factors are there. So value is sine of 2 raised to n into a divided by 2 raised to n into sine a. This is the result to be by heart at. So in our case, a is equal to pi by 5, pi by 15. And here 2, then 2 square, then 2 cube. So n minus 1 is equal to 3. So this is the angle A. So this will be equal to sine of 2 raised to n means 2 raised to 4 into A means pi by 15 divided by 2 raised to n, that is 2 raised to 4 into sine A, that is pi by 15. Sine of 2 raised to n into A divided by 2 raised to n into sine A. This is the shortest form. And you can simplify this one, that is sine of 16 pi by 15 upon 16 into sine pi by 15. So this can be written as sine of pi plus pi by 15 divided by 16 into sine pi by 15. And again, sine pi plus pi by 15 is minus sine 15 because that's the third quadrant. So minus sine pi by 15 upon 16 into sine pi by 15, and they get cancelled, meaning is minus 1 by 16 is the correct answer. So second option is the correct answer. Not second option, third option, that is minus 1 by 16 is the correct answer. Clear? Right. So next one is very simple. Root of 1 minus sin x divided by 1 plus sin x. So the numerator 1 minus sin x, denominator 1 plus sin x, so you can multiply numerator denominator by 1 minus sin x, right? So numerator is 1 minus sin x the whole square. When you multiply numerator and denominator by 1 minus sin x, denominator is 1 plus sin x into 1 minus sin x within radical sign. In the same way, second one, you can multiply numerator and denominator by 1 plus sin x. So numerator is 1 plus sin x the whole square. And denominator is 1 minus sin x into 1 plus sin x. So denominator is 1 minus sin square x, that is cos square x, right? Here also cos square x. A minus b into a plus b is a square minus b square, that is 1 minus sin square x is the denominator, and 1 minus sin square x is cos square x. So numerator and denominator perfect square. So the value is equal to 1 minus sin x divided by cos x plus 1 plus sin x divided by cos x whenever you take the square root. Take the positive square root. And this equal to 1 minus sin x, denominator same, is right? Denominators are same. So 1 minus sin x plus 1 plus sin x divided by cos x. So these two get cancelled, and 2 by cos x is 2 times sec x. That's the first option is the correct answer. 2 by cos x is 2 sec x. Now next one, sum of the series cos pi by 11, cos 3 pi by 11, etc. Okay, you have a short form. Cos alpha plus beta, cos alpha plus 2 beta, etc. Cos alpha plus n minus 1 into beta. There are n terms. N terms are there. N terms of the series are there. ഇതിനകത്ത് angles okay, angles are in AP. പക്ഷേ AP result apply ചെയ്യാൻ പറ്റില്ല because cosine function outside കിടക്കുന്നു. And the sum is equal to sine of n into beta by 2 divided by sine beta by 2 into cosine of the first angle plus last angle divided by 2. First angle plus last angle divided by 2. So this will be the sum of the given series. If it is sine series, the only difference is instead of cos you write sine. Sine of first angle plus last angle divided by 2. ഇതാണ് ഫോം. ഇനി ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേസിൽ എന്താണ് ആൽഫ എന്താണ് ബീറ്റ നോക്കാം. So here alpha is equal to pi by 11 and beta is equal to 2 pi by 11. കാരണം 2 pi by 11 ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. Is right? Because pi by 11 plus 3 pi by 11 plus then 5 pi by 11. So 2 pi by 11 is beta. How many terms are there? 5 terms are there. 1, 2, 3, 4, 5 terms are there. So n is equal to 5.
സോ ഇത്രയും ഡേറ്റ നമ്മുടെ കയ്യിലിരിക്കുക. സോ യു ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. ഈ റിസൾട്ടിനകത്ത് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിക്കോസ് എ കൊസൈൻ സീരീസ് ആണ് കോസ് തന്നെ വരും. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സൈൻ ഓഫ് 5 into n is equal to 5. Beta 2 pi. 2 pi by 11 divided by 2 divided by sine of 2 pi divided by 11 into 2. Is right? Into cos of first angle is pi by 11 plus last angle is 9 pi by 11 divided by 2. So this is the sum. ഇനി സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സിലാണ് പോകേണ്ടത്. ജസ്റ്റ് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ വാല്യൂ എഴുതി വെച്ചിരിക്കുകയാണേ. നൗ വി ക്യാൻ സിംപ്ലിഫൈ ദിസ് വൺ. ദിസ് ഈക്വൽ ടു സൈൻ ഓഫ് 5 pi by 11 because 2 get cancelled divided by sine pi by 11 is right into cos of here 10 pi by 11 divided by 2, that is 5 pi by 11. So that simplification process is over. And here the angles are same. If suppose we have a 2 here, we can apply 2 sin x cos x, that is sin 2x. So we are going to multiply numerator by 2 and divide by 2. And the numerator is 2 sin 5 pi by 11 into cos of 5 pi by 11. Divided by sin pi by 11. Now numerator is 2 sin x cos x is sin 2x. അപ്പോൾ numerator എന്തായി മാറി നോക്കിയേ, sin 2x means sin of 10 pi by 11. That's the numerator now. And the denominator is 2 into sin pi by 11. Clear? Because 2 sin x cos x is sin 2x. 2 times the angle. 2 times means 10 pi by 11. That's here. Now some more simplification is possible. This equal to sin of pi minus pi by 11. Because 11 pi minus pi is 10 pi. Okay, write 2 divided by sin pi by 11. And sin pi minus pi by 11 is sin pi by 11 because the angle is in the second quadrant, that is positive. That is equal to sin of pi by 11 divided by 2 into sin pi by 11, and these two get cancelled, remaining is 1 by 2. So the answer is the third option, 1 by 2. Now the simplified value of, okay, step by step ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് ഇതിൻ്റെ എക്സ്റ്റൻഡ് ഫോം ചോദിക്കാൻ സാധ്യതകളാണ്. അതുകൊണ്ടാണ് എലമെൻ്ററി പോയിന്റ് എടുത്തിട്ടേക്കുന്നത് നമ്മൾ. ഇതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. എനിക്ക് 2021 മറ്റോ മെയിൻസിന് ചോദിച്ചിരിക്കുന്നത് എക്സ്റ്റെൻഡ് ഫോമാണ്. ആ എക്സ്റ്റെൻഡ് ഫോം ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഈസിയായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ പാറ്റേൺ കിട്ടാൻ പറ്റുള്ള ക്വസ്റ്റൻ ആയത് പ്ലസ് 2 പ്ലസ് 2 കോസ് 2 തീറ്റ. So this is equal to root of 2 plus root of 2 plus. So here we can take 2 as common factor. Okay, that is root of 2 into 1 plus cos 2 theta. Right? So 2 into 1 plus cos 2 theta is 2 plus root of 2 plus root of 2 into 1 plus cos 2 theta is 2 cos square theta, half the angle. 2 cos square theta, half angle formula. 1 plus cos theta is 2 cos square theta. So this becomes 2 square into cos square theta. When you take the square root, that becomes 2 cos theta. That's equal to 2 plus 2 into plus root of 2 plus 2 cos theta. Because we are taking the square root of that quantity. Again, you can take 2 as common factor from there. So that is equal to root of 2 plus 2 into 1 plus cos theta, right? And that is equal to 2 cos square theta by 2. So this is equal to root of 2 plus root of 2 into 2 cos square theta by 2, half angle again. So then whenever you take the square root of that quantity, that becomes 2 cos theta by 2. That is 2 plus 2 cos theta by 2. Again you take common factor 2, that is equal to 2 into 1 plus cos theta by 2, right? And 1 plus cos theta by 2 is 2 cos square theta by 4. That is 2 into 2 cos square theta by 4. Take the square root, that is equal to 2 cos theta by 4 is the answer. So third option is the correct answer.
ക്ലിയർ? സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയാൽ ഇത് ജനറലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെ എന്ത് ഫോമിലാണ് ഈ ആംഗിൾ റെഡ്യൂസ് ചെയ്യുന്നത് മാത്രം നോക്കി വെച്ചാൽ മതി. റൈറ്റ്? ഓക്കെ. ഇവിടെ തന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ആംഗിൾ റേഡിയൻസിലും ഡിഗ്രീസിലും തന്നെ. ഡിഗ്രി സൈൻ ഇല്ലാത്ത എല്ലാം റേഡിയൻസാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ദ വാല്യൂ ഓഫ് sin 5 ഈസ് നെഗറ്റീവ്. sin 5 റേഡിയൻസ് ആണ്. ഓക്കെ. 5 മീൻസ് നോക്കെ ഒരു റേഡിയൻ ഈസ് ഈക്വൽ ടു 57 ഡിഗ്രി 16 മിനിറ്റ്സ് അപ്രോക്സിമറ്റ്ലി 22 സെക്കൻഡ്സ്. ഇതാണ് നമ്മുടെ റിസൾട്ട്. വൺ റേഡിയൻ ഈസ് ഈക്വൽ ടു 57 ഡിഗ്രി 16 മിനിറ്റ്സ് 22 സെക്കൻഡ്സ്. ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെങ്കിലും ഓർമ്മിച്ച് വെച്ചേക്കണം. 57 ഡിഗ്രി അപ്രോക്സിമറ്റ്ലി 57 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 5 റേഡിയൻസ് ഈക്വൽ ടു 57 ഇൻറ്റു 5 ഡിഗ്രീസാണ്. 285 degrees വരും almost. And 285 degrees in the fourth quadrant, right? 285 degrees in the fourth quadrant and sin the fourth quadrant is negative. So the first option is correct. Not true ആ ചോദിച്ചിരിക്കുന്നത്. The first option is correct. Clear? Now the second option. 8 radians lies in the second quadrant. 8 radians means 57 into 8. Approximate value എടുക്കണേ. ആ മിനിറ്റ്സും സെക്കൻഡ്സും നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് എടുക്കണം. അത് മതിയാണ്. 456 അല്ലേ? Yes, 456 degrees there. 360 degree can be subtracted. 456 minus 360 degree. Subtracted 6. ഇവിടെ 9. So 96 degrees വധിക്കുന്നു. 96 degree is in the second quadrant. Is it right? 90 degree in the first quadrant, 96 degrees in the second quadrant. So 8 radians in the second quadrant. That also right. No problem. Right? And the next one is sin 2 degrees greater than sin 2. Yes, clearly greater than. കാരണം ഈ 2 എന്ന് പറയുന്നത് സം 1 അല്ലേ വരുള്ളൂ. sin 2 57 into 2. So 1 something 114 അല്ലേ? 114 degree. 114 degree എന്ന് പറയുമ്പോൾ there is in the second quadrant. Sin is positive. So ഇവിടെ sin 2 degree is very small quantity. Right? It is very small quantity. So this will be greater than sin 2 is, that is wrong. In your cos phi is positive. Cos phi is positive because that cos phi is in the other quadrant വരുന്നത്. That is the fourth quadrant. This is fourth quadrant. നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത fourth quadrant ആണ് വരിക. Fourth quadrant cosine function is positive. So the only possibility is sin 2 degrees greater than sin 2 is wrong. Clear? So that is wrong. So the answer is third option. Right? Third option is not true. Now 19th. Sin x plus cos x is equal to a and sin raised 6 plus cos raised 6 in terms of a വേണ്ടത് അല്ലേ? അപ്പോൾ നോക്കേ. So sin raised to 6 plus cos raised to 6. ഇതിന് ഐഡൻറ്റി പോലെ ഓർത്തോളേ. 1 minus 3 into sin square x into cos square x. ഇത് വേണമെങ്കിൽ എഗെയിൻ മാറ്റാം. എഗെയിൻ മാറ്റിയിട്ട് ഒരു ഫോം ഇതാ 1 minus 3/4 into sin square 2x. This also can be used. അപ്പോൾ രണ്ട് ഫോം ഓർത്തോളൂ. ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് എടുക്കാം. സോ ഇതാണ് നമ്മുടെ sin raised 6 plus cos raised to 6. That is 1 minus 3 into sin square x into cos square x. So let us consider sin x plus cos x. Sin x plus cos x equal to a. നമുക്ക് ഇതാ വേണ്ടത്. സോ സ്ക്വയർ ചെയ്യുക. That is sin square x plus cos square x plus 2 into sin x into cos x equal to a square. So this becomes 1. That is 2 times sin x into cos x equal to a square minus 1. Or sin x into cos x equal to a square minus 1 divided by 2. But we need sin square x into cos square x. So square of this quantity. Sin square x into cos square x is equal to a square minus 1 the whole square divided by 4. And we need 3. So you multiply by 3. So now this is equal to 1 minus 3 into a square minus 1 divided by 4. So that is the second option. The whole square is there. That is the second option. Right? Second option is not second option. Which one is the answer? Sorry, first option. 1 minus 3/4 into
a square minus the whole square. That's the first option is the correct answer. So 1. Right. Now 20th question. 8 into sin x by 8 into cos x by 2 into cos x by 4 into cos x by 8. ഇത് വലിയ ഫോർമുലയും കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പോകരുത്. ചെയ്താൽ ചെയ്യാം, വേണ്ട. Now we can combine these two. So that is sin x by 8 into cos x by 8, and you can put some 2 there. That 2 is taken from here, so 4 remains. And cos x by 2 into cos x by 4 remains. And this is 2 sin x cos x. So it is there, sorry. 2 sin x cos x, that is sin 2x. That is 4 into sin 2x means x by 4 into cos x by 2 into cos x by 4. So now we can combine these two. That is 4 into 2 also can be taken. 2 into sin x by 4 into cos x by 4 into cos x by 2. Again double angle. That is 2 into sin x by 2, and you can combine with cos x by 2, and that is again sin x. So simplified answer is sin x. So second option is the correct answer. Just arrangement മാത്രമേ ഉള്ളൂ, പറഞ്ഞുമേ ഇല്ല. Now 21st question. The length of the minute hand of a 12-hour clock is 1.5 centimeters. The approximate distance describe the tip of the hand in 40 minutes. നിങ്ങൾ കണക്കറിയാം, ഓക്കെ? മിനിറ്റ് ഹാൻഡ് ഓഫ് എ 12-hour ക്ലോക്ക് ഒരു മിനിറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആംഗിൾ ഈസ് 6 degrees. കാരണം 360 degree ഡിവൈഡ് ബൈ 60. ഇതല്ലേ ഒരു മിനിറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആംഗിൾ. അങ്ങനെ 40 മിനിറ്റ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 40 മിനിറ്റ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആംഗിൾ മീൻസ് 6 into 40 so much degrees. That is 240 degrees. ഈ 240 ഡിഗ്രീസിലാണ് ഈ ടിപ്പ് ഓഫ് ദി മിനിറ്റ് ഹാൻഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് വേണ്ടത്. ആൻഡ് ദിസ് ഈസ് 1.5, ദിസ് ഈസ് 1.5, ആൻഡ് ദിസ് ആംഗിൾ നമുക്കറിയാം 240 degree, ആൻഡ് ദിസ് ലെങ്ത് ഈസ് നീഡഡ്. മീൻസ് the arc length of a sector is to be calculated, and the relation is L is equal to R theta, but theta should be in radians. So R is known, that is 1.5 into theta is only degree, so we can convert into radians, pi by 180. So these two zeros get cancelled. 6 can be cancelled. 4 by 3, 4 pi by 3, 4 pi by 3, right? That's the theta. Now theta is equal to 4 pi by 3, because radians നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഡിഗ്രീസ് യൂസ് ചെയ്യാൻ പറ്റില്ല. So you can simplify. So when you can simplify this one, 0.5 into 4 pi. But the answer is not in terms of pi, only in decimal. So you can replace this by, this is actually 0.2, am I right? 0.5 into 4 into pi. So this is equal to 2 into pi. The pi is 3.14. 0.5 into 4 is 2. 2 into 3.4 is 6.28. This is the approximate distance described by the tip of the minute hand. That's this distance. This is 6.28. So the third option is the correct answer. Second, 22nd. Tan alpha and tan beta roots of the equation x square minus px plus q is equal to. So ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. സോ നമുക്കറിയാം ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ax square plus bx plus c equal to 0, then sum of the roots equal to minus b by a, and product of roots equal to c by a. So these are the relation between roots and coefficients of a quadratic equation. Ax square plus bx plus c equal to 0, and the sum of the roots equal to minus b by a, and product of the roots equal to c by a, right? ഇവിടെ given that tan alpha and tan beta roots of this equation, instead of alpha and beta we have tan alpha and tan beta. So by the relation between roots and coefficients, tan alpha plus tan beta is equal to minus b by a is p, and product of roots tan alpha into tan beta equal to c by a, that is equal to q.
So tan alpha plus tan beta is equal to P, and tan alpha into tan beta is equal to Q. Now we need the value of sin square alpha plus beta, but we can directly find the value of sin square alpha plus beta. We can calculate the value of tan alpha plus beta. Tan alpha plus beta is equal to tan alpha plus tan beta divided by 1 minus tan alpha tan beta. This is the value of tan alpha plus beta, and that is equal to P divided by 1 minus Q. This is the value of tan alpha plus beta. From here you can try to calculate the value of sin alpha plus beta and take the square of that one. Okay. Now just construct a triangle. This is alpha plus beta. And tan is P divided by 1 plus 1 minus Q means this is P and this is 1 minus Q. So hypotenuse is sum of the squares of this quantity with a radical side. That is P square plus 1 minus Q the whole square. Simplify because answer is in the same form. So now we calculate sin alpha plus beta. So sin alpha plus beta is opposite side divided by hypotenuse P square plus 1 minus Q the whole square. But we need a square of this quantity. So sin square alpha plus beta is equal to P square upon P square plus 1 minus Q the whole square. So that's a third option. Right? Let A be a set having number of elements 3, maximum number of symmetric relations. Relations the concept of Korea. If the set A has n elements, അല്ലെങ്കിൽ m elements ഉണ്ടെന്നിരിക്കട്ടെ, total number of symmetric relations from A to A is 2 raised to m into m plus 1 divided by 2. ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ പലപ്പോഴായിട്ട് നമ്മൾ JE ക്ലാസ്സിനകത്തായാലും ക്ലാസ് റൂമിനകത്തായാലും നിങ്ങൾ ബാക്കിയുള്ള ബാച്ചസിനെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് ഈസ് 2 raised to m into m plus 1 divided by 2. Here m is equal to 3. So total number of symmetric relations is 2 raised to 3 into 4 divided by 2, that is equal to 2 raised to 6 equal to 64 total relations can be formed. So the answer is the third option. Within seconds you can write the answer. Okay. Let A be the set of exactly 3 elements and B another set having 4 elements. So n of A is equal to 3 and n of B is equal to 4. ഇനി പറഞ്ഞിരിക്കുന്നു capital N denotes the number of surjective functions from B. ഇവിടെ m denotes the number of injective functions. So m is the number of injective functions, one-on functions, and from A to B. And n is the number of surjective functions from B to A. തിരിച്ചാ okay. If n of A is equal to m and n of B is equal to n, then the total number of one-on functions or injective functions from A to B is but from A to B is npm. npm, that's a permutation. npm, that's equal to ഇവിടെയാണെങ്കിൽ എന്ത് വരും നോക്കേ. Here A contains 3 elements and B contains 4 elements, means here this 4p3, that is equal to 4 into 3 into 2 equal to 24. So the value of m is 24. m is equal to 24. So one value is got. ഇനി n എന്താ ഡിനോട്ട് ചെയ്യുന്നത്? n denotes the number of surjective functions from B to A. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, B to A യോ എന്തോ ആയിക്കോട്ടെ. Suppose number of elements the set B is m and number of elements in A is n, then the number of surjective functions from B to A is nc0 into nc0 n raised to m minus nc1 into n minus 1 raised to m plus nc2 into n minus 2 plus nc2 plus nc2 into n minus 2 raised to m minus etc. എപ്പോഴാണോ ഈ n minus 2 n minus 3 എന്നുള്ള 0 ആവുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്തോളാം. This is the number of surjective functions. And in our case, number of elements in B is 4
and number of elements in A is 3. Meaning A is equal to 3 and M is equal to 4. A is equal to, sorry, N is equal to 3 and M is equal to, small L ആണ്. So this is equal to 3 raised to 4 minus 3C1 into 3 minus 1, that is 2 raised to 4, plus 3C2 into 2 minus 1, 1 raised to 4. ഇനി എഴുതണ്ട, കാരണം 0 ആയി പോകും. ഇവിടെ വെച്ച് നിർത്താം. ഇനി കാൽക്കുലേഷൻ. This is 81 minus 3 into 16 plus 3C2 is 3, that is 3. So 81 plus 1 is 84. Then 3 into 16. 16 into 3, 18. Then 4, 48. So 48 will be subtracted. 84 minus 48, that is, so here it is 6 and 3, 36. 36 is M is 24 and N is equal to 36. Now substitute there. So 1 M minus 1 N determinant, that is equal to 1, what is M? M is equal to 24. So 24, then minus 1, 36. That is equal to 36 plus 24. When you expand the determinant, 36 minus 24 is 24. So what is value? 36 plus 24 is 60. So value is equal to 60 there. So that 2 by 2 determinant expands. Just value would determinant expand here. So answer is 60. Now 25. A be a set containing 4 elements, that the minimum number of elements reflect. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഒരു സെറ്റിനകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. സപ്പോസ് എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എം. ഈ എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ റിഫ്ലക്സീവ് റിലേഷൻ ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ഇൻ ദാറ്റ് റിലേഷൻ ഷുഡ് ബി ഈക്വൽ ടു എം. അതിൽ കുറഞ്ഞൊരിക്കലും വരാൻ പറ്റില്ല, കൂടാം, പക്ഷെ അതിൽ കുറഞ്ഞൊരിക്കലും വരില്ല. Right? So minimum number of elements must be equal to m. So here only 4 elements in A, meaning the minimum number of elements in a reflexive relation should be 4. കാരണം അതിനകത്ത് പോകുന്ന ഓക്കെ എക്കകത്ത് 1 2 3 ആണ് കിടക്കുന്നതെങ്കിൽ മിനിമം റിഫ്ലക്സീവ് റിലേഷൻ വരുമ്പോൾ 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം. ഇതെങ്കിലും ഇല്ലെങ്കിൽ റിലേഷൻ ഒരിക്കലും റിഫ്ലക്സീവ് ആവില്ല. എവറി എലിമെന്റ് ഷുഡ് ബി റിലേറ്റഡ് ഇറ്റ് സെൽഫ് എന്നല്ലേ പറയുക. സോ മിനിമം ഇത്ര എലിമെന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഓർഡേർഡ് ബേസ് ഉറപ്പായിട്ടുണ്ടെങ്കിൽ മാത്രമേ റിലേഷൻ ഉണ്ടാവുള്ളൂ, റിഫ്ലക്സീവ് ആവുള്ളൂ. സോ ഹിയർ ദ ആൻസർ ഈസ് 4. സോ ദ ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്? ഓക്കെ. 26. നോ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ എഫ് എഫ് എക്സിനെ, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ കാര്യം കഴിയും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ 2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ. ദാറ്റ് ഈസ് 2 മൈനസ് എക്സ് റൈസ് ടു 25 അപ്പോൺ 2 into 2 plus x raised to 25 the whole raised to 1 by 50. So when you simplify, these two get cancelled. Remaining is 2 minus x raised to 25 into 2 plus x raised to 25 the whole raised to 1 by 50. Now dissolve the form a minus b into a plus b, that is a square minus b square, that is equal to 4 minus x raised to 50 raised to 1 by 50. So this is f of x. അപ്പോൾ നമ്മൾ ആ എഫ് ഓഫ് എക്സിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് വെച്ചു. ക്ലിയർ? എഫ് ഓഫ് എക്സ് ഈസ് ദിസ് വൺ. സോ വി കൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫോം അങ്ങ് മാറി കിട്ടി. നൗ അവർ എഫ് ഓഫ് എക്സ് ഈസ് 4 മൈനസ് എക്സ് റൈസ് ടു 50 ദ ഹോൾ റൈസ് ടു 1 by 50. ഇതാണ് എക്സ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ. നമുക്കിത് വേണ്ടത് എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്. സോ എഫ് ഓഫ് എക്സ്. So here this is equal to f of, what is f of x? F of x is equal to 4 minus x raised to 50 raised to 1 by 50. This is, നമുക്ക് ആദ്യം 2 എണ്ണം എടുക്കാം, പിന്നെ 3 എണ്ണം ആക്കാം. ഓക്കെ, ഇതിൽ നിന്ന് 3 എണ്ണം അല്ലേ വേണ്ടത്. സോ ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് എഫ് ഓഫ് എക്സ്. ചെയിൻ ആയിട്ട് പോകാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 4 മൈനസ് x raised to 50 raised to 1 by 50, because f of x is equal to this quantity. So instead of x here we have this one. Now choose this as
ഇതിനെ തൽക്കാലത്തേക്ക് ക്യാപിറ്റൽ എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത് the whole quantity. The whole quantity is taken as capital X. So now this is equal to f of capital X. So f of x is equal to this quantity. So f of capital X is equal to 4 minus capital X raised to 50 is right, the whole raised to 1 by 50. Capital f of capital X is equal to 4 minus capital X the whole raised to 50, the whole raised to 1 by 50. Now we can replace capital X by its value. So this is equal to 4 minus x raised to 50 raised to 1 by 50 adinda raised to 50, because now this is the whole quantity which represents x. Idan x adinda raised to 50 തീർന്നില്ല, the whole raised to 1 by 50. ഈ എക്സ് ആണ് ക്യാപിറ്റൽ എക്സിന് കറസ്പോണ്ടിങ് ആണ് ഇത്രയും കോട്ടി നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ് റൈസ് ടു 50 മീൻസ് ഹിയർ 50 is there. Now again 50 get cancelled. Remaining is 4 minus x raised to 50. The whole raised to 1 by 50. Now when you open the bracket, 4 and 4 get cancelled. It becomes plus. That is x raised to 50. The whole raised to 1 by 50. And that is equal to x. Clear? So f of x becomes x. ഇതാണ് simplest form എന്ന് പറയാ. So f of x is equal to x. So now we can replace this by x. ഇനി വേണ്ട എന്താ, ഒരു പ്രാവശ്യം f എടുത്താലേ 3 times ആവുള്ളൂ. Now we can take f of x equal to, and this equal to x, so that is equal to f of x, meaning 4 minus x raised to 50 the whole raised to 1 by 50. So this is f of x. And what is g of x? G of x is sum of f of x and f of x. So g of x is equal to sum of these two, that is 4 minus x raised to 50 raised to 1 by 50 plus. So what is f of x? That is equal to x. So second term is x. And we need the value of g of 1. So g of 1 is equal to 4 minus 1 raised to 50 is 1 raised to 1 by 50 plus x. Means x means 1. Idinde greatest integer less than or equal to g of 1 means the greatest value is needed. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് നമുക്ക് ഗ്രേറ്റസ്റ്റ് വാല്യൂ എടുക്കാവേ. ഇത് ആക്ച്വലി 3 raised to 1 by 50 ആണ്, പ്ലസ് 1 ആണ്. ഈ 3 raised to 1 by 50 അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് വേണം. Suppose we are going to take the value of 3 raised to 1 by 8. This is 1.78 something, right? 3 raised root 3, 1.7 something. So 1.78 whatever it may be. That is 1.7 ആണ്. അപ്പോൾ 3 raised to 1 by 8 എടുത്താൽ 1.7 വരുമെങ്കിൽ 3 raised to 1 raised 50 എടുത്താലും 1-നേക്കാളും വലുതായിട്ട് നിൽക്കത്തുള്ളൂ, ചെറുതാവില്ല ഒരിക്കലും. 1-ന്റെ സ്ക്വയർ റൂട്ട് എത്ര എടുത്താലും 1 അല്ലേ, ക്യൂബ് റൂട്ട് ഓഫ് 10th റൂട്ട് എടുത്താൽ ഒരു വാല്യൂ 1 അല്ലേ വരുള്ളൂ. അപ്പോൾ 1 point something എടുത്താൽ ഒരിക്കലും 1-ന്റെ താഴെ വരില്ല. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സം 1 point some quantity plus 1. So result will be 2 point some decimal quantities there. And the greatest needed value of 2 point something is 2 itself. So the value is equal to 2. The greatest needed value of the whole quantity is equal to, so the answer is 2. ഇവിടെ നോക്കാം, ഇവിടെ 1 plus 1 2 point something വരത്തുള്ളൂ. ഗ്രേറ്റസ്റ്റ് വാല്യൂ is ഉറപ്പായിട്ടും 2 താഴെ പോവില്ല. So the value is equal to 2, right? So answer is second option 2. 27th. Range of the real function, that is very easy. We know a sin x plus or minus b cos x. The maximum value is root of a square plus b square, and minimum value is minus root of a square plus b square. And this will be the range of the function root of minus a square plus b square, and root of a square plus b square is the range of a sin x plus or minus b cos x. That's a closed interval. So here a is equal to 3 and b is equal to 4. ഇത് തിരിച്ചാലും കുഴപ്പമില്ല കേട്ടോ, തിരിച്ചാലും കുഴപ്പമില്ല. So a square plus b square root is 5. So the minimum value is minus 5 and maximum value is 5. So this is the range. And this is alpha, this is beta. And we need the value of beta minus alpha. This is equal to 5 minus 5. That is equal to 10. So answer is 10. That's very simple one. Cos x plus cos y is 3 by 2. And sin x plus sin y is equal to 4.
3/4. ഇത് നമുക്ക് ഒരുപാട് ഫാമിലി ഇത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ cos x plus cos y, cos x plus cos y is equal to 3/2 and sin x plus sin y is equal to 3/4. The method is you just transform this into product form. So this is cos x plus cos y is 2 times cos of x plus y by 2 into cos of x minus y by 2. What is that? So first one is cos x plus cos y is equal to 3/2. We can convert into product. 2 times cos of x plus y by 2 into cos of x minus y by 2 equal to 3/2. Next one is sin x plus sin y. Sin x plus sin y is equal to 3/4. So this also can be converted product form. 2 times sin x plus y by 2 into cos of x minus y by 2 equal to 3/4. So you divide these two quantities. You can divide this by this one. Okay, this is one number. This is the second. So you can divide first by second. First means second is the first and this is the first, second. So that becomes 2 times sin of x plus y by 2 into cos of x minus y by 2 upon 2 times cos of x plus y by 2 into cos of x minus y by 2 equal to 3/4 upon 3/2. So here 2 get cancelled, cos get cancelled, here 3 get cancelled and this becomes 1/2 and that implies tan of x plus y by 2 is equal to 1/2. So using this result you can calculate sin x plus y, cos x plus y, tan x plus y, whatever may be. The method is sin 2x is equal to 2 tan x divided by 1 plus tan square x. So you can make use of this identity 2 tan x upon 1 plus tan square x. So here x is x plus y by 2. So we can calculate sin of alpha plus beta is equal to 2 tan alpha plus beta by 2 upon 1 plus tan square alpha by 2, alpha plus beta by 2. Tan square alpha plus beta by 2. Just give the values there. That's equal to 2 into 1/2 upon 1 plus 1/4. So these two get cancelled. Remaining is 5/4. That's equal to 4/5. So this is the value of sin alpha plus beta. Sin alpha plus beta is 4/5. But we need the value of 5 times sin x plus y. So x plus y. So not alpha plus beta. X plus y. Right. Sorry. So here also x plus y. You can convert all the things as x plus y by 2. Okay. So here also x plus y by 2. So sin of x plus y is equal to 4/5, meaning 5 times sin of x plus y equal to 4. Clear? So that is the 28th. Now 29th. Sec x plus secant square x is equal to 1. Then the value of the amount. Okay. So simple thing. Okay. Sec x is equal to 1 minus secant square x. Right? That secant square is taken to the other side. So this is equal to minus tan square x because secant square x minus 1 is equal to tan square x. Secant square x minus 1 is equal to tan square x. So 1 minus secant square x is minus tan square x. So sec x is equal to minus tan square. Let us square on both sides. That is secant square x is equal to tan raised to 4x. Negative sign has gone. Now this secant square x can be written as 1 plus tan square x. 1 plus tan square is equal to tan raised to 4x. But in the question we need tan raised to 8. So again we can take the square. In square here. Tan raised to 8 out of no. Out the square here. Okay. In square is 1 plus tan square x the whole square equal to tan raised to 8x. Now we expand here. A plus b the whole square. Expansion. That will give the answer. Right? 1 plus 2 tan square x plus tan raised to 4x
equal to tan raised to 8. ഇനി എല്ലാം കൂടെ നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പർ സൈഡിൽ കൊണ്ടുപോവാം. So 1 is equal to tan raised to 8x minus tan raised to 4x minus 2 tan square x. But we need one more 1 plus 1. That is, here also you have to add 2 is equal to tan raised to 8x minus tan raised to 4x plus 2 tan square x plus 1. So the answer is 2. 30th question. Okay. Cos 20 degree, cos 40 degree, cos 60 degree, cos 80 degree. Right? ഇവിടെ നോക്കേ, you can make this of this one. Sin x, sin 60 degree minus x into sin 60 degree plus x equal to 1 by 4 of sin 3x. This is for sin product. Cos product is same. Cos x, cos 60 plus x into cos 60 plus x. Again 1 by 4 into 1 by 4 into cos 3x. This is the result. ഇത് രണ്ട് വർക്കാണ്. ഇനി ടാൻ വരുമ്പോഴത്തേക്ക് ഈ 1 by 4 ഉണ്ടാവില്ല, ടാൻ 3x പറ്റില്ല, കാരണം കോഷ്യൻ്റ് ഇല്ലേ വരിക. ഇവിടെ നോക്കിയ സെയിം ഫോമിൽ കിടക്കുക, പക്ഷെ നമുക്ക് അതിനകത്ത് അറിയാവുന്ന വാല്യൂസ് ഉണ്ട്, അതിനങ്ങ് മാറ്റിക്കോണേ. മാറ്റുമ്പോഴത്തേക്കേ cos 60 is down, cos 60 is 1 by 2. So this cos 60 has taken. In remaining is cos 20, cos 80, then cos 40. That is cos 20 into cos 40 into cos 80. This is 60 minus 20. This is 60 plus 20. Right? So same form. So that is equal to 1 by 2 into, again 1 by 4 into this 1 by 4. Into cos of 3 into 20, that is 60. And cos 60 is again 1 by 2. So remaining is 1 by 2 into 1 by 4 into 1 by 2. So the whole quantity becomes 16. So this is equal to 1 by 16. But the question is 32a. A is the value of this one. So a is equal to 1 by 16 now. A equal to 1 by 16. Meaning 32a is equal to 32 by 16, that's equal to 2. So the answer is 2. നിങ്ങൾക്കെല്ലാം ഫെമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സും തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. ഓക്കെ, റൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞ എഞ്ചിനീയറിംഗിൻ്റെ സിയോട്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നല്ല ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ സെക്ഷൻ എയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, എ ട്രെയിൻ ഈസ് മൂവിങ് നോർത്ത് വിത്ത് സ്പീഡ് 20 meter per second. ഇഫ് ഇറ്റ് ടേൺസ് വെസ്റ്റ് ദെൻ മൂവ് ദ സെയിം സ്പീഡ് ദെൻ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി വിൽ ബി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഡയറക്ഷൻ ഒന്ന് വരച്ച് നോക്കണം. പിന്നെ ഏതാ നോർത്ത് ഇതാണ്. ഇപ്പോൾ നോർത്ത്, ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്. അപ്പോൾ അത് ഈ ട്രെയിൻ പോകുന്നത് എങ്ങോട്ടാണ്? നോർത്തിലേക്കാണ്. പിന്നെ അത് എങ്ങോട്ട് ടേൺ ചെയ്ത് വെസ്റ്റിലേക്ക്. ഇപ്പോൾ ഇവിടെ V1 ഫസ്റ്റ് വെലോസിറ്റി നോർത്തിലേക്ക്, സെക്കൻഡ് വെലോസിറ്റി വെസ്റ്റ്, ഇത് V2 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട വെച്ചാൽ നമുക്കിവിടെ V2 മൈനസ് V1 ആണ് വേണ്ടത്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി പറയുമ്പോൾ ഡെൽറ്റ വി എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് V2 മൈനസ് V1 എന്ന് പറയുമ്പോൾ V2 പ്ലസ് മൈനസ് V1. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്യണം? മൈനസ് V1 V2 ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം മൈനസ് V1 വരയ്ക്കണം. ഇതാണ് മൈനസ് V1. എന്നിട്ട് നമ്മൾ ഈ V2ഉം മൈനസ് V1 കൂടെ ആഡ് ചെയ്യുക, പാരലോഗ്രാം വരയ്ക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ചേഞ്ച് വെലോസിറ്റി ഡെൽറ്റ വി. പിന്നെ ഇവിടെ V1 V2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് വെലോസിറ്റിയിൽ √V1² പ്ലസ് V2² ആയിരിക്കും. അപ്പോൾ √20² പ്ലസ് 20². അപ്പോൾ ആൻസർ 20√2. ഡയറക്ഷൻ പറയുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ് ആയിരിക്കും ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, കൺസിഡർ ദി ഫോളോയിങ് ഇക്വേഷൻ ഓഫ് ബെർണോളിസ് തിയറം. P പ്ലസ് ഹാഫ് ρv² പ്ലസ് ρgh ഈസ് കോൺസ്റ്റൻറ്റ്. ദ ഡയമെൻഷൻ ഓഫ് K by P ആർ സെയിം ആസ്. അപ്പോൾ P പ്ലസ് ρgh പ്ലസ് ρv²/2 ഈസിക്കലി കോൺസ്റ്റൻറ്റ് K ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ ഇവിടെ ഡയമെൻഷൻ ഓഫ് പിയും ആരും ഈക്വലാണ്. ഡയമെൻഷൻ ഓഫ് പ്രഷറും ഡയമെൻഷൻ ഓഫ് കെയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് K by P എന്ന് പറയുന്നത് 1 ആയിരിക്കും. അല്ലെങ്കിൽ
എം റേസ് 0 എൽ റേസ് 0 ടി റേസ് 1 ആയിരിക്കും. ഇത് ആംഗിളിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ആംഗിൾ ഡയമെൻഷൻ ഇല്ല. സോ ദ ആൻസർ ഈസ് ആംഗിളാണ്. ആൻസർ ഓപ്ഷൻ 3 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് പെർഫോംസ് an experiment for determination of G is equal to 4 pi square L by T square, L is equal to 1 meter, and he commits an error of delta T, and he commits a human error of 0.1 second. For which of the following data the measure of G will be most accurate? അപ്പോൾ നമുക്ക് ഈ ഡേറ്റ നോക്കിയിട്ട് പറയാൻ പറ്റിയ കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഓസിലേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്മോൾ ഓസിലേഷൻ എടുക്കുന്നത് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ ഓസിലേഷനാണ് എടുക്കേണ്ടത്. പിന്നെ നമ്പർ ഓഫ് ഓസിലേഷൻ എങ്ങനെ ആയിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ 5 mm ആണ് ലെങ്ത്. അപ്പോൾ ലെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ ലെങ്ത് അല്ല, നമ്പർ ഓഫ് ഓസിലേഷൻ കൂടിയ ഒരു കേസ് എടുക്കുക. അപ്പം ഇവിടെ നമുക്കറിയാം ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കുറഞ്ഞ 2 കേസ് എടുക്കണം. 1 mm 1 mm ആണ്. അപ്പോൾ നമുക്ക് 3, 4 എടുക്കുക. തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ഇവർ 2 കേസിലും ആംപ്ലിറ്റ്യൂഡ് 1 mm ആണ്. അപ്പം ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കണം ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ രണ്ടതും ആംപ്ലിറ്റ്യൂഡ് 1 mm ആണ്. പിന്നെ നമുക്ക് എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് കൂട്ടുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് കേസിൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് 20 ആണ്. പക്ഷേ ഫോർത്ത് കേസിൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് 50 ആണ്. അപ്പോൾ ഈ 50 നമ്പർ ഓഫ് ഓസിലേഷൻ വരുന്ന കേസിലായിരിക്കും എറർ കുറവ്. അപ്പോൾ അവിടെ എടുക്കുമ്പോഴത്തേക്കും എറർ കുറവായിരിക്കും. അപ്പം നമ്പർ ഓഫ് ഓസിലേഷൻ കൂടിയതും എന്നാൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞതുമായിട്ടുള്ള ഏതാണ് കേസാണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല ഈ ഫോർത്ത് കേസിൽ നമുക്കറിയാം എറർ കുറവല്ലേ, 0.1 സെക്കൻഡ് ആയിരിക്കും ഹ്യൂമൻ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എറർ കുറവാണ്. അപ്പോൾ ഈ ഒരു കേസാണ് ഇപ്പോൾ ഫോർത്ത് ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് i plus j and j plus k. അപ്പോൾ നമുക്ക് എ ഡോട്ട് ബിയുടെ ഫോമിൽ എന്താണ്? എ ഡോട്ട് ബി എന്ന് പറയുമ്പോഴത്തേക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പോൾ ഇവിടെ i plus j ഡോട്ട് j plus k by the magnitude of I plus j 1 square per root of 1 square plus 1 square into root of 1 square plus 1 square. അപ്പോൾ ഇത് നമുക്ക് ഡോട്ട് ചെയ്യുമ്പോഴത്തേക്കും 1/2 എന്ന് വരും. അപ്പോൾ തീറ്റ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. തീറ്റയ്ക്ക് 60 ഡിഗ്രി. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. The solar constant may be defined as the amount of solar energy received per second square per minute. The dimension of solar constant. അപ്പോൾ സോളാർ കോൺസ്റ്റന്റ് നമ്മൾ എസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എനർജി റിസീവ്ഡ് പെർ ഏരിയ പെർ സെക്കൻഡ് ആണ്. ഏരിയ പെർ സെക്കൻഡ്. അപ്പോൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ml²T⁻²2 ബൈ ഏരിയ L² ബൈ ടൈം ടി. അപ്പോൾ ഇത് m⁻1 വരും, L⁻0 വരും, T⁻−0 വരും. ഇതായിരിക്കും ഡയമെൻഷൻ ഓഫ് സോളാർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. The potential energy of a particle varies with the distance x from a fixed origin as v is equal to a root x by x plus b, where a and b are constants, the dimension of a by b. ab. അപ്പോൾ v is equal to a root x by x plus b. അപ്പോൾ ഇവിടെ x എന്നാണ്. x എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് ബി ഡയമെൻഷൻ ഓഫ് എക്സും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ L ആണ്. ഓക്കെ, പിന്നെ ഇവിടെ അപ്പോൾ നമുക്ക് എഴുതാം ദെർഫോർ എനർജി ഈസ് ഈക്വൽ ടു എ റൂട്ട് എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. ബിക്കോസ് ഈ എക്സും ബിയും ഈക്വൽ അല്ല, രണ്ടും ഒരേ ഡയമെൻഷനാണ്. അപ്പം എ റൂട്ട് എക്സ് ബൈ എക്സ് നമുക്കിതിനെ എ ബൈ റൂട്ട് എക്സ് എഴുതാം. എ ബൈ റൂട്ട് എക്സ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു റൂട്ട് എക്സ് വരും. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് എ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് എനർജി എന്താണ്? ml²T⁻². റൂട്ട് എക്സ് ആകുമ്പോൾ L⁻1/2 വരും. അപ്പോൾ ഇത് ml3/2 T⁻² എന്ന് വരും. ഇതാണ് എ ഡയമെൻഷൻ. ഇപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് എ ബി ആണ് വേണ്ടത്. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ബി ഈസ് ഇക്വൽ ടു എക്ക് എത്ര കിട്ടിയത്? എക്ക് ml3/2 T⁻² ഇൻറ്റു L വരും. അപ്പോൾ ഇത് L² അല്ല, ഇപ്പോൾ L² ആകുമ്പോഴത്തേക്കും L⁻5/2 ആണ് കേട്ടോ. സോറി, ഇപ്പോൾ L⁻5/2. അപ്പോൾ ml⁻5/2 T⁻5 ഇപ്പോൾ ml⁻5/2 T⁻² എന്ന് വരും, ഇൻറ്റു L എന്ന് വരും. അപ്പോൾ ഇത് m⁻1 വരും, L⁻7/2 വരും, T⁻² വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. Given that the displacement of an oscillating particle is given by y is equal to a sin bx plus ct plus d, the dimensional formula of ABCD. അപ്പോൾ y is equal to a sin bx plus ct plus d.
നമുക്കിവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാണ്, പൊസിഷനാണ്, ടി ടൈമാണ്. അപ്പം ബി എക്സിന് ഇത് ആംഗിൾ അല്ലേ, ഇതെല്ലാം ആംഗിളാണ്. അപ്പോൾ ബി എക്സ് ആംഗിളാണ്, സി ടി ആംഗിളാണ്, ഈ ഡിയും ആംഗിളാണ്. അപ്പോൾ ഈ ഡയമെൻഷൻ ഓഫ് ബി എക്സ് എന്ന് പറയുമ്പോൾ ഡയമെൻഷൻലെസ് ആണ്, 1 എന്ന് ഇടാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ 1/x വരും, 1/x. ഇത് L⁻⁻1 വരും. പിന്നെ ഡയമെൻഷൻ ഓഫ് സി ടി അതും ആംഗിളാണ്, ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി എന്ന് പറയുമ്പോൾ 1/ഡയമെൻഷൻ ഓഫ് ടി വരും, അപ്പോൾ T⁻⁻1 വരും. ഓക്കെ, അതായത് ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ അല്ലേ, അപ്പം ആംഗിൾ ആയതുകൊണ്ട് ഡിക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഡി എന്ന് പറയുമ്പോൾ m⁻0 L⁻0 T⁻0 വരും. പിന്നെ ഈ സൈന് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വൈക്ക് ഈക്വൽ ആയിരിക്കും. വൈയും ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ ഇത് L വരും. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് ABCD ആണ് വേണ്ടത്, ABCD. ഇപ്പോൾ എക്ക് എത്ര ഡയമെൻഷൻ? എക്ക് L ആണ്, ബിക്ക് L⁻⁻1, സിക്ക് T⁻⁻1 വരും. അപ്പോൾ ഇത് m⁻0 L⁻0 T⁻⁻1 എന്ന് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. അതായത് ഫോഴ്സ് എഫ്, വർക്ക് W ആൻഡ് വെലോസിറ്റി V ആർ ടേക്കൺ ആസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ദെൻ ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ടൈം. അപ്പോൾ നമുക്ക് ടൈമിനെ ഫോഴ്സ് വെച്ച് ഇപ്പോൾ ടൈം എഴുതാം. ടൈം ഈസ് ഈക്വൽ ടു ഫോഴ്സ് റേസ് ടു എക്സ് എന്ന് എഴുതാം. ഫോഴ്സ് റേസ് ടു എക്സ്, വർക്ക് റേസ് ടു വൈ ആൻഡ് വെലോസിറ്റി റേസ് ടു ഇസഡ്. അപ്പോൾ ഇവിടെ രണ്ട് ചില ഡയമെൻഷൻ എഴുതുക. അപ്പോൾ m⁻0 L⁻0 T⁻1, ഇവിടെ ആണെങ്കിൽ ml T⁻2 ദ ഹോൾ റേസ് ടു എക്സ് വരും. ഇത് ml² T⁻2 ദ ഹോൾ റേസ് ടു വൈ. ഇവിടെ V വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ആകുമ്പോഴത്തേക്കും L T⁻1 റേസ് ടു ഇസഡ് വരും. ഇത് രണ്ട് ചിലം അറേഞ്ച് ചെയ്യുക. ഇവിടെ m⁻0 L⁻0 T⁻1, ഇവിടെ m⁻x+y L⁻x+2y പ്ലസ് ഇസഡ്, T⁻2x -2y മൈനസ് ഇസഡ് എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ x+y ഇക്വിറ്റി ചെയ്യുമ്പോഴത്തേക്ക് x+y എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ y = -x ആയിരിക്കും, y = -x. അതിനെ എല്ലിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ x+2y + z എന്തായിരിക്കും? 0. അപ്പോൾ ഈ y-ക്ക് വരെ -x കൊടുക്കുക. അപ്പോൾ x -2x + z = 0. അപ്പോൾ z - x = 0 എന്ന് വരും. അപ്പം x = z എന്ന് കിട്ടും, x = z. ഇനി എന്താണ്? അപ്പോൾ x z ആയതുകൊണ്ട് y - z ആയിരിക്കും. അപ്പോൾ y = -z. ഓക്കെ, ഇനി നമുക്ക് അടുത്തതാണ് -2x -2y - z = 1 എന്ന് വരും. അപ്പോൾ -2x, അതുപോലെ തന്നെ x z അല്ല, അപ്പോൾ -2z പിന്നെ y - z അല്ല, അപ്പം +2z - z = 1. അപ്പോൾ z നമുക്ക് -1 എന്ന് കിട്ടും, z is -1. അപ്പോൾ അവിടെ തന്നെ x എത്ര ആയിരിക്കും? x -1 ആയിരിക്കും, y എന്നുള്ളത് +1 ആയിരിക്കും. ഓക്കെ, അപ്പം T is equal to f⁻⁻1 w⁻1 velocity raised to -1 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഹാസ് നോട്ട് ബീൻ എക്സ്പ്രസ്ഡ് ഇൻ പ്രോപ്പർ യൂണിറ്റ്സ്. ടോർക്ക് ന്യൂട്ടൺ മീറ്റർ, അത് കറക്റ്റാണ്. പിന്നെ സ്ട്രെസ് ന്യൂട്ടൺ, ഫോഴ്സ് ബൈ ഏരിയ ആണ്, അപ്പോൾ Nm/m². മോളസ് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതും എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ വരും, ഫോഴ്സ് ബൈ ഏരിയ വരും. അപ്പോൾ Nm/m² ആണ്. പക്ഷേ പവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണത്, വർക്ക് ബൈ ടൈം J/s വാട്ടാണ് വേണ്ടത്. പക്ഷേ ഇവിടെ Nm/m എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. Out of the following 4 dimensional quantities, which one quantity is to be called a dimensional constant? Acceleration to gravity എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്ലേസ് ടു പ്ലേസ് വേരി ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ഉണ്ട്, പക്ഷേങ്കിലും അത് പ്ലേസ് ടു പ്ലേസ് വേരി ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, അതും പാരാമീറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പം ടെമ്പറേച്ചർ മാറിയാൽ അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ എന്ത് മാറും, ഈ പറയുന്ന സർഫസ് ടെൻഷൻ മാറും. പിന്നെ വെയിറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് കിലോഗ്രാം മാസ്. ഇപ്പോൾ വെയിറ്റ് നമുക്കറിയാം, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറിക്കഴിഞ്ഞാൽ ഏത് മാറും, വെയിറ്റ് മാറും. പിന്നെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, അതൊരു ഫിക്സഡ് വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 310 m/s ആണ്. അപ്പോൾ വാക്യൂത്തിലാണെങ്കിൽ ഈ വെലോസിറ്റി ലൈറ്റ് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്താണ്, വെലോസിറ്റി ലൈറ്റിൻ്റെ വാല്യൂ മാറത്തില്ല. അപ്പോൾ ഇവിടെ മാറാത്ത ഡയമെൻഷൻ ഉള്ള ഒരു കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. If kinetic energy K, velocity V and time T are chosen as the fundamental units, the formula for
സർഫസ് ടെൻഷൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെ വേണ്ടത്? കൈനറ്റിക് എനർജി. അപ്പോൾ എസ് എന്ന് പറയുമ്പോഴത്തേക്കും കെ റൈസ് ടു എക്സ് എടുക്കാം. കൈനറ്റിക് എനർജി റൈസ് ടു എക്സ്. പിന്നെ നമുക്ക് വെലോസിറ്റി വി റൈസ് ടു വൈ ആൻഡ് ടൈം റൈസ് ടു ഇസഡ്. അപ്പോൾ ഇവിടെ ഇത് ഫോഴ്സ് ബൈ ലെങ്ത് അല്ലേ? ഫോഴ്സ് ബൈ ലെങ്ത് ആകുമ്പോഴത്തേക്കും എസിൻ്റെ ഡയമെൻഷൻ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും എം ടി റൈസ് ടു -2. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു എക്സ്. ഇത് എൽ ടി റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു വൈ. ഇത് ടി റൈസ് ടു ഇസഡ് വരും. ഓക്കെ, ഇനി ഇവിടെ എം റൈസ് 1 എൽ റൈസ് 0 ടി റൈസ് -2 ഈസ് ഈക്വൽ ടു ഇത് എം റൈസ് ടു എക്സ് എൽ റൈസ് ടു 2x പ്ലസ് വൈ ടി റൈസ് ടു -2x മൈനസ് വൈ പ്ലസ് ഇസഡ്. ഇപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് എന്നാണ്, എക്സ് ഈസ് ഈക്വൽ 1 എന്ന് വരും. എക്സ് 1 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ എസ് പ്രപ്പോർഷൻ കൊടുത്ത് എഴുതാൻ പറ്റും. എസ് പ്രപ്പോർഷണൽ ടു കെ റൈസ് ടു എക്സ് വി റൈസ് ടു വൈ ടി റൈസ് ടു കൊടുക്കാം. അപ്പോൾ നമുക്കുണ്ടെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ഇൻറ്റു കെ റൈസ് ടു എക്സ് വി റൈസ് ടു വൈ ടി റൈസ് ഇസിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എത്ര കിട്ടി? എക്സ് 1 കിട്ടി. ഇനി 2x പ്ലസ് ഇസഡ് 0 ആണ്. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു -2x എന്ന് വരും. അപ്പോൾ -2 വരും. ഇസഡ് -2 കിട്ടി. പിന്നെ -2x മൈനസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു -2. ഇപ്പോൾ എക്സ് എത്ര കിട്ടി? എക്സ് 1 അല്ലേ? അപ്പോൾ നമുക്ക് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ -y പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ y ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് വരും. അപ്പോൾ -2 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എ ഇൻറ്റു കെ റൈസ് ടു എത്ര? കെ റൈസ് ടു എക്സ് 1 ആണ്. വി റൈസ് -2 അതുപോലെ ടി റൈസ് -2. അപ്പോൾ ഇത് നമുക്ക് എ ഇൻറ്റു കെ ബൈ വി സ്ക്വയർ ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ പറ്റുള്ളൂ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഫോർമുല എഫ് ഈസ് ഈക്വൽ ടു IF nu square by WL cube, where I is moment of inertia, F is force, nu is velocity. V ആണ് കേട്ടോ. F is force, V is velocity, W is work and L is length. The dimension formula of x. ഇപ്പോൾ x എന്ന് പറയുമ്പോഴത്തേക്കും IF V square by WL cube ആണ്. ഇവിടെ I എന്താണ്? I moment of inertia അല്ലേ? അപ്പോൾ മാസിൻ്റെ സെപ്പറേഷൻ സ്ക്വയർ. അപ്പോൾ moment of inertia ML സ്ക്വയർ. ഫോഴ്സ് ആകുമ്പോഴത്തേക്കും ML T raised to -2, വെലോസിറ്റി L T raised to -1 and ഹോൾ സ്ക്വയർ. W വർക്കാണ്. അപ്പോൾ ML സ്ക്വയർ T raised to -2. പിന്നെ L ഈസ് ലെങ്ത് ആണ്. അപ്പോൾ L ക്യൂബ് വരും. L ക്യൂബ്. അപ്പം നമുക്കിതിനോട് വെട്ടുമ്പോഴത്തേക്കും ഇവിടെ ഒരു L ബാക്കി വരും. അപ്പോൾ പിന്നെ L raised 4 ആയി അല്ലേ? അപ്പോൾ മേളിൽ ബാക്കി എന്ത് വരും? മേളിൽ M raised to 1 L raised 4. M raised 1 L raised 4 T raised to -2 by L raised 4 വരും. അപ്പോൾ ഇതിന് ആൻസർ M raised 1 T raised -2 എന്ന് വരും. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. Question 13. If momentum P, area A and time T are taken as to be fundamental quantities, then the energy has the dimension formula. അപ്പോൾ എനർജിയെ നമുക്ക് എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യണം? മൊമെൻറ്റം P raised to x, ഏരിയ A raised to y and time T raised to z. ഓക്കെ, അപ്പോൾ എനർജി ഡയമെൻഷൻ പോലെ എന്താണ്? ML സ്ക്വയർ T raised to -2. മൊമെൻറ്റം ആകുമ്പോഴത്തേക്കും ML T raised to -1 the whole raised to x, ഏരിയ L സ്ക്വയർ raised to y, പിന്നെ T raised to z. അപ്പോൾ ഇവിടെ M raised 1 L സ്ക്വയർ T raised to -2. ഇവിടെ M raised to x L raised to x plus 2y T raised to -x plus z. അപ്പോൾ ഇവിടെ x എത്രയാണ്? ഫോർ x ഈസ് ഈക്വൽ 1 ആണ്. x1 പിന്നെ x plus 2y 2 ആണ്. x plus 2y ഈസ് ഈക്വൽ 2. അപ്പോൾ 2y നമുക്ക് x1 അല്ലേ? 2y നമുക്ക് 1 എന്ന് വരും. അപ്പോൾ y ഈസ് ഈക്വൽ 1/2 എന്ന് വരും. y ഈസ് ഈക്വൽ 1/2. ഓക്കെ, ഇനി -x plus z -2 ആണ്. അപ്പോൾ z ഈസ് ഈക്വൽ -2 plus x. x1 അല്ലേ? അപ്പോൾ ഇത് -1 വരും. അപ്പോൾ z ഈസ് ഈക്വൽ -1. therefore E is equal to P raised to 1 A raised to 1/2 അതുപോലെ T raised to -1. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. Question number 14. A travelling microscope has 20 divisions per centimeter on the main scale, while its vernier scale has 50 divisions and 25 vernier scale divisions are equal to 24 main scale divisions. What is the least count of travelling microscope? ഇപ്പോൾ നമുക്ക് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ, ഒരു MS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 സെൻറ്റിമീറ്ററിനെ 20 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ബൈ 20 ആണ് 1 MSD. ഇപ്പോൾ 1/20 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ
25 VSD, 25 vernier scale divisions coincides with 24 main scale divisions. അപ്പോൾ 1 VSD vernier scale division is equal to 24/25 MSD എന്ന് വരും. ഇനി ലീസ്റ്റ് കൊണ്ടെന്ന് പറയുമ്പോൾ എന്താണ് 1 MSD മൈനസ് ഏതാണ് 1 VSD. അപ്പോൾ നമുക്ക് രണ്ടിൽ MSD കോമൺ എടുക്കാം. അപ്പോൾ MSD അല്ലെങ്കിൽ 1 MSD മൈനസ് VSDക്ക് പറയാൻ 24/25 MSD എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് 1/25 MSD എന്ന് വരും. 1/25 MSD. ഇപ്പോൾ 1/25 ഇൻറ്റു എത്രയാണ് 1/25 ഇൻറ്റു 1/20 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് 1/500 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇത് 0.002 സെൻറ്റിമീറ്റർ എന്ന് വരും. ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. A man sitting in a car moving at 54 km/h observes a man B in front of the car crossing perpendicularly the road of width 15 meter in 3 seconds. Then the velocity of man B will be in meter per second. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഓഫ് കാർ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മാൻ എന്ന് പറയുന്നത് 54 km/h ആണ്. അപ്പോൾ 54 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 15 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. അത് ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും. അപ്പോൾ അത് 15 മീറ്റർ ഇൻ 3 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇത് ഈ മാൻ എക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഈ റിലേറ്റീവ് വെലോസിറ്റി എങ്ങോട്ടാണ് ഈ എക്ക് പെർപെൻഡിക്കുലർ. ഇത് എ ഇതാണ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് അല്ലേ. വെലോസിറ്റി ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്താൽ ഇതായിരിക്കും നമ്മുടെ വെലോസിറ്റി ഓഫ് ഏത് വെലോസിറ്റി ഓഫ് ബി. ഓക്കെ. അപ്പോൾ ഇവിടെ വെലോസിറ്റി ബി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെയൊക്കെ വെക്റ്റർ സമമായിരിക്കും. വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഏതാണ് VB² പ്ലസ് VA² പ്ലസ് VBA². ഇപ്പോൾ റൂട്ട് ഓഫ് എത്രയാണ് 15² പ്ലസ് 5². അപ്പോൾ ഇത് 5√10 255√10 മീറ്റർ പെർ സെക്കൻഡ് വരും. അത് എവേ ഫ്രം എ ആയിരിക്കും. എവേ ഫ്രം എ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. അസേർഷൻ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ആർ ദ ക്വാണ്ടിറ്റീസ് ഹൂസ് വാല്യൂസ് ആർ കോൺസ്റ്റൻറ്റ്. റീസൺ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ആർ ഡയമെൻഷൻലെസ്. അപ്പോൾ അത് തെറ്റാണ്. നമുക്കറിയാം അസേർഷൻ ശരിയാണ്. അപ്പം ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ആർ ക്വാണ്ടിറ്റീസ് ഹൂസ് വാല്യൂസ് ആർ കോൺസ്റ്റൻറ്റ്. അപ്പം വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനുള്ള കോൺസ്റ്റൻസ് ആണ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. റീസൺ പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ആർ ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ ഡയമെൻഷൻ ഉള്ളതായിരിക്കും. ഓക്കെ. അപ്പം അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്റ്റേറ്റ്മെൻറ്റ് 1. ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ പാരാമീറ്റർ ചേഞ്ചസ് വെൻ ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഈസ് ചേഞ്ച്. നമുക്കറിയാം യൂണിറ്റ് മാറുമ്പോഴത്തേക്കും ന്യൂമറിക്കൽ വാല്യൂ ചേഞ്ച് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ഇക്വേഷനാണ് n1u1 ഈസ് ഈക്വൽ ടു n2u2 എന്നല്ല. n1u1 ഈസ് ഈക്വൽ n2u2. അപ്പോൾ ഈ എന്നും യുവും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പം യൂണിറ്റ് ചെറുതാണെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ വലുതായിരിക്കും. അതിന് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് നോക്കുക. സ്മോളർ ദി യൂണിറ്റ് സ്മോളർ ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ. അതങ്ങനല്ല. യൂണിറ്റ് ചെറുതാകും തോറും ന്യൂമറിക്കൽ വാല്യൂ വലുതാകും ആണ്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. അത് ക്വസ്റ്റ്യൻ നമ്പർ 18. Assertion in the relation f is equal to 1/2 where symbols have standard meanings m represents linear mass density. ഓക്കെ. അത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. പിന്നെ റീസൺ ദ ഫ്രീക്വൻസി ഹാസ് ദി ഡയമെൻഷൻ ഓഫ് ഇൻവേഴ്സ് ഓഫ് ടൈം. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. കാരണം വെച്ചാൽ എം ഈസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. പിന്നെ അതുപോലെ ഫ്രീക്വൻസി ഹാസ് ഡയമെൻഷൻ ഓഫ് ഇൻവേഴ്സ് ഓഫ് ടൈം ആയിരിക്കും. പക്ഷേ ഇത് കറക്റ്റ് റീസൺ അല്ല. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് റീസൺ അല്ല സെക്കൻഡ്. അപ്പം രണ്ടും ശരിയാണ്. പക്ഷേ ഈ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് റീസൺ അല്ല. അപ്പോൾ ഇഫ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് ദ നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. മാച്ച് ദി ഫോളോയിങ് കോളംസ്. സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. സ്ട്രെസ് ഈസ് ഈക്വൽ ഫോഴ്സ് ബൈ ഏരിയ. അത് തന്നെയാണ് പ്രഷറും. അപ്പോൾ രണ്ടിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. പിന്നെ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ചേഞ്ച് ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനാണ്. അപ്പം ഡയമെൻഷൻലെസ് ആയിരിക്കും. സ്ട്രെയിൻ ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ സ്ട്രെയിൻ ഡയമെൻഷൻലെസ്. അപ്പോൾ ഇത് ആംഗിൾ വരും. ആംഗിള്. പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് അത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി യങ്സ് മോഡുലസ് അല്ലേ.
അപ്പോൾ അത് സി അല്ലേ. അപ്പോൾ സി എന്ന് പറയുമ്പോഴത്തേക്കും യങ്സ് മോഡുലസ് ബൈ ബൾക്ക് മോഡുലസ് ഒക്കെ അല്ലേ, അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ, സ്ട്രെയിൻ ഡയമെൻഷനില്ലല്ലോ, അപ്പോൾ ഇത് പ്രഷറൊക്കെ വരും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഡി എന്ത് വരും? ഡി എന്ന് പറയുമ്പോഴത്തേക്കും ടോർക്ക് അല്ലേ. ടോർക്ക് വർക്ക് എനർജിയൊക്കെയാണ്. അപ്പോൾ ടോർക്ക് ഈസിക്കൽ വർക്ക് ഈസിക്കൽ എനർജി അല്ലേ, എനർജി വരും. അപ്പോൾ ആൻസർ പ്രഷർ ആംഗിൾ പ്രഷർ എനർജി വരും. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കേട്ടോ, സെക്കൻഡ് ഓപ്ഷൻ ആൻസർ, ഫസ്റ്റ് അല്ല. സ്ട്രെസ്സിനും മോഡുലസ് വെലോസിറ്റിയും രണ്ടും ഒരേ ഡയമെൻഷൻ ആയിരിക്കും, അപ്പോൾ പ്രഷർ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഇപ്പോൾ 2 ആൻസർ. അപ്പോൾ എ ക്യൂ വരും, സോറി എ ക്യൂ അല്ല, സോറി ഇത് ഫസ്റ്റ് ഓപ്ഷൻ വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ സി ക്യൂ അല്ല വരുന്നത്, സി പി ആണ് വരുന്നത് കേട്ടോ. കാരണം എനർജി ഡെൻസിറ്റി അല്ല, മോഡുലസ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ കറക്ഷൻ ഉണ്ട്. അപ്പോൾ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സി വരുന്നത് പി ആണ്, ഇത് പി ആണ് വരുന്നത്, സി പി ആണ്. കാരണം വെച്ചാൽ സ്ട്രെസ്സ് പ്രഷറാണ്, സ്ട്രെയിൻ ആംഗിൾ വരും. പിന്നെ മോഡുലസ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത് വീണ്ടും ഇത് തന്നെയാണ്, പ്രഷർ സ്ട്രെസ്സ് അല്ലെങ്കിൽ പ്രഷർ ഡയമെൻഷൻ പോലെ വരും. പിന്നെ ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് എനർജിയാണ്. അപ്പോൾ ഡി എസ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. പക്ഷേ സി കറസ്പോണ്ട്സ് ടു ഏതാണ്? സി കറസ്പോണ്ട്സ് ടു ക്യൂ അല്ല, സി കറസ്പോണ്ട്സ് ടു പി ആണ്. ഓക്കെ, അടുത്ത 20. ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് എക്സ്, ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി, ദെൻ മാച്ച് ദി ഫോളോയിങ് 2 കോളംസ്. ഇപ്പോൾ തീറ്റ എത്രയാണ്? തീറ്റ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയാണ്, തീറ്റ 60 ഡിഗ്രി. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും എങ്ങനെയാണ്? മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2x സ്ക്വയർ കോസ് 60. കോസ് 60 എത്രയാണ്? കോസ് 60 എന്ന് പറയുമ്പോൾ 1/2 വരും. അപ്പോൾ ഇത് √3x എന്ന് വരും, √3x. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി എന്ന് വരും, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ കോസ് 60 വരും. അപ്പോൾ ഇത് എക്സ് വരും. അടുത്തത് എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു എക്സ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് 60. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ബൈ 2 വരും, എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ 60. അപ്പോൾ ഇത് √3x സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ ഏത് വരും? എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്? 6 വരും. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്? ക്യൂ വരും. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് വരും. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പി വരും. അപ്പോൾ RQSP. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 21. If the two vectors a is equal to 2i plus 3j plus 4k and I plus 2j minus nk are perpendicular, then the value of n. ഇപ്പോൾ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ വന്നാൽ എ ഡോട്ട് ബി എത്ര ആയിരിക്കും? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എന്താണ്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ 0. അപ്പോൾ 2i പ്ലസ് 3j പ്ലസ് 4k ഡോട്ട് i പ്ലസ് 2j മൈനസ് nk ഈസ് ഈക്വൽ എത്രയാണ്? 0. അപ്പോൾ ഇത് 2 + 6 - 4n ഈസിക്കൽ 0. അപ്പോൾ 4n ഈസിക്കൽ 8 വരും, n ഈസിക്കൽ 2 എന്ന് വരും. സോ ദ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ 22. എ ആൻഡ് ബി ആർ 2 വെക്ടേഴ്സ് ആൻഡ് തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദം, ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഈസിക്കൽ √3 ടൈംസ് എ ഡോട്ട് ബി, ദെൻ വാല്യൂ ഓഫ് തീറ്റ. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഈസിക്കൽ ടു √3 ടൈംസ് എ ഡോട്ട് ബി. ഇപ്പോൾ എ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ √3 ഇൻറ്റു എ ബി കോസ് തീറ്റ. അപ്പോൾ എ ബി ക്യാൻസൽ. അപ്പോൾ ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ √3 വരും. അപ്പോൾ തീറ്റ നമുക്ക് 60 ഡിഗ്രി എന്ന് വരും. ആൻസർ ഓപ്ഷൻ 4. അടുത്ത ഗിവൺ സി ഈസിക്കൽ എ ക്രോസ് ബി ആൻഡ് ഡി ഈസിക്കൽ ബി ക്രോസ് എ. വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ സി ആൻഡ് ഡി? ഇപ്പോൾ സി ഈസിക്കൽ എ ക്രോസ് ബി. ഇപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ ഇവിടെ ബി ക്രോസ് ചെയ്യണം. അപ്പോൾ എ ക്രോസ് ബി ആൻറ്റി പാരലൽ ബി ക്രോസ് എ, ശരിയല്ലേ? അപ്പോൾ സി ആൻഡ് ഡി ആർ ഓപ്പോസിറ്റ്. സി ആൻഡ് ഡി ആർ
സി ആൻഡ് ഡി ആർ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് വരയ്ക്കാം, ഇത് സി ആണെങ്കിൽ ഇത് ഡി ആയിരിക്കും. അപ്പോൾ വാട്ട്സ് ആംഗിൾ ബിറ്റ്വീൻ ദം? ഈ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 ആണ്. Question 24. The density of a solid metal sphere is determined by measuring its mass and diameter. The maximum error in the density of sphere is x by 100%. The relative errors in measuring the mass and diameters are 6% and 1.5% respectively. The value of x. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി ഈസിക്കൽ മാസ് ബൈ വോളിയം. അപ്പോൾ അവിടെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 സ്ഫിയർ അല്ലേ? മാസ് ബൈ 4/3 പൈ ആർ ക്യൂബ് അല്ലെങ്കിൽ 4/3 പൈ ഡയമീറ്റർ ബൈ 2 ദ ഹോൾ ക്യൂബ്. ഈ ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു മാസ് ബൈ ഡയമീറ്റർ ക്യൂബാണ്. അപ്പോൾ എന്തായിരിക്കും ഇത്? അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ഈ ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 ആണ്, അത് 6%. 6 പ്ലസ് എത്രയായിരിക്കും? 6 പ്ലസ് 3 ഇൻറ്റു 1.5%. 3 ഇൻറ്റു 1.5%. അപ്പോൾ ഇത് 10.5% എന്ന് വരും. 10.5% അല്ലേ? അപ്പം ഈ എക്സ് ബൈ 100 ആണ്, എക്സ് ബൈ 100 ആണ് ഈ 10.5. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ എത്ര വരും? 10.5 ഇൻറ്റു 100. അപ്പം 1050 എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. എ ബോഡി ഓഫ് മാസ് m equal to 3.513 kilogram is moving along the x-axis with a speed of 5 meter per second. The magnitude of its momentum. മൊമെൻ്റ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസ് എത്രയാണ്? 3.513 ഇൻറ്റു 5. അപ്പോൾ ആൻസർ 17.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വരും. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ അപ്പോൾ ഇത് 5.00 അല്ലേ? 5.00 ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആൻസറിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കണം? മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ? അപ്പം 3, ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആൻസറിനകത്ത് നമുക്ക് 3 വരാൻ പാടുള്ളൂ. അപ്പോൾ 17.57 ആണ് കിട്ടുന്നത്. അപ്പോൾ 17.57 നമുക്ക് ഇതിൻ്റെ ആൻസർ 17.57 എന്ന് വരും. അത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പക്ഷേ നമ്മൾ റൗണ്ട് ചെയ്ത് എന്ത് ചെയ്യണം? നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 17.6 അത്രയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് റൗണ്ട് ചെയ്യും. ഓക്കെ. സോ ആൻസറിനകത്ത് ഇതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും ഇതിനകത്ത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും ഉണ്ട്. അപ്പോൾ ആൻസറിനകത്ത് നമ്മൾ മിനിമം നമ്പറേ വരാൻ പാടുള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? 17.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26. In an experiment to find out the diameter of wire using screw gauge, the following observations were noted. Screw moves 0.5 mm on main scale in one complete rotation. Total divisions on circular scale 50. Main scale reading 2.5 mm and 45th division of circular scale is in the pitch line. Instrument has 0.03 mm negative error. Then the diameter. അപ്പോൾ പിച്ച് എന്നാണ്. പിച്ച് ഒരു റൊട്ടേഷൻ, അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും പിച്ച്. പിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും 0.5 mm ആണ്. പിച്ച് ഈസിക്കൽ 0.5 mm. അപ്പോൾ പിച്ച് വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലർ സ്കെയിലാണ്. അപ്പം 0.5/50 അത്രയും മില്ലിമീറ്റർ ആയിരിക്കും ലീസ്റ്റ് കൗണ്ട്. എന്ന് വെച്ചാൽ 0.1/10 എന്ന് വെച്ചാൽ 0.01 മില്ലിമീറ്റർ ആണ് ലീസ്റ്റ് കൗണ്ട്. ഇനി മെയിൻ സ്കെയിൽ റീഡിങ് എം എസ് ആർ എന്ന് പറയുമ്പോൾ എത്രയാണ്? എം എസ് ആർ ഈസ് ഈക്വൽ ടു 2.5 മില്ലിമീറ്റർ ആണ്. 2.5 മില്ലിമീറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് റീഡിങ് എന്താണ്? റീഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എം എസ് ആർ പ്ലസ് കറക്റ്റഡ് HSD ഇൻറ്റു LC. കറക്റ്റഡ് ഹെഡ് സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു LC എന്നാണ്. LC എം എസ് ആർ എത്ര? 2.5 പ്ലസ് 0 എറർ നെഗറ്റീവ് അല്ലേ? അപ്പോൾ അത് 3 ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു എററാണ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്
എന്താണ് എച്ച് എസ് ഇങ്ങനെ എഴുതാം, എച്ച് എസ് ഡി ഇൻറ്റു എൽ സി പ്ലസ് സീറോ കറക്ഷൻ എന്ന് എഴുതാം കേട്ടോ, സീറോ കറക്ഷൻ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പോൾ 2.5 പ്ലസ് എച്ച് എസ് ഡി ഇതാണ് നമ്മൾ കണ്ട ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 45th ആണ് കണ്ടത്. അപ്പോൾ 45th ഇൻറ്റു 0.01 പ്ലസ് വരും, കാരണം വെച്ചാൽ സീറോ എറർ നെഗറ്റീവാണ്, അപ്പോൾ സീറോ കറക്ഷൻ പ്ലസ് ആയിരിക്കും. അപ്പോൾ 0.03 അല്ലേ. അപ്പോൾ ഇത് 2.5 പ്ലസ് 0.48 എന്ന് വരും അല്ലേ, 0.48. അപ്പോൾ ഇത് 2.98 എന്ന് വരും, 2.98 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. In a vernier caliper, 10 divisions of vernier scale is equal to the 9 divisions of main scale. When both jars of vernier calipers touch each other, the zero of vernier scale is shifted to the left of zero of the main scale, and the fourth vernier scale division exactly coincides with the main scale reading. One main scale division is equal to 1 millimeter. While measuring diameter of a spherical body, the body is held between two jaws. It is now observed that zero of the vernier scale lies between 30 and 31st division of the main scale reading, and the sixth vernier scale division exactly coincides with the main scale reading. The diameter of spherical body will be. ഇവിടെ 1 MSD എന്ന് പറയുന്നത് 1 millimeter ആണ്. പിന്നെ 10 VSD is equal to 9 MSD. അപ്പോൾ 1 VSD is equal to 0.9 MSD എന്ന് വരും. that is equal to 0.9 millimeter. ഇപ്പോൾ ലീസ്റ്റ് കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കും 1 MSD മൈനസ് ഏതാണ്, 1 MSD മൈനസ് 1 VSD. ഇപ്പോൾ 1 millimeter മൈനസ് 0.9 millimeter is equal to 0.1 millimeter equal to 0.01 centimeter. നമുക്ക് സീറോ എറർ ഇവിടെ 4th ഡിവിഷൻ ആണ് ഇവിടെ കോയിൻസിഡ്. അപ്പോൾ സീറോ എറർ ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു 0.01 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു -0.04 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഡയമീറ്ററല്ലേ വേണ്ട. അപ്പോൾ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു MSD പ്ലസ് VSD ഇൻറ്റു LC പ്ലസ് സീറോ കറക്ഷനാണ്. അപ്പോൾ സീറോ എറർ നെഗറ്റീവ് ആണെങ്കിൽ സീറോ കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. സീറോ കറക്ഷൻ അപ്പോൾ MSD എത്രയാണ് ഇവിടെ 30 millimeter ആണ്. അപ്പോൾ 3 centimeter. അപ്പോൾ 3 centimeter പ്ലസ് VSD. അപ്പോൾ VSD എത്രയാണ്, VSD നമുക്ക് 6 ആയിട്ട്. അപ്പോൾ 6 ഇൻറ്റു 0.01 പ്ലസ് 0.04 എന്ന് വരും, 0.04. അപ്പോൾ ഇത് 3 പ്ലസ് 0.06 പ്ലസ് 0.04 എന്ന് വരും. അപ്പോൾ ആൻസർ 3.10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 28. The resultant of two vectors is perpendicular to the first vector of magnitude 6 Newton. The resultant has magnitude 6√3 Newton, then the magnitude of second vector. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സിൻ്റെ റിസൾട്ടൻ്റ് ഫസ്റ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് ഫസ്റ്റ് വെക്ടർ എ എന്നിരിക്കട്ടെ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഈ എയുടെയും ബിയുടെയും റിസൾട്ടൻ്റ് ആർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് ആൽഫ. അപ്പോൾ ഈ ആൽഫ എത്ര ആയിരിക്കും, 90 ആയിരിക്കും. ഇതാണ് തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ ടാൻ ആൽഫയ്ക്ക് ഒരു ഫോമുലയുണ്ട്. ടാൻ ആൽഫ ഈസിക്കൽ ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നാണ്. ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇവിടെ ടാൻ 90 അല്ലേ, 1/0. അത് ബി ഇൻറ്റു സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ബി ഇൻറ്റു സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇവിടുന്ന് കോസ് തീറ്റ ഈസിക്കൽ -a/b എന്ന് കിട്ടും. കോസ് തീറ്റ ഈസ് -a/b. ഇനി നമുക്ക് റിസൾട്ടൻ്റ് അറിയാം അല്ലേ. ഫസ്റ്റ് വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 6. ഇപ്പോൾ റിസൾട്ടൻ്റ് 6 അല്ലേ. ഈ 6 എന്ന് പറഞ്ഞാൽ 6√3 ആണ്. ഇത് 6√3യും ഇത് എയുടെ വാല്യൂ എത്രയാണ്, എയുടെ വാല്യൂ 6ഉമാണ്. അപ്പോൾ ഇത് നമുക്ക് തീറ്റ എടുക്കുകയാണെങ്കിൽ, തീറ്റ ഡാഷ് എടുക്കുകയാണെങ്കിൽ വട്ട് ഈസ് കോസ് തീറ്റ ഡാഷ്, കോസ് തീറ്റ അല്ല ടാൻ തീറ്റ ഡാഷ്. ടാൻ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എത്രയാണ്, ടാൻ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് 6√3/6 ആണ്. ഇപ്പോൾ ഇത് √3 എന്ന് വരും. അപ്പോൾ തീറ്റ ഡാഷ് നമുക്ക് 30 ഡിഗ്രി എന്ന് വരും, 60 ഡിഗ്രി എന്ന് വരും. തീറ്റ ഡാഷ് 60 ഡിഗ്രി. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ 180 - 60 വരും. അത് 120 ഡിഗ്രി എന്ന് വരും. അപ്പോൾ തീറ്റ ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഫോർ കോസ് 120 ഈസ് ഈക്വൽ ടു -a/b എന്ന് വരും.
cos 120 എത്രയാണ്? -1/2 അല്ലേ? -1/2 ഈസിക്കൽ -a/b. അപ്പോൾ b ഈസ് ഈക്വൽ ടു എത്രയാണ്? b ഈസ് ഈക്വൽ ടു 2 × a എന്ന് വരും. 2 × a. അപ്പോൾ 2 × 6 ആൻസർ നമുക്ക് 12 എന്ന് കിട്ടും. 12 ന്യൂട്ടൺ അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അത് ക്വസ്റ്റ്യൻ 29. എ മാൻ walks in rain with a velocity of 5 km/h. The raindrop strikes him at an angle of 45 degrees with the horizontal velocity of rain if it is falling vertically downward. ഒരാൾ മുന്നോട്ട് നടക്കുന്നു. ഇതാണ് വെലോസിറ്റി ഓഫ് മാൻ. ഈ റെയിൻ ആക്ച്വലി വീഴുന്നത് എങ്ങോട്ടാണ്? താഴേക്കാണ്. ഇത് വെലോസിറ്റി ഓഫ് റെയിൻ ആണ്. പക്ഷേ റെയിൻ അപ്പിയേഴ്സ് ഫോൾ ഇങ്ങനെയാണ്. ഇത് ഹൊറിസോണ്ടലുമായിട്ട് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്? 45 ഡിഗ്രി. അപ്പോൾ ഇത് വെർട്ടിക്കലുമായിട്ട് എത്ര എന്താണ് ആംഗിൾ മേക്ക് ചെയ്യും? 45 ഡിഗ്രി. അപ്പോൾ ഇതായിരിക്കും വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. ഇത് വെലോസിറ്റി -vm ആണ്. -vm അല്ലേ? നമുക്ക് വെലോസിറ്റി ഓഫ് മാൻ അറിയാം. എത്ര? 5 അല്ലേ? ഇതാണ് 5. ഇത്രയും 5 ആണ്. നമുക്ക് വെലോസിറ്റി റെയിൻ അല്ലേ വേണ്ടത്? ഇവിടുത്തെ tan 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് 5/VR വരും. tan 45 1 അല്ലേ? അപ്പോൾ 5/VR. അപ്പോൾ VR ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോൾ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 30. എ ബോട്ട് ഈസ് സെൻഡ് അക്രോസ് എ റിവർ വിത്ത് വെലോസിറ്റി 8 km/h. ദ റിസൾട്ടൻറ്റ് വെലോസിറ്റി ഓഫ് ബോട്ട് ഈസ് 10 km/h. ദെൻ ദ വെലോസിറ്റി ഓഫ് റിവർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോട്ടിനെ എങ്ങനെ സെൻഡ് ചെയ്യുന്നു? ഈ റിവറിൻ്റെ ക്രോസ് ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കാണ് ബോട്ടിനെ സെൻഡ് ചെയ്യുന്നത്. ഇതാണ് വെലോസിറ്റി ഓഫ് ബോട്ട്. റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഇത് വെലോസിറ്റി ഓഫ് റിവർ. അപ്പോൾ സ്വയമായിട്ടും ഈ ഫ്ലോ കാരണം ബോട്ട് ബിയിലെത്തില്ല, പകരം ഈ ബോട്ട് സിയിലെത്തും. അപ്പോൾ ഇതായിരിക്കും റിസൾട്ടൻറ്റ് വെലോസിറ്റി ഓഫ് ബോട്ട്. ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യണം. അപ്പോൾ v² ഈസ് ഈക്വൽ ടു vb² + vr² എന്നായിരിക്കും. അപ്പോൾ റിസൾട്ടൻറ്റ് വെലോസിറ്റി v ഈസ് ഈക്വൽ √vb² + vr². റിസൾട്ട് വെലോസിറ്റി നമുക്ക് അറിയാം അല്ലേ? നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് റിവർ ആണ് വേണ്ടത്. ഇപ്പോൾ vr² ഈസ് ഈക്വൽ ടു v² - vb². അപ്പോൾ vr ഈസ് ഈക്വൽ √v² - vb². അപ്പം √10² - 8². അപ്പോൾ ആൻസർ 6 km/h എന്ന് വരും. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.